പക്ഷേ ഐ വുഡ് ലൈക്ക് ടു ആഡ് വൺ തിങ് കേട്ടോ. HR ഈസ് സെയിം. ഒരു ട്രേഡ് യൂണിയൻ നേതാവ് വന്നിട്ട് ഭയങ്കര ഉറക്കി നിങ്ങൾ പുറത്തു പോകാം, നിങ്ങളെ വെട്ടിക്കളയും തട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കമ്പനിയിലും ഈ HR ഒരു വലിയ അഡ്വാൻറ്റേജ് വേൾഡ് ഓവർ. ഫീൽഡ് ഒരു പാർട്ട് ഓഫ് HR-ൻ്റെ സ്പെഷ്യലൈസേഷനിൽ നല്ല ഡെപ്തിൽ പോകാൻ പറ്റും. പക്ഷേ ചെറിയ കമ്പനിയിലാണെങ്കിൽ നമ്മളുടെ നോളജിൻ്റെ വിഡ്ത്ത് വളരെ ഹൈ ആയിരിക്കും. അതുകൊണ്ട് നെറ്റ്വർക്ക് ചെയ്ത് പഠിക്കാൻ HR പോലെ ഒരു പ്രൊഫഷൻ വേറൊരു പ്രൊഫഷൻ കിട്ടും. எனக்கு பெரிய இடத்துல சின்ன ஆளாயிட்டு இருக்கணுமா, சின்ன இடத்துல பெரிய ஆளாயிட்டு இருக்கணுமா. ഗുഡ് ഈവനിങ് സർ. ഒരുപാട് സന്തോഷം സാറിൻ്റെ കൂടെ ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നതിൽ. എൻ്റെ ഫസ്റ്റ് ഗുരു, മെൻറ്റർ, ഇപ്പോഴും മെൻറ്റർ, ഒരു ഏറ്റവും വലിയ വെൽവിഷർ എന്നുള്ള രീതിയിലും ഇൻഡസ്ട്രിയിലെ ഏറ്റവും ഒരു വെറ്ററനായിട്ടുള്ള ഒരു പ്രൊഫൈൽ എന്നുള്ള രീതിയിലും ഏറെ ബഹുമാനിക്കുകയും പേഴ്സണലി ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു സെഷനിൽ എനിക്ക് സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേൾക്കേണ്ടത്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് സാറ് 1979 ഇൻഡസ്ട്രിയിൽ വന്ന ആളാണ്. അപ്പോൾ ഞാൻ 1986 ജനിച്ച ആളാണ്. അപ്പോൾ അതിനേക്ക് ഒരുപാട് മുമ്പേ സാർ ഇൻഡസ്ട്രിയിൽ വന്ന ആളാണ്. അപ്പോൾ അന്നത്തെ ഒരു കോണ്ടെക്സ്റ്റ്, അന്നത്തെ ഒരു HR-ൽ എന്താണ് ചേഞ്ച്, അവിടെ നിന്ന് ഇപ്പോൾ ഉള്ളൊരു കോണ്ടെക്സ്റ്റും ഇപ്പോൾ ഒരു ലാൻഡ്സ്കേപ്പും, സാർ ഇപ്പോൾ XIME ഒരു പ്രൊഫസർ, ഒരു അക്കാഡമീഷ്യൻ എന്നുള്ള നിലയിൽ സാർ ഫുൾ ടൈം ക്ലോസർ ടു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ സാറിൻ്റെ ആ ഒരു കാഴ്ചപ്പാടിൽ എന്താണ് ഇൻഡസ്ട്രി അന്നും ഇന്നും, എന്താണ് റെലവൻ്റ് ആയിട്ടുള്ളത്, എന്താണ് ചേഞ്ച് ചെയ്തത്? താങ്ക് യു ആനന്ദ്. എനിക്കൊരു നല്ല വിഷുക്കൈ നീട്ടം കിട്ടിയവിടെ തോന്നുന്നു ആനന്ദിൻ്റെ ആ കോംപ്ലിമെൻറ്റ്സ്. സി, ഞാനൊരു കഥാരൂപത്തിൽ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ തലമുറ മാറ്റങ്ങളിലൂടെ ഒരുപാട് കടന്നുപോയ തലമുറയാണ്. വെദർ ഇറ്റ് ഈസ് ബിസിനസ്, ടെക്നോളജി, ഹ്യൂമൻ റിലേഷൻസ്, ഇൻഡസ്ട്രി, all dynamics of ചേഞ്ചസ്. പിന്നെ റഷ്യയുടെ വീഴ്ച തൊട്ട് ഇതെല്ലാം അങ്ങനത്തെ ഒരു തലമുറയിൽ കൂടെ കടന്നു വന്നതുകൊണ്ട് അന്ന് എവരിതിങ് വാസ് സ്റ്റേബിൾ. ഇപ്പം അന്നൊരു നമുക്ക് പറയാം, വളരെ സർട്ടനിറ്റി ഉണ്ടായി. ഒരാൾക്കൊരു ജോലി കിട്ടി കഴിഞ്ഞാൽ ഏതാണ്ടൊക്കെ ഒരു പഴയ ജാപ്പനീസ് മോഡലായിരുന്നു. ഒരു ലൈഫ് ലോങ് എംപ്ലോയ്മെൻ്റ് എന്നുള്ള ഇത് അവിടെ നിന്ന് റിട്ടയർ ചെയ്യും, അങ്ങനത്തെ ഒരു വിഷയം. അതാണ് ഒന്നാമത്തെ പോയിൻ്റ്. രണ്ടാമത്തെ പോയിൻ്റ് ഈ സെല്ലേഴ്സ് മാർക്കറ്റിലായിരുന്നു. എനിക്ക് തോന്നുന്നു HR-ലോട്ട് നമ്മൾ ഡിസ്കഷനിൽ അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. ബിസിനസ് കോണ്ടെക്സ്റ്റ് അത് പിന്നെ ഗ്ലോബലൈസേഷന് ശേഷം, അത് ഗ്ലോബലൈസേഷൻ കഴിഞ്ഞപ്പം നമ്മൾ 35-ാമത്തെ വർഷമായിരിക്കുന്നു. അപ്പോൾ അത് ഒരു ഡ്രാസ്റ്റിക്കായിട്ട് മാറി. പിന്നെ അന്ന് എല്ലാ സ്ഥാപനത്തിലും 2 വിഭാഗമേ ഉള്ളൂ, അല്ല 3 വിഭാഗം. ഒന്ന് മാനേജ്മെൻറ്റ്, പിന്നെ പെർമനൻറ്റ് വർക്ക്മെൻറ്റ് ആൻഡ് കോൺട്രാക്ട് വർക്ക്മെൻറ്റ്. ആൻഡ് കോൺട്രാക്ട് വർക്ക്മെൻറ്റ് വാസ് അബൌട്ട് 10% ഓഫ് ദി പോപ്പുലേഷൻ. അവർക്ക് പോലും മറ്റവരുടെ തണലിൽ ദർ വാർ സം സോർട്ട് ഓഫ് പ്രൊട്ടക്ഷൻ. അപ്പോൾ അത് ഒരു ഡ്രാസ്റ്റിക്കായിട്ട് മാറിപ്പോയി എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. പക്ഷേ ഒരു HR ഒരു പ്രാക്ടീഷണർ എന്നുള്ള നിലയ്ക്കും അധ്യാപകൻ എന്നുള്ള നിലയ്ക്കും അന്നും ഒരു ഹ്യൂമൻ ട്രാൻസാക്ഷനിൽ വേണ്ട ഒരു ബേസിക് റിക്വയർമെൻറ്റ് ബൈ ആൻഡ് ലാർജ് സെയിമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇമോഷണൽ ഇൻ്റലിജൻസ്, മനസ്സിലായി. അന്ന് നമ്മൾ പല പേരുകൾ പറയും, പേഴ്സണൽ മാനേജ്മെൻറ്റ്, HRD പീപ്പിൾ, ഇങ്ങനെ പല പേരുകൾ പറഞ്ഞാലും ഒരുപാട് അനുഭവങ്ങളുണ്ട്. കാര്യം ഞാൻ വളരെ തിക്ക് ആൻഡ് തിൻ ഓഫ് ട്രേഡ് യൂണിയനിൽ വളർന്ന ഒരാളാണ്. അപ്പോൾ വർക്കലയ്ക്ക് അടുത്തുള്ള ഒരാൾ, അയാൾ വേറൊരാളത്ത് പറഞ്ഞു ഈ ഗിരീഷ് സാറിനെ തട്ടിക്കളയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൊച്ചുമണി എന്നാണ് അയാളുടെ പേര്. അപ്പോൾ ഈ കൊച്ചുമണി എപ്പോഴും എൻ്റെ റൂമിൽ വന്നിട്ട്, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സാണ്. ഒരു പ്രാവശ്യം വന്നിട്ട് പറഞ്ഞു, സാർ ഒരു 20 രൂപ സാർ തരണം. അപ്പോൾ ഞാൻ കേട്ട് എന്തിനാണെന്ന് ചോദിച്ചു. കഴിഞ്ഞ ആഴ്ച 20 രൂപ വാങ്ങിച്ചാണ്. അന്ന് 20 രൂപ നമ്മുടെ ശമ്പളം 2500 രൂപയാണ്. മനസ്സിലായി, അത്ര വലിയ എമൗണ്ട്. അപ്പോൾ ഉടനെ അയാൾ പറഞ്ഞതെന്നറിയാമോ, ഞാൻ മരിക്കുമ്പോൾ സാർ റീത്ത് വയ്ക്കുമല്ലോ, അത് വയ്ക്കണ്ട, യു ഗിവ് മി ദാറ്റ് 20. അങ്ങനെ പറയുന്ന ഫ്രീഡം ഉള്ള ഒരാളാണ് ഈ എന്നെ തട്ടുമെന്ന് പറഞ്ഞത്. അപ്പം ഞാനത് ഇങ്ങനെ വേറൊരു സ്ഥലം വഴി അയാളെ വിളിപ്പിച്ചിട്ട് ചോദിച്ചു, എന്താണ് മണി അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. അയാളുടെ റിപ്ലൈ, സാറേ കുരയ്ക്കുന്ന പട്ടി കടിക്കുമോ എന്ന് ചോദിച്ചു. അപ്പം ഗൗരവവും പിന്നെ സ്നേഹവും ബന്ധവും ഒക്കെ അന്നുകൊണ്ട് ഇന്നുമുണ്ട്. അതാണ് ഈ HR എമർജ് ചെയ്ത് നിൽക്കാൻ കാരണം. അതാണ് ഇന്നത് കൂടുതലുണ്ട്. ഇന്നിപ്പോൾ ഒരു രാവിലെ ഒരു ഇന്നത്തെ പത്രം പോലും വായിച്ചാൽ ഒരു അട്രോഷ്യസ് ആക്ഷൻസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കും. ഇപ്പം ഞാനിപ്പോൾ ജസ്റ്റ് വൈസായ നമ്മുടെ യൂട്യൂബിൽ മീഡിയയിൽ TCS HR man is arrested. പൂനെയിൽ അറസ്റ്റ് ചെയ്ത ഫോട്ടോ കാണിക്കുന്നു. അപ്പം ആ ഒരു ബേസിക് ഹ്യൂമൻ ഇൻ്റലിജൻസ്, ഇമോഷണൽ ഇൻ്റലിജൻസ്, കണക്ട്, കൺസേൺ ഫോർ പീപ്പിൾ, ഐ തിങ്ക് അത് ഇറ്റ് ഈസ് ഗ്രോയിങ്.
അന്ന് ഒന്നാം ഇറസ്പെക്റ്റീവ് ഓഫ് AI ആൻഡ് ന്യൂ ട്രെൻഡ്സ്. എനിത്തിങ് ഇറ്റ് വിൽ ഗ്രോ, ഇറ്റ് വിൽ ഗ്രോ. ദാറ്റ് ഈസ് ദ മേജർ തിങ് ഐ ഫൈൻഡ് പോസിറ്റീവ് ആൻഡ് ബിസിനസ് ഹാസ് ചേഞ്ച്ഡ്. ഈ രണ്ടും അംഗീകരിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് പോലെ നമ്മളുടെ ടെക്നോളജി ഒരു എൻറ്റയർ ലാൻഡ്സ്കേപ്പ് ഈസ് ഇവോൾവിങ്, അല്ലെങ്കിൽ ഒരു ഡ്രാസ്റ്റിക്കലി ചേഞ്ചിങ്. നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന പല ജോലികളും വളരെ വളരെ ഒരു ചുരുക്ക സമയത്തിനുള്ള ഒബ്സലീറ്റ് ആവാൻ പോവാണ്. അപ്പോൾ ഒരു ജഡ്ജ്മെൻറ്റ് വേണ്ട റോളുകൾ, അല്ലെങ്കിൽ ഒരു HR പ്രൊഫഷണൽ എന്ന നിലയിൽ നമ്മൾ എന്തൊക്കെ സ്കില്ലുകളാണ് അപ്ഗ്രേഡ് ചെയ്യേണ്ടത്? ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഡിസ്കഷന് വരുമ്പോൾ നാച്ചുറലി ഐ ആൾസോ ഡിഡ് സം ഹോംവർക്ക്. അപ്പോൾ അതിൽ ഈ ജാക്ക് വെൽഷ് പറഞ്ഞിട്ടുണ്ട്, 100 പേര് അകത്തോട്ട് വരികയാണെങ്കിൽ 24 പേരെ എൻഗേജ്ഡ് ആയിട്ടുള്ളൂ. only 24% ഓഫ് ദ എംപ്ലോയീസ് ആക്റ്റീവ്ലി എൻഗേജ് ആർ ആക്റ്റീവ്ലി എൻഗേജ്ഡ്. അത് ഇപ്പോഴത്തെ വല്ല സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ അതൊരു 16-17% കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ബാക്കിയുള്ള 84% എത്രമാത്രം നമുക്ക് ജെനുവിൻലി വിൻ ചെയ്യാൻ കഴിയും, അതിൽ HR-ന് വലിയൊരു റോളുണ്ട്. അതുകൊണ്ടാണ് യു ടേക്ക് ഓർഗനൈസേഷൻസ്, ഇപ്പോൾ നമ്മുടെ UST ഗ്ലോബലിൽ ഒരു ഡെസിഗ്നേഷനുണ്ട്, ചീഫ് വാല്യൂ ഓഫീസർ, അല്ലേ? അതെ അതെ. ദർ ഈസ് എ ഹാപ്പിനെസ് ഓഫീസർ, ചീഫ് എക്സ്പീരിയൻസ് ഓഫീസർ, ചീഫ് ഹാപ്പിനെസ് കെയർ ടേക്കർ, അതെ അതെ, ഗാർഡനർ, ദിസ് ദാറ്റ്. അതൊക്കെ സംസാരിക്കാൻ കാര്യം ക്യാപ്ചറിങ് ദ മൈൻഡ് ഓഫ് പീപ്പിൾ. അതിന് HR-ന് വലിയൊരു റോളാണ്. അതിപ്പോൾ AIയുടെയൊക്കെ എമർജൻസി വരുമ്പോൾ നോൺ വാല്യൂ ആഡ് റെപ്പറ്റേറ്റീവ് ജോബ്സ് വിൽ ഗോ. ബട്ട് ഹ്യൂമൻ സൈക്കോളജി മനസ്സിലാക്കാനും കോൺഫ്ലിക്റ്റ് സോൾവ് ചെയ്യാനും അതിലിടപെടാനും കഴിവുള്ള മിടുക്കന്മാർക്ക് ഡെഫിനറ്റായിട്ട് ദിസ് ഈസ് എ വെരി ഗുഡ് പ്രൊഫഷൻ ടു തിങ്ക് അബൌട്ട്. ഇപ്പോൾ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ ആസ്പയറിങ് HR പ്രൊഫഷണൽസിന് കൊടുക്കാനാണെങ്കിൽ എന്തായിരിക്കും ഒരു 1-2 കാര്യങ്ങൾ അവർക്ക്? ഇല്ല, ഒന്ന് ഒരു ബിസിനസ് ഡൈനാമിക്സ് അറിയണം. പക്ഷേ ഞാൻ അതിനേക്കാളും അടിവരയിട്ട് പറയും, നോട്ട് അറ്റ് ദ കോസ്റ്റ് ഓഫ് എംപ്ലോയി സോൾ. മനസ്സിലായില്ലേ? ഒരു HR-കാരൻ ഒരുപാട് ബിസിനസ് അറിയായിരുന്നെങ്കിൽ ഹി ക്യാൻ സ്റ്റാർട്ട് എ ബിസിനസ്. അതെ അതെ, ആത്മാവ് അറിയണം. അപ്പോൾ ആ ആത്മാവ് ഒരു ഓർഗനൈസേഷൻ്റെ ആത്മാവാണെങ്കിലും എംപ്ലോയിയുടെ ആത്മാവാണെങ്കിലും കറക്റ്റായിട്ട്. ഇപ്പം നമ്മൾ അത് സിമ്പിളായിട്ട് എടുത്താൽ പോരെ. ഞാൻ തുറന്നു പറയാമല്ലോ, ഇത് കട്ട് ചെയ്താലും കട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഫയർ ചെയ്തിട്ടുള്ള ഒരു സബോർഡിനേറ്റിൽ ഒരാളാണ് ആനന്ദ്, ഒരു ടീം മെമ്പറാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആനന്ദ് എന്നെ സ്നേഹിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ഒരിക്കൽ ചോദിച്ചു, ഞാൻ കണ്ണുകളിപ്പോയി. കാര്യം എൻ്റെ ഓർഗനൈസേഷനെ വിട്ടിട്ടും വേറെ ഓർഗനൈസേഷനിൽ പോയിട്ടും എന്നെ എവിടെയൊക്കെ വെച്ച് സ്നേഹിക്കാമോ. അപ്പോൾ ഒരിക്കൽ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, സാർ അന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ ആയത്. മനസ്സിലായില്ല? അപ്പം അങ്ങനെ ഒരു അഗെയിൻ ഐ വിൽ കോട്ട് ജാക്ക് വെൽഷ്. ഹി സേസ് an HR person has to be a pastor and a parent. അത് എല്ലാ ലെവലിലും. ഒരു പാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി വിൽ ഹിയർ പേഷ്യൻ്റിൽ ഒരു അച്ഛനെ അമ്മയെ. മറ്റേ പേരൻറ്റിൻ്റെ ജോലി എന്നറിയാവോ? കറക്റ്റ് ഡയറക്ഷൻ, അടി തരേണ്ട സമയത്ത് അടി തന്നെ കൊടുക്കണം. തരണം. അല്ല, അത് ആണ് എല്ലാവരെയും മോൾഡ് ചെയ്തത്. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു മെൻറ്റർ, ഒരു ഗുരു ഉണ്ടാവും നമ്മുടെ മനസ്സിൽ. പക്ഷേ അതിനകത്ത് ഇപ്പോൾ എത്ര റിലേറ്റഡ് ആണ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പേഴ്സണലി സാറിൻ്റെ അടുത്ത് നിന്ന് ഫീൽ ചെയ്തിട്ടുള്ളത്, നമ്മളുടെ ആ പേഴ്സണൽ അറ്റാക്ക് ചെയ്യുന്നത്, ആ പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ്, ആ ഇഷ്യൂവിനെയാണ്. അപ്പോൾ നമുക്ക് പലപ്പോഴും മനസ്സിലാവും ആ ഒരു സിറ്റുവേഷനിൽ നമ്മളത് എങ്ങനെയാണ്, നമ്മുടെ അപ്രോച്ചാണ് തിരുത്തേണ്ടത് എന്നുള്ളത് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ചോദിക്കും എന്താണ് അത് പറ്റിയത്, എന്തുകൊണ്ടാണ് അത് ചെയ്തത് എന്നുള്ളത്. പിന്നത്തെ ദിവസം ചോദിക്കുമ്പോഴാണ് നമുക്ക് ഒന്നും കൂടെ ഓക്കെ അത് ചിന്തിക്കുമ്പോൾ നമ്മളത്. ഞാനിപ്പോൾ ഇടയ്ക്ക് ട്രസ്റ്റിനെ പറ്റി ഇങ്ങനെ ആലോചിക്കുന്നത്, എങ്ങനെ ഹൗ ഡു യു ഗെയിൻ ട്രസ്റ്റ്. അപ്പോൾ ആനന്ദിൻ്റെ കൂടെയും എൻ്റെ കൂടെയും വർക്ക് ചെയ്യുന്ന രാമൻകുട്ടി. അപ്പോൾ രാമൻകുട്ടി ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഇന്ന് വൈകിട്ട് 7 മണിക്ക് ദൂരദർശനിൽ എൻ്റെ മോൻ്റെ ഒരു പാട്ടുണ്ട്, പെയിൻ ബോയ് സിങ്സ് വെരി വെൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ HR സ്റ്റൈലിൽ പറഞ്ഞു, ഏറ്റവും ഞാനും കാണും എൻ്റെ കുടുംബവും കാണുന്നു. ഞാൻ ടോട്ടലി മറന്നുപോയി. പിറ്റേ ദിവസം രാവിലെ ഞാൻ അവിടെ വന്ന കാറിൽ ഇറങ്ങുമ്പോൾ രാമൻകുട്ടി എതിരെ വരുന്നു. അപ്പം ഞാൻ എന്ത് പറയും അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, ഏറ്റവും സിംപ്ലസ്റ്റ് വേ, പ്രോഗ്രാം നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. ഭാഗ്യത്തിന് ഞാൻ പറയുമ്പോൾ രാമൻകുട്ടി പറയണ്ട, സാറേ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു. ഇനിയിപ്പോൾ എങ്ങനെ നന്നായിരുന്നു പറഞ്ഞെങ്കിൽ. അപ്പം നമ്മുടെ ട്രസ്റ്റ് എലിമെൻറ്റ് അതിലൊക്കെ HR-ന് വലിയ റോളാണ്. ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുമ്പോഴും ഏറ്റവും ജൂനിയർ മോസ്റ്റ് ആളും മനസ്സിലായി. നമ്മളതിനകത്തൊരു ജെന്യുവനായിട്ട് ഓരോരുത്തരുടെ ഒരു ആവശ്യം മനസ്സിലാക്കാനും. ഞാനിപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഞങ്ങളുടെ ഇപ്പോൾ സൈമിൽ ആ റിസപ്ഷൻ ഈസ് എ വെരി ഗുഡ് റിസപ്ഷൻ.
അവിടെ ഒരു എൻഡിൽ 2 ഫാനുണ്ട്. അപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ഇപ്പോൾ ലേഡിയാണ്, അവരിയ്ക്കുന്ന സ്ഥലത്ത് ഫാനില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഈ സമ്മറിൽ അവിടെ ഇരിക്കാൻ ഇമ്പോസിബിളാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്ന് ഞാൻ രാവിലെ കയറി നോക്കുമ്പോഴത്തേക്ക് ഒരു പെഡസ്ട്രിയൽ ഫാൻ ആരോ കൊണ്ട് വെച്ചിരിക്കുന്നു. അപ്പം അതൊരു ഒരു സെൻസിറ്റിവിറ്റി ഇന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ജാക്ക് വെൽച്ച് പറഞ്ഞ 26 14 15 ആയി. അതെ, അല്ല അത് ഈ 26 36 ആക്കാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ഇപ്പോൾ ഈ ഫാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് HR-ന് കോൺഷ്യസ് എഫേർട്ട്. അപ്പോൾ HR ഉടനെ ഇത് CHROയുടെ ജോലി മാത്രമല്ല, HR ജൂനിയറായിട്ട് വരുന്ന ആളിന് പോലും ആ ഒരു കഴിവുണ്ടെങ്കിൽ, അത് എംപതൈസ് ചെയ്യുക, ജെനുവിൻ കൺസേൺ ഫോർ പീപ്പിൾ, അത് ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട്, അതാണ് ഞാൻ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. ഈ പ്രൊഫഷന് നല്ല സ്കോപ്പുണ്ട്. അപ്പോൾ അതിന് അയാൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ. പുള്ളിയുടെ നോളജ് ആണെങ്കിലും. അതെ, നമ്മൾ അപ്പോൾ കഴിഞ്ഞ ദിവസം സൈമൺസിനൊക്കെ ആയിട്ടുള്ള ഒരു സൈമൺസിനൊക്കെ ഈസ് എ വെരി ഇൻ്റലിജൻറ്റ് പേഴ്സൺ. അപ്പോൾ പുള്ളി പറഞ്ഞു, യു ജസ്റ്റ് ആസ്ക് യുവർ ഫ്രണ്ട് വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് ദേ ലൈക്ക്. ഞാനത് കേട്ടായിരുന്നു, ഭയങ്കര രസമുള്ളതാണ്. അതെ, പുള്ളി പറഞ്ഞത് ആദ്യം ഫ്രണ്ടിനോട് ചോദിക്കുമ്പോൾ ഫ്രണ്ട് പറയും, ഏയ് ഗിരീഷ് യു ആർ വെരി ഫണ്ണി. അവസാനം അയാൾ പറഞ്ഞത് ഇങ്ങനെ കിണ്ടി 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 വൈ 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 എന്ന് വെച്ചാൽ അവസാനം അയാൾ പറഞ്ഞറിയാമോ, ഇഫ് യു ആർ ഇൻ ദ റൂം ഐ ആം ഇൻസ്പയർഡ്. നിങ്ങളുടെ പ്രസൻസ് എനിക്കൊരു ഇൻസ്പിറേഷനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് HR-കാരന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലെറ്റ് ഇറ്റ് ബി ദ ജൂനിയർ. ഞങ്ങളുടെ ഒരു കൊളീഗുണ്ട്, ഒരു മുബാരക്ക് എന്ന് പറഞ്ഞു, ഈസ് വിത്ത് ആമസോൺ. പുള്ളിക്ക് ആമസോൺ ആയതുകൊണ്ട് അവർക്ക് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അതർവൈസ് ഹി വുഡ് ഹാവ് ബീൻ ഹിയർ. ഈ അപ്പോളോ ടയർസിൽ ഈ പ്ലാന്റിൻ്റെ അകത്തു നിന്ന് ഊണ് കഴിക്കാൻ പോകുന്ന ക്യാൻറ്റീനിൽ എത്തണമെങ്കിൽ ഏതാണ്ട് 1 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ കേരളത്തിൽ 6 മാസം മഴയാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് കിടക്കുന്ന പോളിത്തീൻ ബാഗും ഇതും എല്ലാം എടുത്ത് തലയെ കൊണ്ട് മൊത്തം ഒരു വലിയ ഹൗസ് കീപ്പിംഗ് ചലഞ്ചാണ്. ഈ ഹൗസ് കീപ്പിംഗ് ടയർ ഇൻഡസ്ട്രിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനി ഡേർട്ട് സ്പോയിൽസ് എ ടയർ. അപ്പോൾ ഈ മുബാരക്ക് ഒരു സിമ്പിൾ സൊല്യൂഷൻ പറഞ്ഞു, സാറേ ഇൻഫോസിസിൽ വയ്ക്കുന്ന പോലെ ഒരു 10 കുട ഗേറ്റിലും വയ്ക്കുക, 10 കുട അവിടെയും വയ്ക്കുക. യു കീപ് 2 ബിഗ് ബക്കറ്റ്സ്. വലിയ കുടയാണ്, വലിയ കുട വയ്ക്കണം എന്ന് വെച്ചാൽ എടുത്തുകൊണ്ട് പോകാനും പറ്റത്തില്ല. അപ്പോളേക്ക് ബ്രാൻഡിങ്ങുമായി. യു സി എ സിമ്പിൾ തിങ്. അപ്പോൾ അങ്ങനത്തെ ഉള്ളത് കാണാനും കേൾക്കാനും ഉള്ള ഒരു കൺസേൺ HR-ൽ വരുന്നവർക്ക് വേണം. എന്നുവെച്ചാൽ അത് വളരെ നിർബന്ധമാണ്. കാര്യം അയാളൊരു ഈസ് ബിറ്റ്വീൻ ഒരു ഡെവിൾ ആൻഡ് ദ ഡീപ് സീ ആണ്. അപ്പോൾ അതിനുള്ളൊരു തയ്യാറെടുപ്പ്. അതുകൊണ്ടാണല്ലോ ഡേവിൾ റിച്ച് പറഞ്ഞത് എംപ്ലോയി ചാമ്പ്യൻ എന്നുള്ള ഒരു ഗ്രേറ്റ് പ്ലേസ് ടു. ഞാനിങ്ങനെ സംസാരിച്ചാൽ ഒരുപാട് സംസാരിക്കും കേട്ടോ. ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് എന്ന് 1988 ഞാൻ വായിച്ചൊരു ബുക്കുണ്ട്. അതിനകത്ത് ഒരു അമേരിക്കൻ റിസർച്ചാണത്. ആ ബുക്കിൽ അവർ പറയുന്നത്, സാറേ ഇവിടെ ആളെ പറഞ്ഞു വിട്ടാലും ഡീസൻ്റായിട്ട് പറഞ്ഞു വിടും. മനസ്സിലായില്ലേ? എപ്പോഴും അപ്പോൾ അതുപോലും ആ ഒരു ലാസ്റ്റ് മെമ്മറി എപ്പോഴും മനസ്സിലാവും. അല്ല, അതാ ഞാൻ പറഞ്ഞ ഒരു ജൂനിയർ ആളിനെയാണ് ഫസ്റ്റ് വരുന്നൊരു കാൻഡിഡേറ്റ് മീറ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഞങ്ങളൊക്കെ ഈ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഒരു കോമൺ പ്രോബ്ലം, ഇപ്പോഴും ഐ ആം റിപ്പീറ്റിംഗ് ദാറ്റ്, കാൻഡിഡേറ്റ് 11 മണിക്ക് വരും, നമ്മൾ 3:30 മണിക്ക് ഇൻ്റർവ്യൂവിന് വിടും. അപ്പോൾ ഒരു കേപ്പബിൾ ജൂനിയർ ആണെങ്കിൽ ഹി വിൽ കീപ്പ് ഓൺ പെസ്റ്ററിങ് യു. ഇപ്പോൾ എനിക്കൊരു 30-35 വയസ്സുള്ളൊരു ഞാനൊരു ഫാക്ടറി പോകുന്നുണ്ട്, കോളേജിലല്ല. അപ്പോൾ അവിടെ ഒരു ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. അപ്പോൾ ശ്രീലക്ഷ്മി പറയും, സാറേ ഇയാൾ രാവിലെ വന്നിരിക്കുന്നതാണ്, അപ്പോൾ ഒരു 12:30-ക്കെങ്കിലും വിടാൻ പറ്റും. അപ്പോൾ ജൂനിയറിന് വളരെ റോളുണ്ട്. ഇത് ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ, അതുപോലെ പേ ഫിക്സേഷൻ. ഇപ്പോൾ കറക്റ്റായിട്ട് ഈ എല്ലാ സ്ഥാപനത്തിലും ഇൻഡക്ഷൻ എന്നൊക്കെ വലിയ വാക്കുകൾ പറയുമെങ്കിലും എല്ലാവരെയും പിടിച്ചങ്ങ് കടലിലോട്ടിടും. ഇവൻ കടലിൽ നീന്തി പഠിച്ചോളണം. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഹാൻഡ് ഹോൾഡ് ചെയ്യണം. ഇപ്പോൾ ഒരു ജൂനിയർ പറയണം, എടോ എന്നെക്കൊണ്ട് ഇതിനകത്ത് സൂപ്പറായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ തനിക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ യു കം ടു മീ. ആ ഒറ്റ വാക്ക് മതി. ശരിയല്ലേ? അപ്പം അതുകൊണ്ട് ജൂനിയർ സീനിയർ എന്ന് വിചാരിക്കുക വേണ്ട. ആക്ച്വലി ജൂനിയർ ആൾക്കാരാണ് ഫ്രണ്ട് ലൈനേഴ്സ്. ഇപ്പം ഞങ്ങൾ HR ഇരിക്കുമ്പോൾ അറിയാം, ഞങ്ങളുടെ ബോസുമാർക്കൊക്കെ എപ്പോഴും ദേഷ്യം വരുന്നൊരു കാര്യമുണ്ട്. എന്നുവെച്ചാൽ പീപ്പിൾ ആർ അറൗണ്ട് അസ്. ഇപ്പോൾ എൻ്റെ മുറിയിൽ അപ്പോളോ ടയർസിൽ എപ്പോഴും ഒരു 15 പേര് കാണും. അപ്പോൾ അവരുടെ MD ആണ് സംസാരിക്കണേ, എടാ നമ്മളാരും മൈൻഡ് ചെയ്തില്ലല്ലോ എന്ന് പറയും. അത് നമ്മൾ അവരുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ഓരോരുത്തരുമായിട്ട്. ഇപ്പം ഇന്ന് തന്നെ എനിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ട് വന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ബോസ് ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചു. അതൊരു റിട്ടയർഡ് IFS ഉദ്യോഗസ്ഥനാണ്, ഭയങ്കര അരിസ്റ്റോക്രാറ്റിക് ആളാണ്. അപ്പോൾ പുള്ളി ചോദിച്ചു, മിസ്റ്റർ ഗിരീഷ്, അങ്ങനെ വിളിക്കുള്ളൂ, പ്രൊഫസർ ഗിരീഷ് എന്ന് പറഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക്കാണ്. 82 ഇയേഴ്സായി. ഐ വാണ്ടഡ് ടു വിഷ് യു ഇൻ ദ മോർണിംഗ് ബട്ട് ഐ ഫർഗോട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇൻസിഡൻ്റലി എൻ്റെ മദർ ഈ സെപ്റ്റംബറിലാണ് മരിച്ചത്. മദർ മരിച്ച വർഷമായതുകൊണ്ട് എനിക്ക് വിഷു ഇല്ല. അത് കഴിഞ്ഞ് അടുത്ത പുള്ളിയുടെ ചോദ്യത്തിൽ ഞാൻ ബുദ്ധിമുട്ടിപ്പോയി.
ഗിരീഷ്, ക്യാൻ യു ടെൽ മീ വാട്ട് ഈസ് അവർ ഡയറക്ടർ അലോക്സ് വൈഫ്സ് നെയിം? എനിക്കറിയില്ല. അതിന് കാരണമുണ്ട്, അവരത്രയും സോഷ്യബിൾ അല്ലാത്തൊരു ലേഡിയാണ്. എന്നാൽ പോലും ഞാൻ അറിയണമായിരുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഡയറക്ടറുടെ വൈഫിൻ്റെ നെയിം എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഞാൻ ചമ്മൽ ഞാൻ വിട്ടില്ല. ഞാൻ പറഞ്ഞു, സാർ ഐ വിൽ ഗെറ്റ് യു ഇൻ അനദർ 10 minutes ടൈം. എനിക്ക് എന്താ വഴി? അപ്പം അയാൾക്ക് ചോദിക്കാൻ പറ്റില്ല, അത് മോശമല്ലേ. അപ്പം ഞാൻ രഞ്ജന അടുത്തൊരു മെസ്സേജ് അയച്ചു. രഞ്ജന നെറ്റ്വർക്കിങ്ങിന്. അപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു ശ്രീദേവി എന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാനിപ്പം ഇവിടെ വന്നിട്ടാണ് മെസ്സേജ് അയച്ചത്, സാർ ഇറ്റ് ഈ ശ്രീദേവി. മനസ്സിലായില്ലേ? അപ്പം ഐ ഷുഡ് ഹാവ് നോൺ. അപ്പം നമ്മൾ ഓരോരുത്തർ ഈ ഫാക്ടറികളിലൊക്കെ സ്ഥിരം നടക്കുന്നൊരു സംഭവം ഞാൻ പറയാം. ഈ പവർ ഓഫ് ലിസണിങ്. ഒരാൾ വന്ന് നമ്മൾ പറയും, സാർ ഐ എം ബ്ലസ്ഡ് വിത്ത് എ ബേബി ബോയ്, എൻ്റെ പേരക്കുട്ടി. അപ്പം നമ്മൾ ഏണസ്റ്റ് ആണെങ്കിൽ നമ്മളത് ഓർക്കും. നമ്മൾ എൻ്റെ വൈഫ് ഒരു 3-4 ചോദ്യം കൂടെ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നോർമൽ ഡെലിവറി ആണോ, കുഞ്ഞിൻ്റെ വെയിറ്റ് എത്ര, നാളുമൊക്കെ കൂടെ ചോദിക്കും. ഇത് കഴിഞ്ഞിട്ട് ഒരു 10 മാസം 11 മാസം ആകുമ്പോൾ ഇയാളെ കാണുമ്പോൾ ഞാൻ ചോദിക്കുകയാണ്, എന്നാടോ ബർത്ത്ഡേ, വാട്ട് ഈസ് ദ കണക്ട് യു വിൽ ഗെറ്റ് വിത്ത് പേഴ്സണൽ കണക്ട് അവിടെ തന്നെ എസ്റ്റാബ്ലിഷ് അല്ലേ? അപ്പോൾ ആ പേഴ്സണൽ കണക്റ്റിനുള്ള സ്പേസിൽ നീന്തി കയറാനുള്ള കഴിവ് ഈ HR-ന് വന്ന് ഇറങ്ങി വരുന്നവർ വരണം. HR തുടങ്ങിയ 79-80 ISROയുടെ ചെയർമാൻ ഒരു ഡോക്ടർ റാവു ഉണ്ടായിരുന്നു. പുള്ളി അന്നൊരു അന്ന് HR അല്ല, പേഴ്സണൽ മാനേജ്മെൻറ്റാണ്. മീറ്റിങ്ങിൽ പുള്ളി പറഞ്ഞത്, ഒരു ടോപ്പ് നോച്ച് സയൻറ്റിസ്റ്റ് നിങ്ങളോട് വന്നിട്ട് ഇൻക്രിമെൻറ്റ് എന്തായെന്ന് ചോദിക്കും. പറഞ്ഞാൽ അന്നത്തെ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരം, ഇറ്റ് ഈസ് അണ്ടർ പ്രോസസ്സിങ്. ഒന്നുമില്ല, മര്യാദയ്ക്ക് അത് സമയത്ത് കൊടുത്താൽ മതി. അത് ഞാനൊരു പ്രിൻസിപ്പിൾ പറയാം, എനിത്തിങ് ഡ്യൂ ടു ആൻ എംപ്ലോയി പേ ഇറ്റ് എസ്റ്റർഡേ. അല്ലേ? നമ്മളെന്തിനാ, ഞാൻ എനിക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യവും കറക്റ്റായിട്ട് വാങ്ങിക്കും, സത്യമല്ലേ? അപ്പോൾ അതിനൊരു നമുക്ക് വാശി വേണം, അതങ്ങനെ ചെയ്യണം, അങ്ങനെ അത് നന്നായിട്ട് അയാളുടെ കയ്യിലെത്തണം. അപ്പോൾ ഒരു ഫിലോസോഫിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ an HR person should derive happiness in others' happiness. ഫിലോസോഫിക്കലായിട്ട് ഞാൻ പറയുകയാണ്. പക്ഷെ അതിന് കഴിവുള്ള പിള്ളേരൊക്കെ ഒരുപാട് പേരുണ്ട്, ഒത്തിരി പേരുണ്ട്. ഞാനിപ്പോൾ ഇതേമാതിരി ആനന്ദിനെ പോലെ നല്ല നല്ല പൊസിഷനിൽ ഇരിക്കുന്നവരെ ഞാൻ സമീപിക്കുമ്പോൾ ദ വേ ദേ ഒബ്ലൈസ്, ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോകും. എൻ്റെ ഭാര്യ പോലും എന്നെ അങ്ങനെ അനുസരിക്കില്ല, കാര്യം എന്നെ ഫുൾ മുഖം അറിയാവുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ ദാറ്റ് ആ ടച്ചാണ് കേട്ടോ. ആ ടച്ച് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. സാർ, അടുത്തൊരു കോൺസെപ്റ്റ് നമ്മളിപ്പോൾ ഒരുപാട് എവല്യൂഷൻ ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അക്കാഡമിക്സ്, അതിനെക്കുറിച്ച് പറയാൻ ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ആൾ സാറാണ്. അപ്പോൾ ഭയങ്കര ഡൈനാമിക്, പുതിയ റോളുകൾ ഇവോൾവ് ചെയ്യുന്നു, HR തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു, HR-ലെ പല സ്കിൽ സെറ്റും മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു 2 മാസത്തെ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു എപ്പോഴും അപ്ഡേറ്റഡ് ആവുന്ന ഒരു കോഴ്സ്, അതിൻ്റെ ഒരു നീഡ് ഇപ്പോൾ എത്രത്തോളമാണ്? വളരെ കൂടുതലാണ്. പക്ഷേ അതിലൊരു കാര്യം ഞാൻ പറയാം, അതിൻ്റെ ഫണ്ടമെൻ്റൽസിൽ ഈ എല്ലാം 2 മാസവും മാറ്റം വരുത്താൻ പറ്റില്ല. നമുക്ക് അതിൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് വല്ല ട്രെൻഡ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാമെന്നുള്ളൂ. 2 മാസം ഒരു റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു 1 ഇയറിൽ അല്ലെങ്കിൽ 2 ഇയറിൽ ഒരു അക്കാഡമിക് റീവാമ്പിംഗ് ഷുഡ് ബി ദേർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും കോഴ്സുകൾ എടുക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഫ്രഷേഴ്സിന് നമുക്ക് കൊടുക്കാവുന്ന വിലയാണ്. ഞാൻ ലാസ് വെഗാസിൽ 2019 SHRM-ൻ്റെ കോൺഫറൻസിന് പോയി. ഞാൻ അനീഷ് സജി സാറ് ഞങ്ങൾ എനിക്കറിയാം യു വെൻ്റാണ് ബൈക്ക്. അതെ ബൈക്കായിട്ട് പോയിരുന്നു. അതെ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ SHRM CPs ആണ് ഒരു 70% ആൾക്കാർ, അതിലൊരു മെജോറിറ്റി വിമനാണ്. അപ്പോൾ ഇന്നലെ നമ്മുടെ തൊമ്മൻ്റെ ഒരു റിലേറ്റീവ് തൊമ്മനോട് US നിന്ന് ചോദിക്കുകയാണ്, ഈ SHRM CP എടുത്താൽ ഗുണമുണ്ടോ? എന്നാൽ തൊമ്മൻ എന്നെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡെഫിനറ്റായിട്ട് ഗുണമാണ്. അപ്പോൾ ഇത്രയും പറയുന്ന കൂട്ടത്തിൽ ഒന്നുകൂടെ പറയണം, ഇപ്പം ഞാൻ കഴിഞ്ഞൊരു 3-4 മാസമായിട്ട് കാണുന്ന ഒരു ട്രെൻഡ്, ഈ HR-കാർക്കൊരു ലേബർ ലോയുടെ നോളജ് എസെൻഷ്യലായിട്ട് വരികയാണ്. ഇടയ്ക്കൊരു കാലഘട്ടത്തിൽ വരുന്ന സമയത്ത് അപ്പോൾ അത് നമ്മുടെ കോഴ്സിൽ അടിയന്തരമായിട്ട് അതിൻ്റെ ഒരു ക്യാപ്സ്യൂൾ നമ്മൾ കൊടുക്കണം. വി കനോട്ട് ഗീവ് ആൻ എക്സോസ്റ്റീവ്. അല്ല, ഇങ്ങനത്തെ അപ്ഗ്രഡേഷനാണ് ചെയ്യേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നമ്മളുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിലും ലേബർ ലോയിലുള്ളൊരു നോളജ് അല്ലെങ്കിൽ അതിനകത്ത് നിന്നുള്ളൊരു ചെറിയൊരു മിസ്റ്റേക്ക്, നമ്മളുടെ ഒരു നോളജ് ഇല്ലായ്മ കാരണം വി ആർ ക്രിയേറ്റിംഗ് എ റോങ് പ്രെസിഡൻസ് ആൻഡ് ദാറ്റ് വിൽ കോസ്റ്റ് ഏജസ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഗിരീഷ് സാറ് നമ്മളുടെ ലോങ് ടേം സെറ്റിൽമെൻറ്റിൻ്റെയൊക്കെ സമയത്ത്
എത്രത്തോളം മൈക്രോ ഡീറ്റെയിലിംഗിലേക്ക് നമ്മൾ പോകുന്നുള്ളത്, എന്തെങ്കിലും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ആണെങ്കിൽ അത് ഇറ്റ്സ് കോട്ടഡ് ആസ് എ പ്രസിഡൻസ്. അപ്പോൾ അതിനകത്തൊരു PN കൃഷ്ണപിള്ള എന്ന് പറഞ്ഞ സാറ് ആണ് കേരളത്തിലെ ആദ്യത്തെ ലേബർ കമ്മീഷണർ. ആ പുള്ളി ഒരു വലിയ കാർഡിനൽ സെൻറ്റൻസ് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. യു ഷുഡ് ബി എൻ എക്സ്പെർട്ട് ഇൻ ലോ, ബട്ട് യു ഷുഡ് നെവർ സ്പെൻഡ് യുവർ ടൈം ഇൻ എൻ അഡ്വക്കേറ്റ്സ് ഓഫീസ്. എന്ന് വെച്ചാൽ ഇത് കുതന്ത്രത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല, ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ അതൊരു വലിയ ഒരു എനി ഡൈനമിക് HR പേഴ്സൺ ഷുഡ് ഹാവ് ഇപ്പോഴത്തെ ഒരു റിക്വയർമെൻറ്റിൽ ഒരു ബേസിക് ലോനെ കുറിച്ചിട്ടുള്ള ഒരു നോളജും അതിൻ്റെ ഒരു ഡെപ്തും. അടുത്ത ഒരു മനസ്സിലുള്ളൊരു ചോദ്യവും ഇപ്പോൾ ഈ സാറ് പറഞ്ഞ ഒരു ത്രെഡിൽ തന്നെയുള്ളതാണ്. വാട്ട് സെപ്പറേറ്റ്സ് ഒരു ഡെക്കേഡ് ലാസ്റ്റിംഗ് സക്സസ്ഫുൾ HR പ്രൊഫഷണൽസ് വിത്ത് ദോസ് ഹു ബിക്കം ഒബ്സലീറ്റ്? ലേണിംഗ്. ഓക്കെ. അബ്സല്യൂട്ട്ലി ലേണിംഗ്. കണ്ടിന്യൂസ് ലേണിംഗ്. ഓക്കെ. സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും ഒരു സ്റ്റോറിയോ കഥകളോ എന്തെങ്കിലും മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും. ഫോർ എക്സാമ്പിൾ കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ്. മനസ്സിലായില്ലേ? മുമ്പ് ഇതൊക്കെ സിമ്പിളായിരുന്നു. നമുക്ക് ഇഷ്ടപോലെ ഫിക്സ് ചെയ്യാൻ നമ്മളൊരു ഈവൻ ഐ വിൽ നോട്ട് ക്ലെയിം ദാറ്റ് ഐ എം അപ്ഗ്രേഡഡ്. ഇപ്പോൾ അത്രയും ഹൈപ്പർ സ്പെഷ്യലൈസേഷൻ വേണ്ട ഏരിയ ആയിട്ടുണ്ട് ഇപ്പോൾ. അതിനുള്ളൊരു തയ്യാറെടുപ്പ്, അല്ലെങ്കിൽ യു ക്യാൻ ബെഞ്ച് മാർക്ക് അറ്റ്ലീസ്റ്റ് വൺ വിത്ത് എ പേഴ്സൺ. അതുപോലെ ഇപ്പോൾ ഞാൻ നേരത്തെ ലോയുടെ കാര്യം പറഞ്ഞു. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നുള്ള വാക്ക് 1990 വന്നുള്ളൂ. അല്ലേ? 79 പ്രൊഫഷൻ തുടങ്ങി. പീറ്റർ ട്രക്കറുടെ ഒരു ഫേമസ് ബുക്കുണ്ട്. ആ ബുക്കിനകത്ത് ഒരു ആർട്ടിക്കിള് ഈസ് പേഴ്സണൽ മാനേജ്മെൻറ്റ് ബാങ്ക്രപ്റ്റ് എന്നാണ്. ഈസ് പേഴ്സണൽ മാനേജ്മെൻറ്റ് ബാങ്ക്രപ്റ്റ്. ആ ആർട്ടിക്കിൾ കൺക്ലൂഡ് ചെയ്യുന്നത് അറിയാമോ? ദി അസറ്റ്സ് ഓഫ് പേഴ്സണൽ മാനേജ്മെൻറ്റ് ഈസ് മച്ച് മോർ ദാൻ ഇറ്റ്സ് ലയബിലിറ്റീസ്, ബട്ട് ആസ് ഓൺ ഡേറ്റ് ഇറ്റ് ഈസ് ഇൻസോൾവെൻറ്റ്. പീറ്റർ ട്രക്കർ എഴുതിയതാണ്. അപ്പോൾ ഈ അസറ്റ് കൂടുതലുള്ളതുകൊണ്ട് നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ടവണ്ണം എഡിറ്റ് ചെയ്തോളാം കേട്ടോ. മനസ്സിലായില്ലേ? അപ്പം അതിന് ഒരു സ്ട്രോങ് പ്രൊഫഷനാണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ താങ്ക് ഗോഡ് ദാറ്റ് ഐ ലാൻഡഡ് ഇൻ ദിസ് പ്രൊഫഷൻ. അതിൻ്റെ ഏറ്റവും വലിയ എനിക്കൊരു കോംപ്ലിമെൻറ്റ് കിട്ടിയത് സതീഷ് ശർമ്മ സാറിൻ്റെ നിന്നാണ്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു, ഗിരീഷ്, ഹൗ ഡിഡ് യു ലാൻഡ് ഇൻ ദിസ് പ്രൊഫഷൻ? അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ BSc കെമിസ്ട്രിയാണ് പഠിച്ചത്. എനിക്ക് ഐ ഹാഡ് എ ഫസ്റ്റ് ക്ലാസ് ഓൾസോ. പക്ഷേ എനിക്ക് കെമിസ്ട്രി പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി രക്ഷപ്പെടില്ല. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, ഞാൻ ഈ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് എഴുതാൻ പോവാണ്. എന്നിട്ട് ഏതെങ്കിലും പഞ്ചായത്ത് ഓഫീസിൽ സുഖമായിട്ട് വീട്ടുകാരെ ശല്യപ്പെടുത്തണ്ട, PSc കിട്ടും. അപ്പോൾ അമ്മ പറഞ്ഞു, നീ അതൊക്കെ പൊക്കോ, യുവർ പ്രോബ്ലം, ബട്ട് യു ഡു എ PG ആൻഡ് ഗോ. ആ PG ആണ് നമ്മുടെ ലൈഫിനെ മറിച്ചത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ ആക്സിഡൻ്റലി ഐ ലാൻഡഡ് ഇൻ ദിസ്. അപ്പോൾ സതീഷ് ശർമ്മ സാർ പറഞ്ഞു, ഐ എം ടെലിങ് യു, യു ഹാവ് ലാൻഡഡ് ഇൻ ദി റൈറ്റ് പ്രൊഫഷൻ. സാർ ഇപ്പോൾ ഈ ലേണിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സാറിൻ്റെ അമ്മയുടെ കഥയും കൂടെ എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. എന്ന് വെച്ചാൽ അമ്മയുടെ ഒരു ലേണിങ്ങിൻ്റെ കഥ സാർ എപ്പോഴും മനസ്സിൽ ഏറ്റവും കൂടുതൽ ചെറിഷ് ചെയ്യുന്നത് പറയുന്ന കഥ എന്നറിയാം. എൻ്റെ അമ്മ കഴിഞ്ഞ സെപ്റ്റംബർ 28 94 വയസ്സിലാണ് മരിച്ചത്. ഇപ്പോഴത്തെ ഒരു ചെറുപ്പക്കാരുടെ ഒരു പ്രശ്നം വെച്ചാൽ അവർക്കൊരു ലേണിങ്ങിനൊരു പേഷ്യൻസ് ഇല്ല. അവർ നിങ്ങളുടെ ഇതിനകത്ത് സ്പീഡിൽ പോകുന്നതെന്നല്ലാതെ ഇപ്പോൾ ആശാ ബോൺസിലെ പാടിയ മലയാളം പാട്ട് ഏതാ? ഐ എം ആസ്കിങ് യു. അല്ല, അപ്പോൾ ഇന്നലെ ആശാ ബോൺസിൽ മരിച്ചു. അല്ല, എന്തുകൊണ്ടാണ് നിങ്ങൾ വായിക്കാത്തത്? വളരെ സെൻസേഷനായിട്ട് വായിക്കേണ്ടതാണ്. എന്നുവെച്ചാൽ നമ്മുടെ വടക്കൻ വീരഗാഥയൊക്കെ എടുത്ത ഹരിഹരനുണ്ടല്ലോ, മാതൃഭൂമി PV ഗംഗാധരൻ ഗ്രൂപ്പ്, അവർ സുജാത എന്ന് പറഞ്ഞൊരു സിനിമ എടുക്കാൻ തീരുമാനിച്ചു. സുജാത. ആ സുജാതയിലപ്പം ഈ ഹരിഹരനൊക്കെ അന്നത്തെ ഇന്നോവേഷനാണ്. പറഞ്ഞു, നമുക്കൊരു ഫീമെയിൽ വോയിസ്, ഒരു ഡിഫറെൻറ്റ് വോയിസ് വേണം. ഈ ഹരിഹരനും മങ്കമ്പ് ഗോപാലകൃഷ്ണനും കൂടെ ബോംബെ പോയി ആശാ ബോൺസിലെ കണ്ടു. ആശാ ബോൺസിലെ പറഞ്ഞ്, എനിക്ക് മലയാളം ആരും പറഞ്ഞ്, മങ്കമ്പ് പറഞ്ഞു 2 ദിവസം കൊണ്ട് പഠിപ്പിച്ചു തരാം. അങ്ങനെ പഠിപ്പിച്ച് പാടിയ പാട്ടാണ് എന്നെ സ്വയംവര ശുഭദിന മംഗളങ്ങൾ എന്ന് പറഞ്ഞൊരു പാട്ട്. ഞാൻ ഇന്നലെ പാട്ട് കേൾക്കുകയും ചെയ്തു. അപ്പോൾ അത് നമ്മൾ അൺലെസ് യു റീഡ് ഓർ യു ആർ ഇൻക്വിസിറ്റീവ് ടു നോ, അല്ലേ? അതിൽ ചെറുപ്പക്കാരൻ, ഞാനിപ്പോൾ എല്ലായിടത്തും പറയട്ടെ, ആളുകൾ മരിക്കുന്ന ദിവസങ്ങളിൽ വായിക്കും. കാര്യം മരിക്കുന്ന ദിവസം എല്ലാം ക്യാപ്സ്യൂളായിട്ട് കിട്ടും, നമ്മൾ മെനക്കെടണ്ട. പക്ഷേ അതിനുള്ളൊരു തയ്യാറെടുപ്പില്ല. ഇപ്പോൾ ഈ അമ്മയുടെ കഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ വാസ് ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ടീച്ചറൊക്കെ ആയതുകൊണ്ട് എപ്പോഴും ഞങ്ങളെയൊക്കെ ഒരു മോണിറ്റർ ചെയ്യുന്ന അമ്മയുടെ ഒരു ഹാബിറ്റായിരുന്നു. ഇങ്ങനെ വന്നൊരു 80 വയസ്സ് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ചെവി കേൾക്കണ്ടായി. അപ്പോൾ എൻ്റെ വൈഫെല്ലാം കൂടെ ഇടപെട്ടിട്ട് ഇത് വെച്ചു, നമ്മുടെ ഹിയറിംഗ് എയ്ഡ്. ഈ ഹിയറിംഗ് എയ്ഡ് വെച്ചപ്പോഴാണ് ഞാനൊരു ഹ്യൂമൻ പ്രോബ്ലം മനസ്സിലാക്കിയത്. ഈ നിങ്ങളെല്ലാം ഗ്രാൻഡ് പേരൻസുള്ള വീട്ടിലൊക്കെ അന്വേഷിച്ചാൽ മതി, എല്ലായിടത്തും അലമാരയ്ക്കകത്തൊരു ഹിയറിംഗ് എയ്ഡ് ഇപ്പോൾ ഉണ്ടാവും. ദേ ആർ നോട്ട് യൂസിങ് ഇറ്റ്. യു നോ വൈ ദേ ആർ നോട്ട് യൂസിങ് ഇറ്റ്?
ഇത് എല്ലാ സൗണ്ടും ക്യാപ്ചർ ചെയ്യും. ഇപ്പോൾ ഇതിൻ്റെ ഒരു ശബ്ദമുണ്ടല്ലോ, ഹിയറിംഗ് എയ്ഡുകളിനെ താങ്ങാൻ പറ്റില്ല. നമുക്ക് റിജക്റ്റ് ചെയ്യാനും സെലക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. ഏതായാലും ഇതൊക്കെ അമ്മയെ പഠിപ്പിച്ച് റെഡിയാക്കി അമ്മ അപ്പം പിന്നെ അത് വെച്ചിട്ട് മോണിറ്റർ ചെയ്ത് നല്ല രസമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കോവിഡിൻ്റെ ഒരു ജസ്റ്റ് മുമ്പായപ്പോൾ അതും പോയി. അപ്പോൾ അമ്മയാണെങ്കിൽ ടെക്നോളജിക്കലി ഷീ ഈസ് വെരി 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 ബാക്ക്വേർഡ്. അമ്മയ്ക്ക് ഒരു ATM കാർഡ് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയില്ല. നമ്മളാണ് ചെയ്യുന്നത്. പെൻഷനൊക്കെ ഉണ്ട്, പൈസയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ ഒരു പ്രാവശ്യം ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു, എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ ആയിരുന്നു. ഞാൻ കണ്ണുകളിൽ പോയി. ആക്ച്വലി ഐ വാസ് ഫ്ലവർ കാസ്റ്റഡ്. ഒരു സ്മാർട്ട് ഫോണും വാങ്ങിച്ചു വെച്ച് വാട്സാപ്പും പഠിച്ചിട്ടിരിക്കുകയാണ്. സെപ്റ്റംബർ 28 മരിച്ച അമ്മ ലാസ്റ്റ് വാട്സാപ്പ് മെസ്സേജ് അയച്ചിരിക്കുന്നത് സെപ്റ്റംബർ 20 അപ്പോൾ ഒരു സൺഡേ ഞാൻ പ്രീമിയറിൽ ഒരു മീറ്റിങ്ങിന് ഇറങ്ങാൻ നേരത്ത് റിട്ടയർ ചെയ്തിട്ട് അവരുടെ ഒരു ആനുവൽ എക്സ്-എംപ്ലോയീസിൻ്റെ ഞാൻ വിളിച്ച അമ്മ എന്തുവാണ് ഈ എല്ലാ ദിവസവും മെസ്സേജ് അയക്കണം, വൈഫിൻ്റെ ജോലിയാണ് എൻ്റെ റിപ്ലൈ അയക്കുന്നത്. അമ്മ അയച്ചിരിക്കുന്നത് ഇറ്റ് ഈസ് എ സൺഡേ, ഇറ്റ് ഈസ് എ റെസ്റ്റ് ഡേ ഫോർ യു. മനസ്സിലായില്ലേ? 92 വയസ്സായ അമ്മ 70 വയസ്സായ മോൻ്റെ റെസ്റ്റിനെ കുറിച്ച് പറയിടാം. അപ്പോൾ ലേണിംഗ് കോഷ്യൻ്റ് എന്ന് പറയുന്നതാണ്. അത് നിങ്ങളൊക്കെ കേട്ടോ, യു ഷുഡ് ഷോ ദി ഇൻട്രസ്റ്റ് ടു നോ. അഫ്കോഴ്സ് ഇൻ യുവർ ഫീൽഡ് യു ഷുഡ് എക്സൽ. HR നിർബന്ധമായിട്ട് ആശാ ബോൺസിലെ 2 പ്രാവശ്യം വായിച്ചിരിക്കണം. അല്ല, എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് അന്ന് സാംസങ് ഗാലക്സി എഡ്ജ് ഇറങ്ങിയ ഏസ് ഇറങ്ങിയ സമയമായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ ആൻഡ്രോയിഡ് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന സമയം. അപ്പോൾ ഗിരീഷ് സാറ് ഫോൺ മേടിച്ചപ്പോൾ ഏറ്റവും അന്നത്തെ നല്ല ഹൈ സ്പെക് ഫോണായിരുന്നു. അപ്പോൾ നമുക്കൊക്കെ അത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അപ്പോൾ സാറാണെങ്കിൽ അങ്ങനെ ഫോണൊക്കെ തരാനും ഇതിനൊക്കെ മടിയില്ല. അപ്പോൾ എന്തോ സാറ് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഫോണിൽ നോട്ട് ചെയ്ത് ഞാൻ സ്വൈപ്പ് ടെക്സ്റ്റ് ചെയ്തു. അന്ന് ഈ ടൈപ്പ് ചെയ്യാനുള്ള മടി കൊണ്ട് നമ്മൾ ഈ വരക്കണുണ്ട്. പറഞ്ഞു അതെങ്ങനെ അത്ര പെട്ടെന്ന് ചെയ്ത്, ഐ വോണ്ട് ടു ലേൺ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് അന്നൊരു മീറ്റിങ്ങിന് പോയപ്പോൾ സാറത് പഠിച്ചു. എന്നിട്ട് സാറത് പഠിച്ചു എന്ന് മാത്രമല്ല, സാറത് വീട്ടിൽ ചെന്ന് പറഞ്ഞു, വൈഫിനോടും ഒക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അതിങ്ങനെ സ്വൈപ്പ് ടെക്സ്റ്റ് ചെയ്ത് പഠിപ്പിച്ചു എന്നുള്ളത് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ അത് ആ ഒരു നാച്ചുറൽ എൻതൂസിയാസം ടു ലേൺ, ആ ഒരു ഇൻക്വിസിറ്റീവ്നെസ് ടു ലേൺ. വരുന്ന ആള് ഒരു ഹ്യൂമൻ മോട്ടിവേഷൻ കഥകളും സംഭവങ്ങളും വളരെ പുള്ളി എൻകറേജ് ചെയ്യണം. ഇന്നലെ ഞാൻ കേട്ട വേറെ ഒന്നാണ്, ഓസ്ട്രേലിയയിലെ ഏറ്റവും ഫേമസ് ക്രിക്കറ്ററാണ് സ്റ്റീവ്. ആ ബോംബെയിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു ഒറ്റ കയ്യൻ ക്രിക്കറ്റ് കളിക്കുന്നു, അതിന് ഒരു കൈയില്ല. ഇവൻ നല്ലപോലെ അടിച്ച് 4ഉം 6ഉം ഒക്കെ നല്ല ഭയങ്കര ബലം ഈ കൈക്ക്. ഇയാളവിടെ സ്റ്റീവയുടെ നേച്ചർ, പുള്ളി ഇങ്ങനെ വല്ലതും കണ്ടാൽ ഹി ഗോസ് ആൻഡ് മിങ്കിൾ വിത്ത് പീപ്പിൾ. അത് കഴിഞ്ഞിട്ട് ഇവനുമായിട്ട് കുറച്ച് നേരം കളിച്ച് ഇവൻ്റെ കൂടെ ഒരു ഫോട്ടോയും എടുത്ത് ആ ഫോട്ടോ ഓസ്ട്രേലിയയിൽ ചെന്നിട്ട് പുള്ളിയുടെ മുറിയിൽ വെച്ചു. താഴെ ഒരു സെൻറ്റൻസ് എഴുതി, നോ എക്സ്ക്യൂസസ്. അപ്പോൾ 2 കൈ ഉള്ള കളിക്കാരന് വന്ന് ഒരു എക്സ്ക്യൂസ് പറയാൻ പറ്റില്ല. ഇതാണ് അല്ല, അത് ഒന്നാമത് നമ്മുടെ ജെന്യുവിനിറ്റി ആളുകൾ മനസ്സിലാക്കും. അതാണ് ഞാൻ ഈ കൊച്ചുണ്ടായ കഥ പറഞ്ഞത്. നമ്മൾ സിൻസിയറായിട്ട് കേട്ടില്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് നമ്മളിതിന് ചോദിക്കും. എനിക്ക് പറ്റിയൊരു വലിയ അബദ്ധം പറയാം. ഞാൻ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഇത് പറയാണ്, എൻ്റെ നെവ്യൂൻ്റെ കല്യാണം. കഥ പറയുന്നത് ബോറടിയില്ലല്ലേ. അപ്പോൾ ട്രിവാൻഡ്രത്ത് ഞാൻ ചെന്ന് കഴിഞ്ഞ് എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ ചെന്ന് സിസ്റ്ററിൻ്റെ പേരക്കുട്ടിയായിട്ട് കളിക്കുകയാണ്. കളിച്ച് പോകാൻ നേരത്തെ എൻ്റെ അബദ്ധത്തിന് ഞാൻ പറഞ്ഞു, മോളുടെ പേര് ഇത് കുറേ പേരുണ്ട്, ഞങ്ങൾ 7 പേരും എൻ്റെ ബ്രാഞ്ചും 50 പേരുണ്ട്. അവൾ പറഞ്ഞു സാനിയ. അപ്പോൾ ഞാനങ്ങ് പിരിഞ്ഞു പോയി. പിറ്റേ ദിവസം കല്യാണം, ഞാൻ അമ്മാവനാണ്, മൂത്ത അമ്മാവനാണ്. ഞാൻ കല്യാണ വീട്ടിലെത്തി കാറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഈ കൊച്ചു പറയാണ്, ഈ ഗിരീഷ് അപ്പൂപ്പന് എൻ്റെ പേര് പോലും ഓർമ്മയില്ല. ഞാൻ ബുക്കിൽ എഴുതിയിട്ടുണ്ട്, നമ്മുടെ ചമ്മൽ ആലോചിച്ചു. അപ്പം നോയിങ് നെയിംസ്, ആളുകളുമായിട്ട് ഏണസ്റ്റായിട്ട് പറയണം, പക്ഷേ ഫെയർ ആൻഡ് ഫേം. ഒരാളൊരു മോഷണം നടത്തുകയാണ്, അവിടെ നോ എക്സ്ക്യൂസ്. HR ഒരു കരിയർ ആസ്പയർ ചെയ്യുന്ന ഒരു ഫ്രഷർ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിന് ഏതൊക്കെ ഏരിയയിലാണ് അവർക്ക് എക്സൽ ചെയ്യാവുന്നത്? ടു ബി സ്പെസിഫിക്, നമ്മളുടെ HR ഗാമറ്റ്സ് ഓഫ് HR നമ്മൾ പറയുമല്ലോ, എംപ്ലോയി ലൈഫ് സൈക്കിൾ. ബിസിനസ് ഈസ് ഗ്രോയിങ്, ഒരു ടാലൻറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് എംപ്ലോയി എൻഗേജ്മെൻറ്റ്. അത് എംപ്ലോയി എൻഗേജ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ അതൊക്കെ വേണം, അതൊക്കെ ഒന്നും തെറ്റല്ല. അതൊക്കെ മേലെ ഒരു കാര്യങ്ങൾ ഡിസൈൻ ചെയ്യാനും അങ്ങനത്തെ ഒരു പ്രോഗ്രാംസുമായിട്ട് വരാനും ഉള്ള ഒരു എംപ്ലോയി പൾസ് എപ്പോഴും ഒരു കുതുകിയായിട്ട് അന്വേഷിക്കാൻ കഴിവുള്ള ഏരിയ ടാലൻറ്റ് മാനേജ്മെൻറ്റും എംപ്ലോയി എൻഗേജ്മെൻറ്റുമാണ്. അതുപോലൊരു അപ്കമ്മിങ് ഏരിയയാണ് കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ്. മനസ്സിലായില്ലേ? കോമ്പൻ ബെനിഫിറ്റ് നല്ലപോലെ പഠിക്കാവുന്ന ഇതാണ്. ലാ ഈസ് അനദർ ഏരിയ. പക്ഷേ ഇതൊന്നും ഈ ലാസ്റ്റിലെ AI വിഴുങ്ങും എന്ന് പറയുന്ന ഏരിയയിലും കുറേ HR ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതെ.
ദർ ഷുഡ് ബി എ ഹ്യൂമൻ. റെപ്പറ്റേറ്റീവ് ജോബ്സ് ഓക്കെയാണ്, Absolutely. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയും HR ഉണ്ടാവും, പക്ഷെ അതിനേക്കാളും വാല്യൂ ആഡ് ഈ പറഞ്ഞ ഏരിയകളിലായിരിക്കും. ഒരു ഹൈപ്പർ സ്പെഷ്യലൈസേഷൻ്റെ ഒരു ഇറയിലേക്ക് നമ്മൾ പോകും. അപ്പോൾ നമ്മൾ അതിന് അവർക്കൊരു അല്ല, ഇപ്പം എല്ലാവരും കൂടെ കയറി ഇത് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെയും കിട്ടൂല. അതെ അതെ അല്ല, പിന്നെ സാറ് പറഞ്ഞൊരു പെർട്ടിക്കുലർ പോയിന്റ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു കണ്ടിന്യൂസ് ലേണിംഗ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. അതെ അതെ. ഇപ്പോൾ ഇന്നത്തെ സ്കില്ല് നാളത്തെ സ്കില്ലാവണമെന്നില്ല. അപ്പം നാളത്തെ ഒരു സ്കില്ലിലേക്ക് നമ്മളുടെ ഇപ്പോഴേ ഉള്ളൊരു അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ഇൻക്വിസിറ്റീവ്നെസ് ആണ് നമ്മൾ. പിന്നെ ഈ ബിസിനസ് എങ്ങനെ പോകുന്നു എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അതെ അതെ. ഇപ്പോൾ ഞാൻ 78 പഠിക്കുമ്പോൾ എൻ്റെ ഒരു പ്രൊഫസർ പറഞ്ഞത്, അന്ന് ഈ മെക്കനൈസേഷൻ, ഓട്ടോമേഷൻ, ടെക്നോളജിക്കുള്ള വാക്ക് റാഷണലൈസേഷൻ, ചാപ്റ്റർ തന്നെ റാഷണലൈസേഷനാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയസ് പ്രൊഫസറാണ്, പുള്ളി ഒരു നല്ല സ്റ്റൈലായിട്ട് സംസാരിക്കും. പുള്ളി പറഞ്ഞത്, യു ആൾ ഷുഡ് റിമെമ്പർ റാഷണലൈസേഷൻ വിത്തൗട്ട് ടിയേഴ്സ്. അപ്പോൾ അത് ഇപ്പം എൻ്റെ മോള്, എൻ്റെ സെക്കൻഡ് ഡോട്ടർ വാസ് വർക്കിംഗ് വിത്ത് ആമസോൺ. ഒരു ദിവസം രാവിലെ ഇവിടെ കേരളത്തിലുള്ള സമയത്ത് എന്നെ വിളിച്ചൊരു പൊട്ടിക്കരച്ചിലാണ്, അച്ഛാ ഐ ആം ഗെറ്റിംഗ് ഫയർഡ്. ഓക്കെ, ഞാനൊരു കാരണമുണ്ട്, ഇവള് ഒരു വർക്ക് ഫ്രം ഹോം കൂടുതൽ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ അവിടെ ആമസോണിലെ സിസ്റ്റം അങ്ങനെയാണ്, നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് HR വിളിക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യു ആർ ഗെറ്റിംഗ് ഫയർഡ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പക്ഷേ ദ വേ ഷീ വാസ് ട്രീറ്റഡ്, ആമസോൺ ഗേവ് ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇൻറ്റേർണൽ IJPക്കല്ലേ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ചോദിച്ചത് ചുമ്മാ തട്ടിപ്പായിട്ട് പറയണം, അല്ല ജെന്യുവനായിട്ട് ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഷീ ഗോട്ട് ഇൻ അനദർ ജോബ്. പക്ഷേ ആമസോണിൻ്റെ അടുത്തുള്ള വിരോധം പോയി. അപ്പോൾ ദാറ്റ് മീൻസ് ദേ ഹാവ് ട്രീറ്റഡ് ഹെർ റീസണബിളി വെൽ. അപ്പോൾ അത് റാഷണലൈസേഷൻ വിത്തൗട്ട് ടിയേഴ്സ്. ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് പ്രൊട്ടക്റ്റിംഗ് യുവർ ഡിഗ്നിറ്റി. ഏതൊരു ഹ്യൂമൻ ബീയിങ് ആണെങ്കിലും ഏതൊരു എംപ്ലോയി ആണെങ്കിലും ആ ഒരു ഡിഗ്നിഫൈഡ് മാനറിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിനൊക്കെ എല്ലാവർക്കും റോൾ ഉണ്ടെന്നാണ് എൻ്റെ ഒരു മതം. അത് ഒരു HR ഫോർ നോൺ HR എന്ന് പറഞ്ഞ് നമുക്ക് ക്ലാസ് എടുക്കാവുന്ന എല്ലാ മാനേജേഴ്സിനും എല്ലാ പീപ്പിൾ മാനേജേഴ്സിനും കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. ചന്ദ്രശേഖർ സാറ് എറണാകുളത്ത് നമ്മുടെ 2012 അബ്ദുൽ കലാംജി വന്ന കോൺഫറൻസിൽ പുള്ളി പറഞ്ഞത്, യു ആർ അറേഞ്ചിങ് എ കാർ വെരി പ്രോംപ്റ്റ്ലി, ദാറ്റ് ഈസ് ഓൾസോ എ സ്ട്രാറ്റജിക് ഇൻപുട്ടാണ്. അതെ അതെ, മനസ്സിലായില്ലേ? ഇപ്പം നമ്മളിവിടെ വന്ന് 2 മിനിറ്റിനും ഈ മറ്റേ പുള്ളി വന്നു, നമ്മൾ 3 പേരും കൂടി ഒരു തപ്പുന്നൊരു സ്റ്റേജ് വന്നാലോ. അതെ. അപ്പോൾ എവറിത്തിങ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ബിസിനസ്. പിന്നെ എനിക്ക് ലാസ്റ്റ് ഒരു പോയിൻ്റായിട്ട് പറയുന്നത്, ഇപ്പം വരുന്ന HR-കാർക്ക് ദേ ഷുഡ് ഹാവ് സം മാത്തമെറ്റിക്കൽ സെൻസ്. ഇപ്പോൾ അവർ ഇപ്പം ഇന്ത്യയിൽ പൊതുവെ ഒരു പറഞ്ഞിട്ടുണ്ട്, കണക്കറിഞ്ഞൂടെ എന്നാൽ HR എടുത്ത്. അല്ല, അത് പോയി, ആ കാലം പോയി, അങ്ങനെ പറ്റില്ല. അതെ. പക്ഷെ വലിയൊരു ഗ്യാപ്പുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യനെ ട്രീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ മറ്റ് പ്രൊഫഷണൽസിൽ നിന്നും അത്രയും അപ്ഗ്രേഡഡ് അല്ല, അവർക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ. ദാറ്റ് ഈസ് അവർ ഗ്യാപ്പ്. അല്ല, സാറ് പറഞ്ഞൊരു ഉദാഹരണം എൻ്റെ കരിയറിൽ എനിക്ക് ഓർമ്മയുള്ളത്, എൻ്റെ CHRO മൊയ്റ്റൻ എന്ന് പറയുന്ന ഒരു കക്ഷി, അദ്ദേഹം ടർക്കിഷ് ആയിരുന്നു. അപ്പോൾ ഈസ് വെരി ഷാർപ്പ് വിത്ത് നമ്പേഴ്സ്. കമ്പനിയുടെ CEO ആണെങ്കിലും എല്ലാവർക്കും ഇദ്ദേഹത്തിൻ്റെ കൂടെ നമ്പേഴ്സിൻ്റെ കാര്യത്തിൽ പിടിച്ചേക്കാൻ പറ്റില്ല, അത്ര ഷാർപ്പാണ്. അപ്പോൾ ഇദ്ദേഹം നമ്മളെ മീറ്റിങ്ങുകളിലൊക്കെ പലപ്പോഴും സംസാരിക്കുന്നത്, വാട്ട്സ് യുവർ HDC, ദാറ്റ്സ് ഹെഡ് കൗണ്ട്. അതിൻ്റെ ഒരു 73% ഓഫ് ഹെഡ് കൗണ്ട് എത്ര? നമ്മളൊന്ന് ആലോചിക്കാൻ വേണ്ടി ഒരു 2 സെക്കൻഡ് എടുത്ത് വാട്ട് ഇസ് ദിസ് എന്നായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ തന്നെ ഒരു റിക്വയർമെൻ്റ് ആണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ വളരെ സ്റ്റാറ്റ്യൂട്ടറി ബെനിഫിറ്റ്സ്. അല്ല, ഒരു എംപ്ലോയിക്ക് ശമ്പളം കൊടുക്കുമ്പോൾ എല്ലാ എംപ്ലോയീസും എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളൊരു ശമ്പളത്തിൻ്റെ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നിറ്റിഗ്രിറ്റി ഒന്നും അവനെ അറിഞ്ഞൂടാ, അവന് ഇൻട്രസ്റ്റും ഇല്ല. 25,000 രൂപ ശമ്പളം കിട്ടുമോ അത് മാത്രമേ അവനറിയുള്ളൂ. അതിൻ്റെ ഒരു ഡീറ്റെയിലോട്ട് പോകാൻ ഡെഫിനറ്റ്ലി ഒരു സപ്പോർട്ട് വേണം. അതിനൊക്കെ HR നല്ല രീതിയിൽ റോളുണ്ട്. അതാണ് ആക്ച്വലി അടുത്തൊരു ഡീപ് ഡൈവ് ചെയ്യാനുണ്ടായിരുന്നത്. വൈ ഷുഡ് ആൻ HR നോ ബിസിനസ്? ഇല്ല, അതെങ്ങനെയെന്നറിയാമോ, നമ്മൾ ഒരു സ്ട്രാറ്റജിക്കായിട്ട് ഇപ്പോൾ നമ്മുടെ ഈ അപ്പോളോ ടയേഴ്സിൽ ഞങ്ങളുടെ ടെന്യൂറിലും അതിന് ശേഷം ഒരു 10 പ്രാവശ്യമെങ്കിലും ഡൗൺ സൈസിങ് വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മുടെ MD പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് സെൻറ്റൻസ് ഉണ്ട്. അപ്പോൾ MD എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്ററാണ്. അങ്ങനെ ഇങ്ങനെ നമ്മുടെ കണ്ണിങ്ങനെ നോക്കിയാൽ നിങ്ങൾ കണ്ണ് മാറ്റമല്ലാതെ അദ്ദേഹം കണ്ണ് മാറ്റത്തില്ല, അങ്ങനത്തെ ഒരു ടഫ് ആളാണ്. അപ്പോൾ പുള്ളി പറയുന്നത് 16,000 പേര് ഷിപ്പിലുണ്ട്, അതിൽ 1,000 പേരെ ഇറക്കി വിട്ട് 15,000 പേരെ രക്ഷിക്കണോ? മനസ്സിലായില്ലേ? മൊത്തത്തിൽ ഇതാണ്.
അപ്പം അവിടെ എച്ച് ആറിൻ്റെ റോൾ എവിടെ എന്തോന്നറിയാമോ? ഹൗ ക്യാൻ യു എൻഹാൻസ് ദ പാക്കേജ് ഓഫ് സിവിയറൻസ്. അവിടെയാണ് ഒരു എച്ച് ആർ. അതൊക്കെ ടോപ്പ് ലെവലിലുള്ള ഇൻഫ്ലുവൻസ് ആണ്. പക്ഷേ ഇതൊക്കെ നമുക്ക് പറയണമെങ്കിൽ സുരേഷ് കൃഷ്ണ എന്ന് പറഞ്ഞ ടി വി എസിൻ്റെ MD പറഞ്ഞേ, ഈ ടി വി എസിലൊരു റൂളുണ്ട്, MD ക്കും പിയൂണിനും ഒരേ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റിയാണ്. അപ്പോൾ പുള്ളി 94 ഡൽഹിയിൽ വെച്ചൊരു മീറ്റിങ്ങിന് പറഞ്ഞ കഥയാണ് ഞാനീ പറയണത്. അപ്പോൾ പറഞ്ഞ് ജസ്റ്റ് ബിഫോർ കമ്മിങ് ടു ഡൽഹി ഐ വെൻ ത്രൂ 2 കൊല്ലമായി ഈ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്. അന്ന് 92 ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. വാട്ട് ഈസ് ദ ക്യാഷ് ഔട്ട് ഗോ എന്നറിയാനായിട്ട്. പുള്ളി പറഞ്ഞു ഒരു ഡീവാല്യുവേഷൻ്റെ മണി ഇറോഷൻ നോക്കുമ്പോൾ ദിസ് ഈസ് പിറ്റൻസ് നത്തിങ്. അപ്പോൾ അങ്ങനെയൊക്കെ ഫിലോസോഫിക്കലായിട്ട് ആലോചിക്കുന്ന ഒരാളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫിഗർ ബിസിനസ് സ്കില്ല് നമ്മൾ അറിയണം. ഇപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയാം, ഞാൻ അതിൻ്റെ ഫുൾ അഡ്വക്കേറ്റ് അല്ല. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ഗവൺമെൻറ് പോളിസി അനുസരിച്ച് സ്കില്ലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 3 കൊല്ലം എംപ്ലോയീസിനെ എടുത്തു കഴിഞ്ഞ് ട്രെയിൻ ചെയ്തിട്ട് വിടും. ദറ്റ് ഈസ് സിസ്റ്റം. റൈറ്റ് ഓർ റോങ്, ഐ എം നോട്ട് ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ്. പക്ഷേ ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് അപ്പോളോ ടൈസിൻ്റെ തന്നെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. ആ 3 കൊല്ലം സാമാന്യം നല്ല പൈസ കൊടുക്കും. ആളെ കിട്ടാൻ വേണ്ടിയാണ്. മനസ്സിലായില്ലേ? വിത്ത് മെഡിക്കൽ ബെനിഫിറ്റ്സ് അത്. അപ്പോൾ ആ ഒരു ബിസിനസ്സിനെ അറിയണം. ഈ ബിസിനസ്സിനെ അറിഞ്ഞില്ലെങ്കിൽ, പക്ഷേ ആ സോള് വിട്ടുപോകാനും പാടില്ല. ആ എംപ്ലോയി ചാമ്പ്യൻ എന്നുള്ള ജോലി നിലനിർത്തിക്കൊണ്ട് തന്നെ ബിസിനസ് അറിഞ്ഞില്ലെങ്കിൽ ഹി വിൽ ബി ഇൻ ഡാർക്ക്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഞങ്ങളുടെ കോളേജിൽ എപ്പോഴും ഞങ്ങളുടെ ചെയർമാൻ ചോദിക്കും, ഹു ഈസ് അവർ കസ്റ്റമർ? ഞങ്ങളുടെ കസ്റ്റമർ ആരാ? സ്റ്റുഡൻസ്. അവിടെ വരുന്ന സ്റ്റുഡൻ്റാണ് അല്ലേ. അവന് ജെനുവിനായിട്ട് ട്രീറ്റ് ചെയ്യാനും ജെനുവിനായിട്ട് കംഫർട്ട് കൊടുക്കാനും ജെനുവിനായിട്ട് തല്ലിപ്പൊളിയായിട്ട് തന്നെ കഴിയുന്നതാണ്. പക്ഷേ ജെനുവിനായിട്ട് ട്രീറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. അതാണ് ഏറ്റവും വലിയ അസറ്റ്. അപ്പോൾ അതിന് നമ്മളൊരു ബിസിനസ് അറിയണം. ഇറ്റ് വിൽ ബി വെരി ഗുഡ്. മറ്റേത് നമ്മൾ HR MDയുടെ മുറി കയറുമ്പോൾ തന്നെ MD പറയുന്നത് യു ആർ ഓൾവേസ് എക്സ്പെൻസ് ഓൺലി. യു ഡോണ്ട് ബ്രിങ് എനി ഇൻകം വിച്ച് ഈസ് നോട്ട് കറക്റ്റ്. ആക്ച്വലി ഇഫ് ഒരു നല്ല HR ഫിലോസഫിയുള്ള കമ്പനിയാണെങ്കിൽ ദെയർ എംപ്ലോയീസ് വിൽ ബ്രിങ് ബിസിനസ്. അല്ല, ദാറ്റ് വിത്ത് പ്രൈഡ് ഐ ക്യാൻ ടെൽ യു. അപ്പോളോ ടൈസ് അങ്ങനത്തെ ഒരു കമ്പനിയാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ അപ്പോളോയിൽ നമ്മുടെ ഒരു MRF പോയ ഒരാൾ മരിച്ചുപോയി, സീനിയറായിട്ട്, ഞങ്ങളുടെ കൊളീഗാണ്. അപ്പോൾ ഹി വാസ് പെയ്ഡ് ബിഗ് കോമ്പൻസേഷൻ. അപ്പോൾ ഞാൻ ഈ അപ്പോളോ ടീമിനെ കണ്ടപ്പോൾ പറഞ്ഞേ, അപ്പോൾ അവർ പറഞ്ഞ് ഇപ്പം അപ്പോളോയിൽ എല്ലാവരുടെ ലൈഫും ഇൻഷുർഡാണ് ഫോർ 2 crores or 3 crores. മനസ്സിലായില്ലേ? ഇപ്പോൾ വേറൊരു ഉദാഹരണം പറയാം. റിട്ടയർ ചെയ്യുന്ന ഒരു എംപ്ലോയിക്ക് അപ്പോളോയുടെ സ്കീമുണ്ട്. റിട്ടയർ കഴിഞ്ഞ് ഭാര്യയും ഭർത്താവിനും കൂടെ ഇന്ത്യയിൽ എവിടെ വേണോ പോകാം. പ്ലെയിൻ ടിക്കറ്റും കൊടുക്കും, 25,000 രൂപയും കൊടുക്കും. അപ്പോൾ ഞാൻ അപ്പോളോ ടൈസ് വയ്ക്കാൻ വേണ്ടി പറയില്ല, എന്നാലും അതിൻ്റെ പുറകിലുള്ള തോട്ടും നല്ലതാണ് അല്ലേ. റിട്ടയർ ചെയ്ത് പോകുന്ന ആളെ കൊണ്ട് ഇനി യാതൊരു ഗുണവുമില്ല. പക്ഷേ അയാൾ നല്ലൊരു അംബാസഡറായിട്ട് പോകണമെങ്കിൽ വലിയ ചിലവൊന്നുമില്ല. ശരിയല്ലേ? ഞാൻ പറഞ്ഞ ഇങ്ങനെ എല്ലാ കമ്പനികൾക്കും നല്ല നല്ല സ്കീംസ് ഉള്ളത്. പക്ഷേ ഈ സ്കീമുകളെ പറ്റി ആലോചിക്കാനും അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ മനസ്സിലാക്കാനും അത് ചെയ്യാനും ഒക്കെ ഈ ജൂനിയർ മോസ്റ്റ് HR വരെ. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. ഒരു 20 കൊല്ലം മുമ്പ് ഒരു എക്കണോമിക് ടൈംസിൽ ഞാൻ വായിച്ചു, ലീവ് പൂൾ ട്രിവാൻഡ്രത്ത് എങ്ങാണ്ട് ഒരു IT കമ്പനിയിൽ അവിടെ ഒരു 50 പേര് 100 പേരെ കണ്ടുണ്ട്. അവർ ഏതെങ്കിലും ഒരു എംപ്ലോയിക്ക് ആവശ്യം വന്നാൽ ഈ 100 പേരും ഒരു ലീവ് വെച്ച് ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ 100 ലീവായില്ലേ. അപ്പോൾ ഒരാൾക്ക് സിക്കായാൽ കമ്പനി അത്രയും രൂപ കൂടെ ഇടും. അപ്പം 200 ദിവസം 6 months ഹി ക്യാൻ ബി ഓഫ്. എ ജെനുവിൻ കേസ്. അപ്പം എനിക്കിത് വിറ്റേ പറ്റുള്ളൂ. ഇത് ഞാൻ പോക്കറ്റിൽ കൊണ്ട് നടക്കുകയാണ്. ഈ ഇവിടുത്തെ കേരള അപ്പോളോ ടൈസിൽ ഞാൻ 15 കൊല്ലം ട്രൈ ചെയ്തു. ഞാൻ ഈ തുണ്ടെടുക്കുമ്പോഴേ ഇവന്മാർ പറയും, സാർ അതൊക്കെ മാനേജ്മെൻറ്റ് ലീവ് ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഇവിടെ ടഫ് യൂണിയനും ഒക്കെ ഉള്ളതാണ്. ഇത് കഴിഞ്ഞ് ഞാൻ അപ്പോളോ ടൈസ് ചെന്നൈയിൽ പോയി. അവിടെ ഇതേമാതിരി എംപ്ലോയീസുമായിട്ടൊരു സെറ്റിൽമെൻറ്റ്. CITUവിൻ്റെ ഒരു XMLA നല്ലൊരു ലീഡറാണ്. അങ്ങനത്തെ എനിക്ക് തമിഴൊക്കെ അറിയാം. ഞാൻ പറഞ്ഞു, സാർ ഇതാക്കുക സ്കീം. അങ്ങനെ പറഞ്ഞ് ഇങ്ങനൊരു സ്കീം കേട്ടിട്ടില്ല, ചുമ്മാ പോടുங்க സാർ. 2000 എംപ്ലോയീസ് ഉണ്ട്. ഒരു ലീവ് പൂൾ ഉണ്ടാക്കി. ഒരാൾക്കൊരു ബൈക്ക് ആക്സിഡൻറ്റ് പറ്റി, 6 മാസം 1 വർഷം കിടന്നു. ദിസ് പൂൾ വിൽ പേ. ഇപ്പോൾ ദാറ്റ് പൂൾ ഹാസ് ബിക്കം എ ഹ്യൂജ് ബാങ്ക്. സാറിൻ്റെ ബുക്കിലുണ്ടായിരുന്നു, ഞാൻ വായിച്ചായിരുന്നു. അല്ലാതെ ജസ്റ്റ് നിങ്ങൾക്ക് സാർ പറയാം. അല്ല, അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ കമ്പനിക്കകത്തു നിന്നും പുറത്തു നിന്നും നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന
ഒരു മെത്തേഡ്. ഇപ്പോൾ ഗണേഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സിസ്റ്റമുണ്ട്. ഒരാൾക്ക് പ്രൊമോഷൻ കിട്ടുകയാണെങ്കിൽ ലെറ്റർ കിട്ടുന്ന ഭാര്യയ്ക്കായിരിക്കും. വിത്ത് എ സ്വീറ്റ് പാക്കറ്റ്, ഭാര്യ വിൽ ഗെറ്റ് എ പാക്കറ്റ് ആൻഡ് എൻ അപ്പോയിൻമെൻറ്റ് ഓർഡർ, പ്രൊമോഷൻ ഓർഡർ. ബിക്കോസ് ഓഫ് യു വി ആർ പ്രൊമോട്ടിങ് ഹിം. അതൊക്കെ ഹൈ ഇമ്പാക്റ്റ് ഐറ്റമാണ്. ഇമോഷണലി ടച്ച് ചെയ്യും. പക്ഷെ അതിനിപ്പോഴത്തെ ഒരു തലമുറയുടെ ഒരു കുഴപ്പം, ഇപ്പോൾ ഈ ടച്ച് കൊടുക്കാൻ അറിയത്തില്ല. ദാറ്റ് ബി ക്രെഡിറ്റഡ് ഇൻ യുവർ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയും. ഞാൻ അതിനെതിരെയാണ്. കാര്യം വെച്ചാൽ അത് അതിന് അർത്ഥമില്ല. എനിക്കിപ്പോൾ കല്യാണത്തിന്, എൻ്റെ 2 മക്കളുടെ കല്യാണത്തിന് മക്കളോ 5 lakh ഈച്ച്. ഞാൻ ആ ചെക്ക് കൊണ്ട് വീട്ടിൽ കാണിച്ചപ്പോൾ അവർ ചോദിച്ച ലോണാണോ, മനസ്സിലായില്ല. അതാ ഞാൻ വൈഫിൻ്റെ അടുത്ത് പറയണം, എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ വല്ല അർത്ഥമുണ്ട്. അപ്പോൾ അതിനൊക്കെ അവിടെയൊക്കെയാണ് ഇപ്പം ഒരു ബിസിനസ്സിൻ്റെ ഒരു ചിന്ത താന്നു പോയത്. ബിസിനസ് അതിൻ്റെ ഒരു സ്പീഡ് ഓഫ് ലൈഫിൽ അങ്ങനത്തെ ടച്ചൊന്നും വേണ്ട എന്നുള്ളതാണ്. ഇപ്പോൾ എം ഡി അടുത്ത് എം ഡി പറയും, യു ഗീവ് ദാറ്റ് മണി, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. മനസ്സിലായില്ലേ? നേരത്തെ പറഞ്ഞ പോലെ അല്ല, അതൊക്കെ ലോകത്ത് നല്ല കമ്പനികളൊക്കെ ചെയ്യുന്നുണ്ടാകുന്നതാണ് എൻ്റെ വിചാരം. അല്ലെങ്കിൽ ദേ കനോട്ട് ബി. നമ്മുടെ ഇന്ദിരാ നൂയി പറയുന്നുണ്ട്. ഇന്ദിരാ നൂയി പറഞ്ഞത് അവർ താങ്ക് യു നോട്ട് എഴുതിയത് തന്നെ ലക്ഷക്കണക്കിനാണ്, ഹാൻഡ് റിട്ടൺ. ഇപ്പം ഞാൻ എപ്പോഴും പറയും, ഞാൻ എഴുതിയിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇൻക്രിമെൻ്റ് ലെറ്റർ കിട്ടുമ്പോൾ ഈ അപ്പോളോയിലെ HR ഞങ്ങളല്ല, ഡൽഹിയിൽ ഒരു 2 മാസം കൊണ്ടിട്ടാണ് ലെറ്റർ ഉണ്ടാക്കണേ. ഈ ലെറ്റർ കിട്ടുമ്പോൾ നമ്മൾ എന്തോന്ന് നോക്കണേ, നമുക്ക് എത്ര പൈസ ഉണ്ടെന്ന് നോക്കാം. അല്ലാതെ മുമ്പിലും നോക്കില്ല, താഴെ നോക്കില്ല. പക്ഷെ അതിൻ്റെ താഴെ എൻ്റെ ബിഗ് ബോസ് യൂസ് ടു റൈറ്റ് എ കമൻറ്റ് വിത്ത് പെൻ. പുള്ളി ചെയ്ത്, വെൽ ഡൺ ഗിരീഷ്, ഗോഡ് ബ്ലസ് യു, യു ആർ ഡൂയിങ് എ ഗുഡ് ജോബ്. 1 വർഷം എഴുതിയെന്നറിയോ, പ്ലീസ് ഫൈൻഡ് എ സക്സസർ. എനിക്ക് റിട്ടയർമെൻറ്റ് കഴിയുമ്പോൾ. അതിപ്പോൾ നേരത്തെ സുഹേൽ ചോദിച്ച ചോദ്യമുണ്ട്. ഇപ്പോൾ ഒരു HR പേഴ്സണൽ അല്ലെങ്കിൽ ഒരു HR മാനേജറിൻ്റെ ഒരു ബിസിനസ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതൊരു ഭയങ്കര ഇവോൾവ് ചെയ്തു വന്നൊരു ലാൻഡ്സ്കേപ്പാണ്. ഇപ്പോൾ നമ്മുടെ ഡേബിൾ റിച്ച് കോൺസെപ്റ്റ്, ഇപ്പോൾ ഫ്രഷേഴ്സ് അല്ലെങ്കിൽ ആസ്പയറിങ് HRനൊക്കെ നമ്മൾ പലപ്പോഴും ക്ലാസ് റൂം സെഷനിൽ പറയാറുണ്ട് HR എന്തായിരുന്നു. പിന്നെ ഇപ്പോൾ റീസെൻറ്റ് HR ജനറലിസ്റ്റ് എന്ന് പറയുന്ന ഓടുന്ന ഒരു ഹൈപ്പർ സ്പെഷ്യലൈസേഷനിലേക്കായി. ഇപ്പോൾ എൻ്റെ കമ്പനി, ഇപ്പോൾ ചെലിബിയുടെയൊക്കെ ഞാൻ മുമ്പ് ചെലിബിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ലാസ്റ്റ് 10 ഇയറിലെ ബിസിനസ് മോഡൽ ഇറ്റ് സെൽഫ് എസ് ഡേബിൾ റിച്ച് മോഡൽ. അതായത് വി ഹാവ് COE, സെൻറ്റർ ഓഫ് എക്സലൻസസ്, അതായത് ടോട്ടൽ റിവാർഡ്സ്, കോമ്പൻസേഷൻ ആൻഡ് ബെനിഫിറ്റ്സ്, ടാലൻറ്റ് അക്വിസിഷൻ, അതുപോലെ OD, ലേണിംഗ് ആൻഡ് OD, അങ്ങനത്തെ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സെൻറ്റർ പോലെ, സെൻറ്റർ ഓഫ് എക്സലൻസ് പോലെ. റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള വേറെ കുറേ ആക്ടിവിറ്റീസ് വരുന്നത്, പേറോൾ റിലേറ്റഡ് കാര്യങ്ങൾ, ടാക്സ് റിലേറ്റഡ്, നമ്മളുടെ പേയ്മെൻറ്റ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ഒരു HRSS എന്ന് പറഞ്ഞിട്ട്, ഹ്യൂമൻ റിസോഴ്സ് ഷെയർഡ് സർവീസസ്. അപ്പോൾ ഈ ഷെയർഡ് സർവീസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗ്ലോബലി, ഇപ്പോൾ ചിലപ്പോൾ ഇന്ത്യയിലല്ലാണ്ട് വേറെ 7 കൺട്രീസിലുണ്ടെങ്കിൽ ഇന്ത്യ കോസ്റ്റ് ബീയിങ് ലെസ് ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഇന്ത്യ മാർക്കറ്റ് എല്ലായിടത്തെയും പേറോൾ ചെയ്യും. അപ്പോഴേക്കും കോസ്റ്റ് ഒരുപാട് കുറഞ്ഞു. ലൈക്ക് വൈസ് ആൻഡ് വി ഹാവ് HR ബിസിനസ് പാർട്ട്നേഴ്സ്, HRBPs എന്ന് പറയുന്നത്. ആൻഡ് HRBP എന്ന് പറയുന്ന ആൾക്കാരാണ് ബ്രിഡ്ജ് ബിറ്റ്വീൻ ഓൾ ദിസ് HRSS ആൻഡ് സെൻറ്റർ ഓഫ് എക്സലൻസ്. സോ ഇപ്പോൾ ഞാനൊരു HR ബിസിനസ് പാർട്ട്ണർ സീനിയർ മാനേജർ ആണെങ്കിൽ I should be having hands-on skills in compensation and benefits. I should be able to understand the language of learning and OD. I should be able to understand the criticality of a critical position. Likewise, അപ്പോൾ ആ ഒരു ഇവോൾവ് ചെയ്ത് വരുന്നതനുസരിച്ചിട്ട് തന്നെ നമ്മുടെ TCSലെ 78 ശരിയാണെങ്കിൽ 78 എംപ്ലോയീസ് കംപ്ലൈൻറ്റ് ചെയ്തിട്ട് TCSൽ ഈ മുകളിലുള്ള ആക്ഷൻ എടുത്തില്ല, താഴെയുള്ളവരെങ്കിലും ബഹളം ഉണ്ടാക്കും. അവിടെയാണ് ജൂനിയർ മോസ്റ്റ് പിള്ളേർ, സാറേ ഇത് തീക്കളിയാണെന്നെങ്കിലും പറയണ്ടേ, പറ്റണം, അവർ സ്റ്റാൻഡ് ചെയ്യണം, നല്ല അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കണം. നമുക്ക് HR നാണക്കേടാണ്. അല്ല, ഇത് ഒരു ഫയർ ഉണ്ടെങ്കിൽ ഷുവറായിട്ടും അതിന് മുമ്പിൽ സ്പാർക്ക് ഉണ്ടാവും. ആ സ്പാർക്ക് എങ്ങനെ ഗേജ് ചെയ്യണം എന്നുള്ളത് ഒരിക്കലും മുകളിലുള്ളവർക്കായിരിക്കില്ല കിട്ടുന്നത്. ഇറ്റ്സ് ലൈക്ക് ഇൻഫർമേഷൻ പിരമിഡ്. താഴെയുള്ളവർക്ക് ആ ഒരു ആർജവം ഉണ്ടെങ്കിൽ, അപ്പോൾ ഒരു ഫ്രഷേഴ്സിനെ കൊടുക്കാവുന്നൊരു അഡ്വൈസ് അതാണ്. നമ്മൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത്, ഇപ്പോൾ HR ഏത് വേർട്ടിക്കലിലാണെങ്കിലും ആ ഏൽപ്പിക്കുന്ന ചെറിയ ജോലി മാക്സിമം ഡെപ്തിൽ പോവുക. എത്രത്തോളം നമുക്ക് അതിനകത്ത് ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ളൊരു ഡിഫറൻസ് ഉണ്ടാക്കാം, ദെൻ യു വിൽ ബി റിമെമ്പേർഡ്. ആ ഒരു പോയിന്റ്. പിന്നെ ബിസിനസിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്, ഡിപ്പാർട്ട്മെൻറ്റുകളുടെ റെസ്പെക്ട് കിട്ടണമെങ്കിൽ ഇത് വേണം. മനസ്സിലായി, ഇഫ് എൻ HR പേഴ്സൺ ഹാസ് ടു ഗെറ്റ് റെസ്പെക്ട്. ഈ ഒരു കോമ്പസിഷനുള്ള ജൂനിയറായി, നമ്മളൊക്കെ ജൂനിയറായിട്ടുള്ള സീനിയറായത്, ആദ്യം സീനിയർ ആയതല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് എനിക്കറിയാം. ഇപ്പോൾ ഞാനൊരു ഭയങ്കര ഒരു തീക്കൊള്ളി കമ്പനിയിലായിരുന്നു. അവിടെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഒരു എംപ്ലോയി മരിച്ചാൽ പിന്നൊരു 5-6 മണിക്കൂർ പ്രോബ്ലമാണ്. എല്ലാവർക്കും ഫാക്ടറി അടച്ചിട്ട് പോകണം.
നമുക്കങ്ങനെ സമ്മതിക്കാൻ പറ്റുമോ? അവസാനം ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു ഒരു ബസ് ഇട്ട് തരും, ആ ബസ്സിൽ പോകുന്നവർ 20-30 ചെറിയ. അവസാനം കണ്ണൂർ ഒരാൾ മരിച്ചു, ട്രിവാൻഡ്രത്താണ് ഫാക്ടറി, ഒറ്റ മനുഷ്യൻ പോയല്ല. മനസ്സിലായില്ലേ? കാര്യം ആളുകൾ ഇതിനെ എതിർക്കാനായിട്ടൊരു ഐറ്റം അന്നത്തെ കാലത്ത് ഞാൻ പറയുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ പറഞ്ഞു വന്നപ്പോ ഈവൻ an HR person has the ability to touch a life even more than maybe a political or social leader. വെരി മച്ച് വെരി ട്രൂ, വെരി ട്രൂ. നമുക്ക് അപ്പോഴൊക്കെ എന്തെല്ലാം കഥകൾ അറിയാം. എനിക്കിപ്പോൾ ഗിരീഷ് സാറിൻ്റെ ഒരു കഥ പറയാനുണ്ട് ഇതിനകത്ത്. ഞാൻ 24 വയസ്സിൽ കോളേജിൽ നിന്ന് ഇറങ്ങി അപ്പോളോ ഡേയ്സിൽ ജോയിൻ ചെയ്തേക്കാണ്. അപ്പോൾ ഒരു എംപ്ലോയി മരിച്ചു. അതൊരു കരാർ തൊഴിലാളിയായിരുന്നു, ഒരു കോൺട്രാക്ട് എംപ്ലോയി ആയിരുന്നു. അപ്പോൾ എൻ്റെ ടീം മെമ്പേഴ്സ്, എൻ്റെ ഇമ്മീഡിയറ്റ് മാനേജർ ഉണ്ടായിരുന്നു, അദ്ദേഹം ട്രാവലിംഗ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഗിരീഷ് സാറിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടണമായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ ആലോചിക്കുന്നത്, നമ്മൾ നമ്മുടെ മാനേജറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വേണം പോകാൻ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇദ്ദേഹം മരിച്ചു. അവിടുത്തെ വീട്ടിലേക്ക് എന്തോ അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ഗിരീഷ് സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, സർ ഞാൻ ഒന്ന് ഈ സമയമാകുമ്പോൾ പൊക്കോട്ടെ, ഇങ്ങനെ വേണം ചോദിച്ചത്. വൈ യു ആർ ഹിയർ ചോദിച്ചത്. അവിടെ വേണ്ട ആൾ ഇനിയിപ്പോൾ ഒരു ടാക്സി എടുത്തിട്ട് പോകാൻ നിങ്ങൾക്ക് അപ്രൂവൽ വേണം. അപ്പോൾ അതിൽ നിന്നുള്ള ലേണിംഗ് എന്ന് പറഞ്ഞാൽ ആ അത്രയും സെൻസിറ്റീവ് ടുവേർഡ്സ് എംപ്ലോയി നീഡ്സ്. പിന്നത്തെ പ്രാവശ്യം ഞാനിപ്പോൾ ഒരു എംപ്ലോയിയുടെ വീട്ടിലൊരാവശ്യം ഉണ്ടെങ്കിൽ ഫുൾ ടൈം ആളുടെ വീട്ടിലും അത് കഴിഞ്ഞിട്ട് ഒരു ചടങ്ങുകളുണ്ടെങ്കിൽ അതും കൂടെ കഴിഞ്ഞിട്ടേ കമ്പനിയിൽ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് എന്തുണ്ടെങ്കിലും HR നമ്മളുടെ വീട്ടിൽ ഫുൾ ടൈം കൂടെ ഉണ്ടാവും എന്നൊക്കെയുള്ള ഒരു കണക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ വളരെ സത്യവുമാണത്. അതെ അതെ. ഞാൻ ഇടയ്ക്ക് അപ്പോളയിൽ പോയപ്പോൾ ഒരു പെൺകുട്ടി, സാർ ഞാൻ പറഞ്ഞു എനിക്കൊരു പരിചയമില്ല, ഞാൻ അപ്പോളെ വിട്ടിട്ട് തന്നെ ഇപ്പോൾ എത്ര വർഷമായി സാർ, ഞാനാണ് ICU കുട്ടി, ഇങ്ങനെയാണ് പറഞ്ഞത്. ഞാനൊരു 8 കൊല്ലമുള്ള കഥയാണ്. OK ശശിയുടെ മോളാണ്. കാര്യം ഈ പെൺകുട്ടി മരിക്കും എന്ന് പറഞ്ഞിട്ട് ഇയാൾ ICU എന്ന് വിളിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ സ്കീം ഈ സ്കീമെല്ലാം വെച്ച് ആ കുട്ടി രക്ഷപ്പെട്ടു. ഞാൻ പിന്നെ അത് മറന്നുപോയി. അപ്പോൾ ആ കുട്ടിയെടുത്ത് ഇയാൾ പറഞ്ഞ് ശശി പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ, അന്ന് സാറാണ് ആ സമയം, നമുക്കൊരു സമയത്തുള്ള കൺസോലേഷനാണെന്ന്. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് മണി, ഇറ്റ് ഈസ് ജസ്റ്റ് പുട്ടിങ് യുവർ ഹാർട്ട് ടു ദാറ്റ് എംപ്ലോയി. ദാറ്റ് ഈസ് പോസിബിൾ. ഇറ്റ് ഈസ് ജെനുവിൻ കൺസേൺ ഫോർ പീപ്പിൾ. ആ ഒരു സാധനം എല്ലായിടത്തും വർക്ക് ചെയ്യും. ഞങ്ങളങ്ങനെ HR പുകഴ്ത്തി മതിയായില്ലേ? പലരും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ജോബായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ മാത്രം കാണുന്ന ഒരു റോളാണ്. അല്ലല്ല, അങ്ങനെ വന്നാൽ ഇത് ഫെയിലിയർ ആയിരിക്കും. ഇതിന്റെ ഒരു ഇപ്പോഴത്തെ ഒരു ആംഗിൾ എന്താണ്? സാർ പറഞ്ഞല്ലോ, മാനേജ്മെന്റ് ഓഫൻ കൺസിഡേഴ്സ് HR ആസ് എ കോസ്റ്റ് ഇൻകറിംഗ് ഡിപ്പാർട്ട്മെന്റ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ എംപ്ലോയി വെൽബീങ് ആണെങ്കിലും എല്ലാം ഇസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു പ്രൊഡക്ടിവിറ്റി ആൻഡ് ഔട്ട്കം ഓഫ് ദ എൻറ്റയർ വർക്ക് ഫോഴ്സ്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഹൗ ഡസ് നോട്ട് ഹാവിങ് എ പ്രോപ്പർ HR സിസ്റ്റം ഇൻ ദ കമ്പനി വിൽ അഫക്ട് എ കമ്പനി? വെരി സീരിയസ്ലി. ഞാനിപ്പോൾ ഒരു 100 കോടി ടേൺ ഓവറുള്ള ഒരു കൊച്ചു കമ്പനിക്ക് അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അത് എൻ്റെ MD ഞാനുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് പോലെയാണ്. ഞാനവിടെ ചെല്ലുന്ന ഓരോ ദിവസവും ആലോചിക്കും. കാര്യം അത് HR ബോധപൂർവമുള്ളൊരു HR ഇല്ലെങ്കിൽ ഇതിനെല്ലാം കൂടെ ഒരു പപ്പടമായി കളയും. മനസ്സിലായി? ഇറ്റ് ഈസ് ടോട്ടലി സിസ്റ്റംലെസ്, ടോട്ടലി ഒരു അഡ്വോക്കിസം. എംപ്ലോയീസ് അത് ഒരു സംശയമില്ല. അതിപ്പോൾ പക്ഷേ ഇവിടെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് കേട്ടോ. യു ടേക്ക് ദ സ്മോൾ കമ്പനി, ദേ സേ വി വാണ്ട് എൻ HR പേഴ്സൺ. HR എന്നുള്ള പേരുണ്ടോ ഇല്ലയോ, HRൻ്റെ നോക്കാനൊരാൾ വേണം. അത് കുറച്ചും കൂടെ സാറ് പറഞ്ഞതിനോട് ആഡ് ചെയ്യാൻ, നമുക്കിപ്പോൾ ഈ കഴിഞ്ഞ ഒരു 5-6 വർഷത്തിൽ ഇത് ഊന്നി പറയുന്ന കുറേ, അല്ലെങ്കിൽ ഊന്നി ഉറപ്പിച്ച കുറേ സാഹചര്യങ്ങളുണ്ടായിരുന്നു. എസ്പെഷ്യലി കോവിഡ് വന്ന സമയത്ത് പല ബിസിനസ്സുകളും ഭയങ്കരമായിട്ട് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ ഡ്രാസ്റ്റിക്കലി കുറയേണ്ടി വന്നു. ഇപ്പോൾ എൻ്റെ കമ്പനിയൊക്കെ നമ്മൾക്ക് 2 സീനിയർ മാനേജേഴ്സാണുള്ളത്. ഇപ്പോൾ റീജിയണൽ ഹെഡ്സാണുള്ളത്. ഇപ്പോൾ ഞാനൊരു HR റീജിയണൽ ഹെഡും എനിക്കൊരു PR ഓപ്പറേഷൻ റീജിയണൽ ഹെഡും ഉണ്ട്. അപ്പോൾ ഓപ്പറേഷണലി ഹി ഈസ് വെരി സ്കിൽഡ്. ആൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം, ഡെസിഷൻ എടുക്കാൻ പറ്റും. പക്ഷേ വെൻ ഓപ്പറേഷൻ ഇസ് നോട്ട് ദെയർ, വെൻ കമ്പനി ഈസ് ഇൻ എ ക്രൈസിസ്, എവ്രി ഐസ് വിൽ കം ടു HR. വാട്ട് നെക്സ്റ്റ്? നമുക്ക് നമ്മളുടെ ഒരു ബിസിനസ് സ്കെയിലിംഗ് അപ്പ് ബാക്കിയെല്ലാം പോയി ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ആയി. ഹൗ ക്യാൻ വി പ്രൊട്ടക്റ്റ് അവർ എംപ്ലോയീസ്? ഹൗ ക്യാൻ വി അലീവിയേറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന വലിയ ഇമ്പാക്റ്റ് നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും? അതല്ല, നമ്മൾക്കിപ്പോൾ സാറ് പറഞ്ഞ പോലെ കുറച്ച് പേരെ റിട്രെഞ്ച്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ
ഹൗ ബെറ്റർ വി ക്യാൻ ഗിവ് എ ഗോൾഡൻ ഹാൻഡ് ഷേക്ക്. അവർക്ക് എങ്ങനെ റെസ്പെക്റ്റ്ഫുള്ളി, നമ്മൾ നേരത്തെ പറഞ്ഞ ആ വാക്ക് എഗെയിൻ റിപ്പീറ്റ് ചെയ്യണം, ഡിഗ്നിറ്റി, റൈറ്റ്? എല്ലാവരെയും ഒരു ഡിഗ്നിഫൈഡ് മാനറിൽ നമുക്ക് എങ്ങനെ ചെയ്യാം. നമ്മളുടെ 700 എംപ്ലോയീസ് ഉണ്ടായിരുന്ന കൊച്ചിൻ എയർപോർട്ടിലുള്ള ഓപ്പറേഷൻ സ്കെയിൽ ഡൗൺ ടു 70 എംപ്ലോയീസ്. 700 to 70, അൺഫോർച്ചുനേറ്റ്ലി, വെരി അൺഫോർച്ചുനേറ്റ്, റൈറ്റ്? ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ബിസിനസ് അക്യുമെൻ്റാണ്. ഇപ്പോൾ ഒരു കപ്പൽ മുങ്ങുമ്പോൾ എല്ലാവരും കപ്പലായിട്ട് മുങ്ങണോ അതല്ലെങ്കിൽ ഈ ആൾക്കാർ മാറണോ എന്നുള്ളത് നോക്കിയപ്പോഴേക്കും നമ്മൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ അതായിരുന്നു നമ്മുടെ അപ്പോഴത്തെ റിക്വയർമെൻറ്റ്. പക്ഷേ ഒരു കാര്യം ഞാൻ എൻ്റെ എല്ലാ ടീം മെമ്പേഴ്സിനോടും പറഞ്ഞത്, ഈ പോയ ഓരോരുത്തരെയും തിരിച്ചു വിളിക്കണം. ബിസിനസ് സ്കെയിലപ്പ് ചെയ്തുവല്ലോ, കോവിഡ് കഴിഞ്ഞു, സ്കെയിലപ്പ് ചെയ്തു, ഓരോ ആൾക്കും കോൾ വന്നു. അപ്പോൾ അതിനകത്ത് അവരുടെ ആ റോൾ നമ്പർ സീരീസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഓരോരുത്തരെയും നമ്മൾ തിരിച്ചു വിളിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർക്കും അല്ലെങ്കിൽ കൊച്ചിയിൽ എയർപോർട്ടിൽ ചെന്നിട്ട് ചെലുബി എന്ന് പറയുന്ന കമ്പനിക്ക് ഉള്ളൊരു ട്രസ്റ്റ് ലെവൽ ഇസ് മാസിവ്. ക്രെഡിബിലിറ്റി, ഹ്യൂജ് ക്രെഡിബിലിറ്റി ഇറ്റ് ഈസ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഒരു ബിസിനസ് അക്യുമെൻ ടേൺഡ് ടു ഗുഡ് വിൽ ഓഫ് ദി കമ്പനി. അല്ല, പിന്നെ ഇത്രയൊക്കെ പറഞ്ഞപ്പോഴും HR-ന് വേറൊരു ജോലി കൂടെ ഉണ്ട് കേട്ടോ, ഒരു ഡിസിപ്ലിൻ എൻഫോഴ്സ്മെൻറ്റ്. അതെ, അതും എഗെയിൻ ജൂനിയർ ആൾക്കെല്ലാം കുറച്ച് പേടിയുള്ള ഏരിയയാണ്. അതും അവർ മനസ്സിലാക്കി തന്നെ പോകണം. അതിനും ഒരു അനുഭവമുണ്ട്. ഈ നേരത്തെ പറഞ്ഞ 24 വയസ്സുകാരൻ MBA കഴിഞ്ഞ് നിൽക്കുന്ന ആളുടെ അടുത്ത് ഒരു കരുത്തനായ ഒരു ട്രേഡ് യൂണിയൻ്റെ സെക്രട്ടറി എൻ്റെ അടുത്ത് വന്ന് വെച്ചെടുത്തു. സാറിന് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും ഇൻസിഡൻറ്റ്. കൃഷ്ണൻ നായർ. അപ്പോൾ നമ്മൾ ഒരു ജോലിക്ക് വരാത്ത അല്ലെങ്കിൽ കൃത്യമായിട്ട് ഷിഫ്റ്റിൽ റിപ്പോർട്ട് ചെയ്യാത്ത ഒരാൾക്കെതിരെ ആക്ഷൻ എടുത്തതിന് ഒരു ട്രേഡ് യൂണിയൻ നേതാവ് വന്നിട്ട് ഭയങ്കര ഉറക്കെ എല്ലാവരുടെയും, ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഒരു കോമൺ ഓഫീസ് ഉണ്ടായിരുന്നു, അവിടെ വന്നിട്ട് ഇയാൾ ഒച്ചയെടുത്തു, നിങ്ങൾ പുറത്തു പോവാ, നിങ്ങളെ വെട്ടിക്കളയും തട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിയും കാര്യങ്ങളും. പക്ഷേ അപ്പോഴും നമ്മുടെ സ്റ്റാൻഡ് എന്താണ്, നിങ്ങളിപ്പോൾ ഒച്ച വെക്കുന്നത് അല്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. ഇതിനകത്ത് ആളുടെ അറ്റൻഡൻസ് റെക്കോർഡ് ഇതാണ്, ആൾ ഇത്ര ദിവസമാണ് വന്നേക്കുന്നത്, ഈ കഴിഞ്ഞ 5 വർഷത്തെ നമ്മളതിനെ ജാതകവും തലക്കുറി എന്ന് പറയും. അപ്പോൾ അത് ഇത്ര ഇന്ന ഒരു ഉള്ളൊരു ആളെ നമുക്ക് എത്ര കാലം എന്ന് വെച്ചാൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ സമയത്ത് ഫേം ആൻഡ് ഫെയർ ആയിട്ട് പറയേണ്ടി വരും. അതിൻ്റെ റിപ്ലിക്കേഷൻസും ഉണ്ട്. ഇനി ഇതൊക്കെയാണ് നമ്മളുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളെ ഇതിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ വരുന്നൊരു ഷൗട്ടിങ്, ഇങ്ങനെ വരുന്നൊരു സിറ്റുവേഷനിലൊക്കെ നമ്മൾ പ്രിപ്പയർഡ് ആണോ എന്നുള്ളതൊക്കെയാണ് നമ്മളിനി ഇമോഷണൽ ഇൻ്റലിജൻസിലൊക്കെ സാറ് പറഞ്ഞ പാഠങ്ങൾ, നമ്മൾ കൈപൊള്ളി പഠിക്കുന്ന പാഠങ്ങൾ. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ യൂഷ്വലി HR എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിനോട് ബാക്കിയുള്ള എംപ്ലോയീസിന് ഉണ്ടാകുന്ന ഒരു അപ്രോച്ച്, അറ്റ്ലീസ്റ്റ് ഇൻ ദ സ്റ്റാർട്ടപ്പ് കൾച്ചർ, അതൊരു സ്പോക്സ് പേഴ്സൺ ഓഫ് ദ മാനേജ്മെന്റ് ആയിട്ട് പലപ്പോഴും കാണാം. നേരെ ഓപ്പോസിറ്റ് ആവേണ്ട സ്ഥലത്ത് പലപ്പോഴും അങ്ങനെ കാണാറുണ്ട്. പലപ്പോഴും പലരും വെറുപ്പോട് കൂടി അല്ലെങ്കിൽ സാലറി പിടിക്കാനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്, ലീവ് നോക്കാനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ട്. സോ വാട്ട് ഈസ് യുവർ? ഇല്ല, അത് താങ്കൾ പറഞ്ഞ വാസ്തവമാണ്. അതിനെ ഓവർകം ചെയ്യാനുള്ള ഏക മാർഗം ഈ ക്രെഡിബിലിറ്റി ഓഫ് ദ HR ടീമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ IT-ലൊക്കെ എനിക്കറിയാം, IT-ൽ ഞാൻ ചെന്നൈ അപ്പോളോ ടൈസ് വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു എംപ്ലോയിക്ക് ഷിഫ്റ്റിൽ വരുന്ന ഒരാൾക്ക് ഒരു സാലറി സർട്ടിഫിക്കറ്റ് വേണം. അയാൾ ഷിഫ്റ്റിൽ രാത്രി 10 മണിക്ക് വന്നിട്ട് 6 മണിക്ക് പോവുകയാണ്. അവസാനം ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്ത് സിമ്പിളൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. അവിടെ എല്ലാം ഒരുപാട് ഔട്ട്സോഴ്സ്ഡ് ഏജൻറ്റ്സ് പല ആളുകളുണ്ട്. ഷിഫ്റ്റിൽ കയറുമ്പോൾ ആപ്ലിക്കേഷൻ കൊടുത്താൽ ഇറങ്ങി പോകുമ്പോൾ സാലറി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് പോകാം. മനസ്സിലായില്ലേ? അപ്പോൾ എങ്ങനെയൊക്കെ ലൈഫ് ഈസി ആക്കാം, ഇത് ചെയ്താലും ചിലപ്പോൾ ചീത്ത പറയും, എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ അറ്റ്ലീസ്റ്റ് ഹി വിൽ അതിനു വേണ്ടി HR ചെയ്യില്ല. HR ഇവനെ എത്രയൊക്കെ ബുദ്ധിമുട്ടിക്കാമോ അത്രയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന എന്നുവെച്ചാൽ പ്രത്യേകിച്ചും ഈ ജൂനിയർ ആൾക്കാർക്കൊരു ചെറിയ കുഴപ്പം, പിന്നെ പവർ കയ്യിൽ വരുമ്പോൾ അവർ സഡൻലി കുറച്ച് തെറ്റിപ്പോവും. അങ്ങനെ അത് സീനിയേഴ്സിൻ്റെ ജോലിയാണ്, അങ്ങനെ പോകാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ആ ക്രെഡിബിലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നൊരു അതൊരു പെർമനൻറ്റ് ജോലിയാണ്. അത് അങ്ങനെ തന്നെ, വേറെ അതിന് ഷോർട്ട് കട്ടൊന്നുമില്ല. പക്ഷെ അവർക്ക് ഡിസിപ്ലിനിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. കാര്യം ഇപ്പോൾ ജൂനിയർ മോസ്റ്റ് ഒരാൾ ജോയിൻ ചെയ്ത് ഒരു 6 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ സീനിയർ പറയും ഒരു ലീഗൽ എൻക്വയറി, ഡൊമസ്റ്റിക് എൻക്വയറി എന്ന വാക്ക് വരുന്നുണ്ട്, യു ഹാവ് ടു പ്രസൻറ്റ് ദി മാനേജ്മെൻറ്റ് കേസ്. അപ്പോൾ ഇയാൾക്ക് പറയാൻ പറ്റില്ല, അത് ഞാൻ സാറേ എനിക്ക് അറിഞ്ഞൂടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ കോഴ്സിൻ്റെയൊക്കെ ഭാഗമായിട്ട്, ബിക്കോസ് ദാറ്റ് ഈസ് എൻ ഇഷ്യൂ. ഒരാളിപ്പോൾ ഒരു ഫാൾസ് സർട്ടിഫിക്കറ്റ് ജോലി കയറുന്നു,
ഇന്നിപ്പോൾ ഒരു ആൾ എന്നെ വിളിച്ചിരുന്നു, ഒരു കോളേജ് ലെക്ചറാണ്. അയാൾ റിസൈൻ ചെയ്തു. റിസൈൻ ചെയ്താൽ അയാൾ എന്തോ കുഴപ്പം ചെയ്തു, റിസൈൻ ചെയ്യാൻ പറഞ്ഞു. റിസൈൻ ചെയ്ത് പോയി. അയാൾക്ക് ഇപ്പോൾ ശമ്പളം ഇവർ കൊടുത്തിട്ടില്ല, എത്രയോ ദിവസം ശമ്പളം കൊടുക്കണം. പക്ഷെ അയാളൊരു 20 ഫയൽ ഹാൻഡ് ഓവർ ചെയ്യാനുണ്ട്. ഇപ്പോൾ അയാൾ പറയണം ഞാൻ റിസൈൻ ചെയ്ത് ഞാൻ ഇനി ഹാൻഡ് ഓവർ ചെയ്യില്ല. അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ള ഡോക്ടറേറ്റുള്ള ഒരാൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു നോളജും ഒരു ബിഗിനർക്കുള്ളത് നല്ലതാണ്. വാട്ട് ഈസ് വാട്ട് എല്ലാം അയാൾ തീരുമാനം എടുക്കണ്ട. ഫോർ എക്സാമ്പിൾ ഫ്രോഡ്, ഇൻറ്റഗ്രിറ്റി, മോഷണം. അപ്പോൾ ഈ കൊച്ചച്ചാറുകാരനും പറയാം, എടോ ഈ 3 ഐറ്റം പെട്ട തല പോവും, ബാക്കി ഏത് ഐറ്റത്തിനും എന്തെങ്കിലും വഴിയുണ്ട്. അപ്പോൾ ഇത് ഈ ടൈറ്റാൻ കമ്പനി തുടങ്ങിയപ്പോൾ ടൈറ്റാൻകാർ റിക്രൂട്ട്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്കൂളിലും, തമിഴ്നാട്ടിലെ എല്ലാ സ്കൂളിലും പോയിട്ട് ഹെഡ് മാസ്റ്ററെ കാണും. ടോപ്പ് 5 വരെ തരാൻ പറയും. ആര് ഹെഡ് മാസ്റ്റർ പറയുന്ന അവരെയാണ് എടുത്തത്. അപ്പോൾ ഈ പിള്ളേരൊക്കെ 18 വയസ്സാകുന്നതിന് മുമ്പ് കൊണ്ട് ടൈറ്റാൻ ഫാക്ടറിയിലിട്ടു. അപ്പോൾ അവിടെ ഇതേമാതിരി ഡിസിപ്ലിനും റൂളും ഒക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ അന്ന് ദീനദയാൽ എന്നും പറഞ്ഞ എൻ്റെ ഒരു HR വളരെ ഇന്നോവേറ്റീവ് ആളാണ്. ഇന്നോവേറ്റീവ് ഡിഡ് ടൈറ്റാൻ ഫാക്ടറിയുടെ മുമ്പിൽ ഒരു സ്നേക്ക് ആൻഡ് ലാഡർ വെച്ചു. സ്നേക്ക് ഇൻഡിസിപ്ലിനാണ്, ലാഡർ ഡിസിപ്ലിനാണ്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായി നമ്മൾ എന്ത് ഇന്നോവേറ്റീവാണ് അല്ലേ. ഗാമിഫിക്കേഷൻ ഒന്നും ഇല്ലാത്ത സമയത്താണ് ഞാൻ പറയുന്നത്, ഇൻ 80s. അപ്പോൾ അത് എൻഫോഴ്സ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു ജോലിയാണ്. ആ ക്രെഡിബിലിറ്റി അത് ഗംഭയിൽ നമ്മളുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. ബി ഓൺ ദ സ്പോട്ട്. നമ്മൾ ബി വിത്ത് ദം. പിന്നെ സുഹേൽ പറഞ്ഞൊരു ഫാക്ടർ, ഇപ്പോൾ ഡിസിപ്ലിൻ എൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മളെ ചിലപ്പോൾ ആ ഒരു മാനേജ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് കാണിക്കുന്നത് ചിലപ്പോൾ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ആ മെസ്സേജ് സെൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ എൻ്റെ ഒരു റീസെൻറ്റ് എക്സ്പീരിയൻസ് പറയാം. ഇപ്പോൾ ഇവിടുത്തെ ചിലവിലൊരു സ്ട്രൈക്ക് ഉണ്ടായിരുന്നു സാർ. അപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ നമ്മളുടെ എസെൻഷ്യൽ സർവീസ് പോലെയാണ്, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനുള്ള ലാൻഡ് ചെയ്യണം, ടേക്ക് ഓഫ് ചെയ്യാനുള്ള ടേക്ക് ഓഫ് ചെയ്യണം, അതല്ലെങ്കിൽ ഒരു നാഷണൽ ന്യൂസാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് തീരുമാനിച്ചു ഞങ്ങൾ നൈറ്റ് ഷിഫ്റ്റ് കയറുന്നില്ല എന്ന്. ഒന്നും ചെയ്യാനില്ല, നമുക്ക് ഓപ്പറേഷൻ ഹാസ് ടു ഗോ ഓൺ റൈറ്റ്. ഞാനും എൻ്റെ ഇപ്പോൾ പറഞ്ഞ ഹെഡ് ഓഫ് ഓപ്പറേഷൻസും പല പല കോർണറിലായിട്ട് വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് ക്യാബിനിലും ഇവരുടെ അടുത്തേക്ക് ചെന്നിട്ട് സംസാരിച്ച് നോക്കി. നമുക്ക് സംസാരിച്ച് ശരിയാക്കാം, നിങ്ങൾ വർക്കിന് കയറി, വർക്ക് ഹാമ്പർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ സംസാരിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവില്ല. പക്ഷേ അവർ അതിൽ ആയില്ല. നമുക്ക് സിറ്റുവേഷൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ തന്നെ കോട്ടിനും സൂട്ടുമൊക്കെ മാറ്റി കൈമടക്കിയിട്ട് ലോഡിങ് അൺലോഡിങ് ചെയ്തു. അപ്പോൾ നമ്മൾ ലോഡിങ് അൺലോഡിങ് ചെയ്തു, പക്ഷേ അതിന് നമ്മളൊരു മെസ്സേജ് സെൻഡ് ചെയ്യണമല്ലോ. വാട്ട് വി ഡിഡ് ഈസ് നമ്മുടെ സിഇയോട് സംസാരിച്ചിട്ട് ഇന്ത്യയിൽ 9 എയർപോർട്ടുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ. ഈ രാത്രി നൈറ്റ് ഷിഫ്റ്റിന് കയറിയ എംപ്ലോയീസ്, ഫോർ എക്സാമ്പിൾ മുംബൈയിൽ കയറിയ ഒരു 50 പേര്, ഡൽഹിയിൽ കയറിയ ഒരു 20 പേര്, കൊച്ചിയിൽ കയറിയ ഒരു 20 പേര്, ഹൈദരാബാദിൽ നിന്ന് ഒരു 20 പേര്. ഈ സ്ട്രൈക്ക് ചെയ്ത ആൾക്കാർ പുറത്ത് നിൽക്കേ തന്നെ രാവിലെ നേരം വിളിക്കുമ്പോൾ ഒരു 100 പേര് ഇങ്ങോട്ട് കയറി വരാണ്. അതായത് ഇന്ത്യയിൽ മറ്റുള്ള എയർപോർട്ടുകളിൽ ഇരിക്കുന്ന ലോഡേഴ്സ് ഫ്ലൈ ചെയ്ത് ഇവിടെ വന്നു. ഒരു എയർപോർട്ടിനുള്ളിൽ കയറണമെങ്കിൽ ഒരുപാട് പ്രൊസീജിയറുണ്ട്, അതിൻ്റെ എയർപോർട്ട് എൻട്രി പെർമിറ്റ് എന്നൊക്കെ. അത് നമ്മളുടെ റാപ്പോയും കണക്റ്റും കൊണ്ട് നമ്മളത് ഓവർ നൈറ്റ് ഈ ആൾക്കാരകത്ത് കയറിയപ്പോഴേക്കും ഇവർക്ക് മനസ്സിലായി ഇനി ഈ സമരം പിടിച്ചുകൊണ്ടിരുന്ന പണി പോകുമെന്നുള്ളത് മാത്രമല്ല. അപ്പോൾ നമ്മളുടെ CEO നമ്മൾക്ക് തന്നിരുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇപ്പോൾ ഹോൾഡ് ദ ഫോർട്ട്, സംഹൗ ഹോൾഡ് ദ ഫോർട്ട്. അപ്പോൾ നമ്മൾ അതിന് മുമ്പത്തെ ഷിഫ്റ്റിന് പോകാത്ത ആൾക്കാർ, വീട്ടിൽ പോകേണ്ട ആൾക്കാരെ നമ്മൾ വിട്ടില്ല, ചോദിച്ചു, റിക്വസ്റ്റ് ചെയ്തു. ചില സമയത്ത് റിക്വസ്റ്റ് നടക്കില്ല. പിന്നെ ബാക്കി പല പല ഡെസിഗ്നേഷൻ ഉണ്ടല്ലോ, ടീം ലീഡേഴ്സ് ഉണ്ട്, അതിൻ്റെ മുകളിൽ റെഡ് ക്യാപ്പ് എന്ന് പറയുന്ന ടേൺ അറൗണ്ട് കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരോടൊക്കെ ഒന്ന് ലോഡ് ചെയ്യാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ തന്നെ നേരെ കൈ മടക്കി കയറി ചെന്നപ്പോഴേക്കും എല്ലാവരുമായി. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഇത് എല്ലാ ദിവസവും ചെയ്യാൻ പാടില്ല, എല്ലാ ദിവസവും ചെയ്താൽ നമ്മുടെ ക്രെഡിബിലിറ്റി ഇല്ല. പക്ഷേ വി ഹാവ് ടു സെൻഡ് എ വെരി വെരി സ്ട്രോങ് മെസ്സേജ്. ആഡ് ചെയ്യണം കേട്ടോ. ഇതെല്ലാം ഒരു എംപ്ലോയർ ഭ്രാന്തനാണെങ്കിൽ എന്ത് ചെയ്യും? അതെ, വേറെ ജോലി അന്വേഷിക്കാൻ പറ്റും. അതെ, ഈ ഒരു റെസ്പെക്ട് ഫോർ ഹ്യൂമൻ ബീയിങ്, റെസ്പെക്ട് ഫോർ വെൽനെസ് ഓഫ് എംപ്ലോയീസ് അതില്ലെങ്കിൽ നമ്മൾക്ക് പിന്നെ അതിനായിട്ടുള്ള അസോസിയേഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. MSME സെക്ടറിലൊക്കെ പല കമ്പനികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഈ സൈഡിൽ പോസിറ്റീവായിട്ടാണ്. ദേ വാണ്ട് ടു ഗ്രോ ബിസിനസ്. ദേ നോ ദാറ്റ് ഇഫ് ദേ വാണ്ട് ടു ഗ്രോ ബിസിനസ് ദേ നീഡ് ടു ബി ഹ്യൂമൈൻ. ഒരു സിസ്റ്റമാറ്റിക് ഒരു ഹ്യൂമൈനസ് ഇല്ലാതെ പണ്ട് പറ്റുമായിരിക്കും. ഇപ്പോൾ എവരിബഡി നോസ്, എല്ലാ യങ്സ്റ്റേഴ്സിനും ഇത് ബിസിനസ് വരുന്നവർക്കെല്ലാം അറിയാം. പിന്നെ അവരടുത്ത് ഒരുപാട് ലീഗലും ഒക്കെ പറഞ്ഞ് നമ്മൾ കോംപ്ലിക്കേറ്റ് ചെയ്യാതിരുന്നാൽ മതി. കാര്യം ഇതൊരു ശല്യമായിട്ട് ഇയാളെ കാണുന്ന തന്നെ ഒരു ശല്യമായിട്ടൊന്നും എന്ത് ചെയ്യാം. അത് തന്നെ. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു വർക്ക് ഫോഴ്സും ഈസ് ഓൾസോ മോർ
woke about their rights? പിന്നെ വെരി ക്ലിയർ. I think we can start with you narrating the Chelbi. ചെലുബി എന്താണെന്ന് പറയുന്നതിന് മുമ്പേ ചെലുബി എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് പറയാം. അതായത് 1958 ടർക്കിയിൽ ഒരു പ്രൈവറ്റ് ഹാൻഡ്ലിംഗ് കമ്പനിയായിട്ട് സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ് ചെലുബി. അപ്പോൾ ഫസ്റ്റ് പ്രൈവറ്റ് ഹാൻഡ്ലിംഗ് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനിയാണ്. അപ്പോൾ ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് എന്താണെന്നുള്ളത് എല്ലാവർക്കും ചിലപ്പോൾ അറിയാൻ പറ്റില്ല. അപ്പോൾ എയർപോർട്ട് എന്ന് പറയുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ്. അവിടെ ഒരു ഫ്ലൈറ്റ് ടച്ച് ഡൗൺ ചെയ്യുന്നത് തൊട്ട് ടേക്ക് ഓഫ് ചെയ്യുന്നത് വരെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന കമ്പനികളാണ് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനികളെന്ന് പറയും. അപ്പോൾ ഇന്ത്യയിൽ 2008 സ്റ്റാർട്ട് ചെയ്തതാണ് ഓപ്പറേഷൻ ചെലുബി. മുംബൈ, ഡൽഹി, പിന്നെയാണ് സൗത്തിലേക്ക് ഇപ്പോൾ കണ്ണൂർ, കൊച്ചിൻ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഗോവ, അഹമ്മദാബാദ്, അങ്ങനെ 9 എയർപോർട്ടുകളിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ത്യയിലെ ഈ 9 എയർപോർട്ടിലേക്ക് ഒരു $250 മില്യൺ ഈ കഴിഞ്ഞ കാലയളവിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു ഇമ്മീഡിയറ്റ് പ്ലാനായിട്ടൊരു $80 മില്യൺ വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ടായിരുന്നു. ഇത് കൂടാതെ ഒരു 10,000 ഇന്ത്യൻ എംപ്ലോയീസ്, ഇന്ത്യൻ ആൾക്കാർക്ക് ജോലി കൊടുത്തിട്ടുള്ള ഒരു കമ്പനിയാണ്. നമ്മളുടെ ഇന്ത്യയുടെ ഒരു സസ്റ്റൈനബിൾ ഇനീഷ്യേറ്റീവ്, സസ്റ്റൈനബിൾ ഗോളിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തും ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ള ഒരു കമ്പനിയാണ്. ലൈക്ക് ഇക്കോ ഫ്രണ്ട്ലി എക്യുപ്മെൻറ്റ്സ്, ഇപ്പോൾ ബ്രിഡ്ജ് മൗണ്ടഡ് എക്യുപ്മെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഡീസൽ എക്യുപ്മെൻറ്റ്സ് മാറ്റി ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് കൊണ്ടുവന്നു. പൈലറ്റ്, അങ്ങനത്തെ പൈലറ്റിന് തന്നെ ഓപ്പറേറ്റ് ചെയ്യാവുന്ന, ഞാനതിൻ്റെ ടെക്നിക്കലിലേക്ക് പോകുന്നില്ല, എന്നാലും ഇത്രത്തോളം ഇന്ത്യൻ ഏവിയേഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു കമ്പനി ഓവർ എ പീരീഡ് ഓഫ് എ ടൈം ഇത്രയും കോൺട്രിബ്യൂട്ട് ചെയ്തു. പക്ഷേ ഒറ്റ ദിവസം May 15 9 മണിക്ക് നമ്മൾ ജോലിക്ക് കയറുമ്പോൾ ജോലിയുണ്ട്. അന്ന് 5 മണിയാകുമ്പോഴേക്കും 2025 അന്ന് 5 മണിക്ക് എല്ലാവരും ജോലി പോയി. എന്നുവെച്ചാൽ സാധാരണ ഒരു കമ്പനി ക്ലോസ് ചെയ്യുന്നത് പോലെയല്ല ഏവിയേഷൻ അല്ലെങ്കിൽ എയർപോർട്ടിൽ. അതിൻ്റെ സെക്യൂരിറ്റി ക്ലിയറൻസ് വിഡ്രോൺ എന്ന് പറഞ്ഞാൽ ഒരു അംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്ത ഒരു ഫീറ്റസിൻ്റെ അവസ്ഥയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ആർക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്തൊരു അൺസർട്ടനിറ്റി. അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ ലീഡേഴ്സ് ആണെങ്കിലും നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് അതിൻ്റെ റീസൺ ഈസ് എ ജിയോ പൊളിറ്റിക്കൽ ഫാക്ടറാണ്. ഇപ്പോൾ നമ്മുടെ ആ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് ടർക്കി പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ ബേസിലാണ്. ഇപ്പോൾ ഈ കമ്പനി ഒറിജിനേറ്റഡ് ഇൻ 1958 ഇൻ ടർക്കി. അതിൻ്റെ 2 ഇൻവെസ്റ്റേഴ്സ് ടർക്കി എന്നുള്ളതുണ്ടായിരുന്നു. അതിനകത്ത് വേറെ കുറേ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, നമ്മളത് സംസാരിക്കുന്നില്ല. പക്ഷേ വിൽ സ്പീക്കിംഗ് മോർ അബൌട്ട് അവർ ലേണിങ്സ്, റൈറ്റ്? അപ്പോൾ ആ ഒരു സെനാരിയോയിൽ കമ്പനിക്ക് വളരെ ക്ലിയർ ആയിരുന്നു അവർ ഇന്ത്യൻ മാർക്കറ്റ് എക്സിറ്റ് ചെയ്യുമ്പോൾ വാട്ട് ഹാസ് ടു ബി ലുക്ക്ഡ് അറ്റ്. പൊതുവേ എല്ലാവരും നോക്കുന്നത് എന്താണ്, നമ്മുടെ അസറ്റ്സ്, $multi-million അസറ്റ്സ് ആണ്. അസറ്റ്സ് എങ്ങനെ സെക്യൂർ ചെയ്യണം, അതെ, ഒരുപാട് എല്ലാം ഈ പുഷ് ബാക്ക് എന്നൊക്കെ പറഞ്ഞ് ഫ്ലൈറ്റിനെ പുഷ് ചെയ്യുന്നു, അതൊക്കെ എക്സ്ട്രീംലി എക്സ്പെൻസീവ് എല്ലാം. പിന്നെ നമ്മളുടെ സിസ്റ്റംസ്, ഒരുപാട് കമ്പ്യൂട്ടർ IT അസറ്റ് സാധനങ്ങളുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ എത്രത്തോളം റെസ്ട്രിക്റ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, കംപ്ലയിൻസ് റിലേറ്റഡ് ആസ്പെക്ട്സ്, ഒരുപാട് ഹാസൽസ്, ഇതെല്ലാം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ സ്പാർക്കായിട്ട് വന്ന് നിൽക്കുന്ന ഒരു സമയത്ത് വാട്ട് കമ്പനി സെഡ് ഇസ് വി വിൽ ഡിസൈഡ് ഹൗ ഗ്രേസ്ഫുള്ളി വി എക്സിറ്റ് ഇന്ത്യൻ മാർക്കറ്റ്. അതായത് ചെലുബി വിൽ ബി റിമെമ്പേർഡ്. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ, നമ്മളുടെ ഇപ്പോൾ എടുക്കുന്ന ഒരു തീരുമാനങ്ങൾ, ഡിസിഷൻ, നമ്മളുടെ ആക്ടിവിറ്റീസ്, അതായിരിക്കും ചെലുബി എന്ന് പറയുന്നൊരു കമ്പനിയെ ആൾക്കാർ ഓർക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് എക്സിറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്നാണ് കമ്പനി പെർട്ടിക്കുലറായിട്ട് ഓരോരോ ആക്ടിവിറ്റീസ്. അപ്പോൾ ഫസ്റ്റ് കമ്പനി പ്രയോറിറ്റൈസ് ചെയ്തത് ഡിഗ്നിറ്റി ഓഫ് എംപ്ലോയീസ്. ഇതിനകത്ത് നമ്മൾ എങ്ങനെ ഒരു ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ CEO എന്നുള്ള അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നിന്നുള്ള ഒരു റിക്വസ്റ്റ്, നമ്മുടെ കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും. അവർ പറഞ്ഞത് കൊച്ചിനിൽ എന്താണെന്നുള്ളത് ആനന്ദിനെ അറിയുള്ളൂ. അപ്പോൾ അവിടെ കൊച്ചിനിലുണ്ടായിരുന്ന ഏറ്റവും സീനിയർ മോസ്റ്റ് പൊസിഷൻ ഞാനായിരുന്നു. ബാംഗ്ലൂർ ഉണ്ടായിരുന്നത് വേറൊരു ആളാണ്. അപ്പോൾ അങ്ങനെ ഓരോരോ സ്റ്റേഷനിൽ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരാളെ അവർ ഏൽപ്പിച്ചിട്ട് വി കനോട്ട് മൈക്രോ മാനേജ്, വി കനോട്ട് ടെൽ യു വോട്ട് ടു ഡു ബിക്കോസ് വി ഓൾസോ ഡു നോട്ട് നോ വോട്ട് ടു ഡു. നമ്മൾക്ക് മുമ്പിൽ എന്താണെന്നുള്ളത് അറിയില്ല. ആകെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഹൗ ടു അലീവിയേറ്റ് ദ ട്രബിൾ, ഹൗ യു ക്യാൻ കീപ് ദ ഡിഗ്നിറ്റി, ആൾക്കാരുടെ ഒരു ട്രസ്റ്റ് എത്രത്തോളം ആ ഒരു ഡാമേജ് കൺട്രോൾ നിങ്ങൾക്ക് ചെയ്യാമോ അത് നിങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ തരാനുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻ തരാം. ആസ് ഓഫ് നൗ കമ്പനി ക്ലോസ് ചെയ്തു. അതിന് നമ്മളിനി അപ്പീൽ ചെയ്യും, അതിനി ബാക്കിയുള്ള കോർട്ട് പ്രൊസീഡിങ്സ് ഒക്കെ വേറെ. പക്ഷേ ഇപ്പം നമ്മൾക്ക് എംപ്ലോയീസിന് എന്ത് ചെയ്യാമോ അവിടെ നിന്ന് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് രാത്രി തന്നെ നമ്മളുടെ ബാക്കിയുള്ള കമ്പനികളുണ്ട്, കോമ്പറ്റീറ്റീവ് കമ്പനികളിലേക്ക് ഈ എംപ്ലോയീസിനെ ഷിഫ്റ്റ് ചെയ്യാനുള്ള ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു.
നമ്മളുടെ പല എയർപോർട്ടുകളിലും ആ ട്രാൻസിഷനൊക്കെ സ്മൂത്തായിട്ടൊക്കെ നടന്നു. കൊച്ചി എയർപോർട്ടിൽ നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ സംഭവിച്ചത് ഈ ഉള്ള ഫുൾ എംപ്ലോയീസ് അവർ പറഞ്ഞു നമ്മൾ പോകുന്നില്ല, ജോലി പോകണമെങ്കിൽ പൊക്കോട്ടെ. ഇത്രയും പേര് നമ്മളിപ്പോൾ ഈ ചെലവിക്ക് ഇങ്ങനൊരു ക്രൈസിസ് വന്നല്ലോ, ഈ സമയത്ത് നമ്മൾ വിട്ടുപോകുന്നില്ല. നമ്മൾ പറഞ്ഞു ഇത് നമ്മളൊരു ഇമോഷണലി ഉള്ളൊരു കമ്പനിയോട് സ്നേഹമുള്ളത് നല്ലത്, നമ്മളോടുള്ള ലോയലിറ്റി നമ്മൾ എന്നും ആഗ്രഹിക്കുന്നത്, പക്ഷേ ദിസ് ഈസ് നോട്ട് ദ ടൈം ഫോർ ദാറ്റ്. അല്ലേ, ഇപ്പോൾ ഒരു നിങ്ങൾക്കൊരു കുടുംബമുണ്ട്, നിങ്ങൾക്ക് EMI ഉണ്ട്, നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസമുണ്ട്. അപ്പോൾ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ഫാക്ടർ ഇപ്പോൾ ഈ ഒരു ജോലി എടുത്തേ പറ്റൂ എന്നും കൂടെ കൺവിൻസ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി നമ്മളിലേക്ക് വന്നു. പക്ഷേ പറഞ്ഞു വരുന്നത് ഒരു HR എന്നുള്ള നിലയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോർ ഫ്രണ്ടിൽ വരുന്ന നിമിഷങ്ങളാണ്. വെൻ ദർ ഇസ് ക്രൈസിസ്, വെൻ ദർ ഇസ് കെയോസ്, എംപ്ലോയീസ് വുഡ് വോണ്ട് സെർട്ടനിറ്റി. അവർക്ക് വേണ്ടത് നമ്മൾ എന്ത് പറയുന്നു, നമ്മളെങ്ങനെ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നു, എങ്ങനെ അവർക്കൊരു ഡിഗ്നിറ്റി കൊടുക്കാൻ പറ്റും. എഗെയിൻ ആ വേർഡ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ലീഡേഴ്സ് നമ്മളിൽ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റിൽ ചെയ്തൊരു വാക്കാണ്. ഓരോരുത്തരുടെയും ആ ഒരു ഡിഗ്നിറ്റി നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാമോ, ഗിവ് ദാറ്റ്, ഡു ദാറ്റ്. അങ്ങനെയാണ് ഒരു ചെൽബിയുടെ ട്രാൻസിഷൻ സ്റ്റോറി. എന്തായാലും വേറൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഉണ്ട്, അന്നും പറഞ്ഞപ്പോഴും പുള്ളി മറന്നുപോയി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഹി വാസ് ഓൾമോസ്റ്റ് എബൌട്ട് ടു ലീവ്. അപ്പോൾ സെൽബി ഹെഡ് ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, 2 മാസം കൂടെ നിന്നാൽ യു വിൽ ബിക്കം എലിജിബിൾ ഫോർ ഗ്രാറ്റുവിറ്റി. അവിടെ 2 മാസം കൂടെ നിന്നിട്ട് പൈസ മാറ്റോട്ട് പോയാൽ മതി. അതായത് കമ്പനി May 15th ക്ലോസ് ചെയ്തു. അതായത് ഒരു എംപ്ലോയിക്ക് ഗ്രാറ്റുവിറ്റിക്ക് ഒരു എലിജിബിലിറ്റി ഉണ്ട്. നമ്മളിപ്പോൾ 5 വർഷം അല്ലെങ്കിൽ 4 വർഷം 8 മാസം അങ്ങനെ ഒരു കാൽക്കുലേഷനുണ്ട്. അപ്പോൾ ഞാനായിട്ടത് ഒരിക്കലും പറയാനില്ല, ബിക്കോസ് കമ്പനി എനിക്ക് തരാനുള്ളതിൽ കൂടുതൽ തന്നു എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇത് പറഞ്ഞില്ലല്ലോ, ഗ്രാറ്റുവിറ്റി എലിജിബിലിറ്റിയുടെ കാര്യം പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു എനിക്കത് പറയുന്നത് ഒരു മര്യാദയായിട്ട് തോന്നിയില്ല, അല്ലാണ്ട് തന്നെ കമ്പനി എന്നെ ആവശ്യത്തിന് ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്, ഇനി അങ്ങോട്ടാണെങ്കിലും അൺപെയ്ഡ് ആയിട്ട് പോലും കമ്പനിയുടെ കൂടെ വർക്ക് ചെയ്യാൻ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്തായാലും നിൻ്റെ ലാസ്റ്റ് ഡേ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം, സാറ് പറഞ്ഞ പോലെ ആ ഒരു ഗ്രാറ്റുവിറ്റി പീരീഡും കൂടെ, വിച്ച് ഇസ് എ മാസീവ് എമൗണ്ട്. അത്യാവശ്യം നല്ലൊരു എമൗണ്ടാണത്. കാര്യം അത് നമ്മുടെ ലാസ്റ്റ് ഡ്രോൺ വേജസ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻറ്റു 15/26 ഒരു കാൽക്കുലേഷനുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു എമൗണ്ടാണ്. അതൊക്കെ ഒരിക്കലും ഒരു കമ്പനി ക്ലോസ് ഡൗൺ ചെയ്യുന്ന കമ്പനി ആലോചിക്കുന്നതല്ല. അപ്പോൾ അതൊക്കെയാണ് ആ ഒരു ഗ്രേസ്ഫുള്ളി എക്സിറ്റിംഗ് ദ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ആ കമ്പനിയുടെ പാർട്ട് അല്ലെങ്കിലും എനിക്കിത് പറയുമ്പോൾ ഞാനൊരു അംബാസിഡറാണ്. ഇതുപോലെ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയീസ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിമൻസ് ഡേക്ക് ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു ഫോട്ടോ ഇട്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് കഴിഞ്ഞ വിമൻസ് ഡേക്ക് സാർ ഒരു ടൗൺ ഹാൾ മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു, അന്നൊരു ഇൻസ്പയറിംഗ് സ്പീച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ നമ്മൾ ആലോചിക്കുമ്പോൾ ആ ഒരു പേഴ്സണൽ കണക്ട് അല്ലെങ്കിൽ വി ആർ റിമെമ്പേർഡ് എന്നുള്ള ഒരു ഫീലിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിനൊരു അമേസിങ് പാർട്ട് ഇത് നമ്മളാരും അറിഞ്ഞില്ല. 10,000 എംപ്ലോയീസ് ഇന്ത്യ ഒട്ട് ഒരു ഇങ്ങനത്തെ ഒരു ട്രാൻസാക്ഷൻ ഒന്നും വന്നില്ല. നമുക്കിപ്പോൾ ഇദ്ദേഹത്തിനായിട്ട് നമുക്ക് ബന്ധമുള്ളതുകൊണ്ടാണ് ദർ ഇസ് എ ക്രൈസിസ്. അപ്പോൾ ഈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ക്രൈസിസ് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാറ്റ് കമ്പനി ഡിസേർവ്സ് എ കുഡോസ്. അപ്പോൾ അത് സംഭവിച്ചത് ഈ പറയുന്ന ആൾക്കാർക്ക് ഒരു ചില ലൈൻ ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ ലൈൻ ഓഫ് കണക്ട് എന്ന് പറയുന്നത് പോലെ ഇതേ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഇതേ സെയിം ലീഡർഷിപ്പ് ഒരു പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾക്ക് സ്കെയിലപ്പിംഗ് ഒട്ടും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, എനിക്കും ഗോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ RAM 360 എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് ഡൽഹിയിൽ സ്റ്റാർട്ട് ചെയ്തു, ഹൈദരാബാദിൽ സ്റ്റാർട്ട് ചെയ്തു, ഗോവ സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര ഫാസ്റ്റായിട്ട് റാമ്പ് അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അവർക്കൊരു മാർക്കറ്റിൽ എൻട്രി ബുദ്ധിമുട്ടില്ല, എല്ലാ ആൾക്കാരുണ്ട്, സാധനങ്ങൾ പോയി. എന്നാലും അത് കുറച്ച് ലീസിനെടുക്കുകയും ആൾക്കാർ ഫുള്ളുണ്ട്. ടീമിൻ്റെ ഡൈനാമിക്സ് ഒരു കുഴപ്പമില്ല, കാരണം സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാം സെയിം ആണ്. ഈ പറയുന്ന ഒരു വ്യക്തി ഇപ്പോഴത്തെ CEO പേര് തൗസിഫ് ഖാൻ എന്നാണ്. ഈ പറയുന്ന ഒരു വ്യക്തിയെ കണ്ട ഇന്ത്യയിൽ എയർപോർട്ടിൽ അറിയാത്ത ആരുമില്ല. അതുപോലെ ഇപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ അവിടെ ഇപ്പോൾ സുഹാസ് സാറാണെങ്കിലും നമ്മളുടെ ബാംഗ്ലൂരിലെ ഹരിമാരാണെങ്കിലും നമ്മളുടെ ഈ ലീഡർഷിപ്പ് ടീമിനെ നല്ലോണം അറിയും. അപ്പോൾ നമ്മളുടെ ഫേസ് വാല്യൂ ആണ് കമ്പനി, അല്ലെങ്കിൽ അത്രത്തോളം കസ്റ്റമർ എക്സ്പോഷർ ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കും എൻ്റെ പെർഫോമൻസ് റിപ്പോർട്ടിൽ CEO എഴുതിയ ഒരു കാര്യം, നല്ല റേറ്റിംഗ് ഒക്കെ തന്നിട്ട് പറഞ്ഞു, യുവർ ബിസിനസ് ഡെവലപ്മെൻറ്റ് ആൻഡ് കസ്റ്റമർ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളത്. ഒരു HR-ൻ്റെ ബിസിനസ് പാർട്ണറിൻ്റെ പോർട്ട്ഫോളിയോയിൽ ഇല്ലാത്തതാണ്. പക്ഷേ എനിക്കത് കണ്ടപ്പോൾ അപ്സെറ്റിംഗ് ആയിട്ടല്ല തോന്നി, എനിക്ക് സന്തോഷമായിട്ട് തോന്നി. കാര്യം അതിനൊരു അനുഭവം ഉണ്ടായി എന്ന് വെച്ചാൽ ഒരു സീരിയസ് എംപ്ലോയി കൺസേൺ ഉണ്ടായിരുന്നു. ഒരു കസ്റ്റമർ
എസ്കലേഷൻ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അവരത് ഓപ്പറേഷൻസ് മാനേജറിനെ അറിയിച്ചു. അത് അവിടെ നിന്ന് എസ്കലേറ്റ് ആയി സ്റ്റേഷൻ മാനേജറിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ നിന്ന് എസ്കലേറ്റ് ആയി അത് ഹെഡ് ഓഫ് ഓപ്പറേഷൻസിൻ്റെ അടുത്തേക്ക് പോയി. അടുത്ത എസ്കലേഷൻ CEO എന്ന് പറഞ്ഞാൽ CEOയുടെ അടുത്തേക്ക് പറഞ്ഞാൽ ഏറ്റവും അൾട്ടിമേറ്റ് എസ്കലേഷനാണ്. പിന്നെ അത് നല്ല ഫയറിംഗ് ആയിട്ടായിരിക്കും തിരിച്ച് വരുന്നത് താഴത്തേക്ക്. ഹെൽ വിൽ ബ്രേക്ക് ലൂസ്. അപ്പോൾ ഈ എല്ലാ കസ്റ്റമർ മീറ്റിങ്ങിൽ ഈ ഹെഡ് ഓഫ് ഓപ്പറേഷൻസിൻ്റെ കൂടെ ഞാൻ പോകുമായിരുന്നു. അതെൻ്റെ ജോലിയാണെന്ന് വെച്ചാൽ എൻ്റെ ജോലിയല്ല. പക്ഷേ ഗ്രാജുവലി ഓവർ എ പീരീഡ് ഓഫ് ടൈം എനിക്കും ഈ കസ്റ്റമറായിട്ടൊരു കണക്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ സൈമൺസൺ എഗെയിൻ കോട്ടിങ് ഹിം, യുവർ കസ്റ്റമർ ഇസ് എ ഹ്യൂമൻ ബീയിങ്, യുവർ വെണ്ടർ ഇസ് എ ഹ്യൂമൻ ബീയിങ്, യുവർ എംപ്ലോയീസ് എ ഹ്യൂമൻ ബീയിങ്, സോ ഇറ്റ്സ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ ബീയിങ്. ആ ഒരു പോയിന്റ് പോലെ ഈ കസ്റ്റമർ തന്നെ പറഞ്ഞു, ഒരു പണി ചെയ്യാം, ലെറ്റ്സ് ടോക്ക് ടു ആനന്ദ്. CEOക്ക് എസ്കലേഷൻ പോകേണ്ടതിന് ഒരു ബഫറും കൂടെ കിട്ടിയപ്പോൾ ഒരു ബഫർ ഒരു ഇതിലും കൂടെ കിട്ടുമ്പോഴേക്കും നമുക്ക് പിന്നെ ഒരു വിൻഡോ പീരീഡ് കിട്ടുന്നു, നമുക്കത് സോൾവ് ചെയ്യാം. അപ്പോൾ അവരായിട്ട് സംസാരിച്ചു. നമ്മൾ പറഞ്ഞു ഇതൊക്കെയാണ് നമ്മുടെ കോഴ്സ് ഓഫ് ആക്ഷൻ, ഇതാണ് എൻ്റെ ടൈം ലൈൻ. ഫസ്റ്റ് വീക്കിൽ ഐ ഗിവ് യു ദിസ് അപ്ഡേറ്റ്, സെക്കൻഡ് വീക്കിൽ നിങ്ങൾക്ക് ഈ അപ്ഡേറ്റ് വരും, തേർഡ് വീക്ക് ആകുമ്പോഴേക്കും ദിസ് വിൽ ബി ദ പ്രോഗ്രസ്. ഇനി എന്തെങ്കിലും ഒരു ബാക്കപ്പ് പ്ലാൻ നമ്മൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇപ്പുറത്ത് പറയുന്ന ടീമിൽ നിന്ന് നമ്മളൊരു റീഅലൊക്കേഷൻ നമ്മൾ ചെയ്യും. എങ്ങനെയാണെങ്കിലും യുവർ ബിസിനസ് വിൽ ബി സ്മൂത്ത്. അപ്പോൾ ഒരു മാൻ പവർ അലൊക്കേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണെങ്കിലും വെൻ വി ഗിവ് എ റീഅഷുറൻസ് വിത്ത് ടൈം ലൈൻസ്, നമ്മളുടെ ക്രെഡിബിലിറ്റി ഈസ് ഇൻക്രീസ്ഡ്. മനസ്സിലായില്ലേ? അപ്പോൾ HR ആണ് എൻ്റെ ജോലി, അതല്ല. എൻ്റെ ജോലി സിസ്റ്റംസ് ആൻഡ് പ്രോസസ്സസ് ഉണ്ടാക്കുകയാണ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് എവറിത്തിങ്. സോ അതാണ് അതിൻ്റെ ഫാക്ടേഴ്സ്. ഹ്യൂമൻ എലമെന്റ് കാണാൻ പറ്റുക എന്നുള്ളത് അടുത്ത ചോദ്യം ടു ബോത്ത് ഓഫ് യു. സോ വെൻ സമ്മൺ ഇസ് എൻട്രിങ് ഒരു HR മാനേജറായിട്ട് അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിനിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ മേജർലി രണ്ട് ചോയ്സസ് ഉണ്ട്. either he can start as a very junior or specific job role in a big company, or he can start at a startup where he'd have to wear multiple hats. Is one better than the other, or സാർ പറഞ്ഞു. See, if the company is run by a professional approach, ചെറിയ കമ്പനിയാണ് നല്ലത്. ഫോർ എക്സാമ്പിൾ ഞാൻ 250 പേരുള്ള കമ്പനിയിലെ HR ഹെഡ് ആയിരുന്നു ഞാനാണ്. 5000 പേരുള്ള കമ്പനിയിലാണ്. അപ്പോൾ എല്ലാവർക്കും പേടിയായിരുന്നു ഇയാളെങ്ങനെ മാനേജ് ചെയ്യുന്നു. ദ അതർ കമ്പനി ഈസ് എ ബിഗ് പ്രൊഫഷണൽ കമ്പനി. അപ്പോൾ പ്രൊഫഷണലിസം ഉണ്ടെങ്കിൽ ചെറുതാണ് നല്ലത്. ചായ വിളിക്കും, നമ്മൾ തന്നെ അകത്ത് പോയി ചായ അടിക്കും, നമ്മൾ തന്നെ ചായ കൊണ്ടു കൊടുക്കും. പക്ഷേ ഇറ്റ് ഷുഡ് ബി എ പ്രൊഫഷണൽ കമ്പനി. ഈ പ്രൊഫഷണൽ ഞാൻ ചെറുതിനെ പറയാൻ കാര്യം, ചെറുത് ചിലപ്പോൾ ഹാങ്കി പാങ്കി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും പറയും. ഇപ്പോൾ നിങ്ങൾ ESI അടയ്ക്കണ്ട, നിങ്ങൾ പ്രൗഡ് അതൊക്കെ മാനേജ് ചെയ്യാനാണ് നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ രാവിലെ കുറച്ച് പൈസയും കൊടുക്കും, അവിടെ പോയി ഇൻസ്പെക്ടർ അങ്ങനത്തെ കമ്പനിയിൽ നശിച്ചു പോകും. ചെറുതോ വലുതോ പ്രശ്നമല്ല, ഇറ്റ് ഷുഡ് ബി റൺ ഓൺ പ്രൊഫഷണൽ ലൈൻസ്. അത് ചെറുതാണ് നല്ലത്, എനിക്ക് സംശയമില്ല. കാര്യം ഞാൻ ആ ചെറുതല്ലെങ്കിൽ ഇത്രയും പഠിക്കില്ലായിരുന്നു. കാര്യം ആദ്യമൊക്കെ ഡൽഹിയിൽ നമ്മുടെ പ്ലെയിനിൽ വിളിക്കുമ്പോൾ എന്തൊരു അഭിമാനം എന്നറിയാം. കാര്യം പ്ലെയിനിൽ ഹെഡ് ഓഫീസ് ഡൽഹിയിലാണ്. അപ്പോൾ അന്ന് പ്ലെയിനിൽ പോണ വലിയ കാര്യമുള്ള സമയത്താണ്. അപ്പം ഞാനെൻ്റെ അത് നിങ്ങൾ ഇത്രയും ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, ഞാൻ ആ കമ്പനിയിൽ ഇൻ്റർവ്യൂ നടക്കുമ്പോൾ ട്രിവാൻഡ്രത്തൊരു പൊളിഞ്ഞ് കിടക്കുന്ന കമ്പനിയാണ്. എന്നെ സെക്യൂരിറ്റി ഗാർഡ് വിളിച്ചുകൊണ്ട് പോയത് ഒരു കമ്പി വേലിയുടെ അടിയിൽ കൂടെയാണ്. അപ്പോൾ ഞാനന്ന് എൻ്റെ കയ്യിൽ ഒരു ജോലി ഉണ്ടല്ലോ, ഞാൻ അവിടുത്തെ GM-നോട് ചോദിച്ചു, സാർ ഇത് എന്തോ സാർ ഈ കമ്പനി ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. പുള്ളി പ്രൊവോക്ഡായി. പുള്ളി പറഞ്ഞു, ഐ എം സെൻഡിങ് യു ടു ഡൽഹി, യു ഗോ ആൻഡ് സി അവർ ഹെഡ് ഓഫീസ്. താപ്പർ ഹൗസാണ്, നല്ല നമ്പർ 10 ജൻപത്തിലാണ് ആ ഓഫീസ്. അപ്പോൾ അവിടെ പോയി കണ്ട് അങ്ങനെ. പക്ഷേ ആ കമ്പനി വളരെ പ്രൊഫഷണലാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ആ കമ്പനി എടുത്തൊരു ലെറ്റർ ഞങ്ങൾ അയക്കുകയാണ്, ESI നിയമം ഇല്ലാതെ ആളുകൾ എടുത്തോട്ടോ, ESI വലിയ ശല്യമാണ്, പിന്നെ ഉമ്മര കാർഡ് കൊണ്ട് അവിടെ നടക്കും. റിപ്ലൈ, എനി സ്റ്റാറ്റ്യൂട്ടറി വയലേഷൻ വിൽ ബി യുവർ ജോബ്, വി ആർ നോട്ട് ഫോർ ദാറ്റ്. നോ ഫൈറ്റ് വിത്ത് ഗവൺമെൻറ്, നോ സ്റ്റാറ്റ്യൂട്ടറി വയലേഷൻ. ഇതാണ് കമ്പനിയുടെ പോളിസി. അപ്പം അങ്ങനത്തെ കമ്പനിയിൽ സ്റ്റാർട്ടപ്പ് ആയാലും കുഴപ്പമില്ല. പക്ഷേ തട്ടാമുട്ടി കമ്പനിയിൽ സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ അവൻ എല്ലാ ബാഡ് ഹാബിറ്റ്സും പഠിക്കും, പിന്നെ അവൻ പ്രൊഫഷണലിൽ വളരാൻ പറ്റില്ല. വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വലിയൊരു കമ്പനി പോയാൽ ഒരു ക്വാർട്ടേഴ്സ് അലോട്ട്മെൻറ്റ് മാത്രമായിരിക്കും. അത് അവന് പഠിക്കാൻ പറ്റും, അവന് അത്രയും ഉത്സാഹം വേണം. ഇതാണ് അതിൻ്റെ ക്ലിയർ ആൻസർ. ഞാനിത് അനുഭവിച്ചിട്ടുള്ള ആളായതുകൊണ്ട് എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിന്ന് അപ്പോളോ ടയർസ് തന്നെയാണ് എൻ്റെ ഫസ്റ്റ് കമ്പനി. അപ്പോൾ ഇത്രയും ഒരു മാസീവ് കമ്പനി ഫ്രഷറായിട്ട് ഉള്ള ഒരാളല്ലേ,
ഇത്രയും വലിയൊരു കമ്പനിയിലേക്ക് വന്നപ്പോൾ തുടക്കം തന്നെ എനിക്ക് ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് അജേഷ് സാറിൻ്റെ കീഴിൽ വർക്ക് ചെയ്യാനായിരുന്നു അലൊക്കേഷൻ. അപ്പോൾ ഇത്രയും വലിയ HR ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഒരു 7-8 സീനിയർ ആയിട്ടുള്ള ആൾക്കാർ ലീഡ് ചെയ്യുന്ന മൾട്ടിപ്പിൾ ഇതുണ്ട്, എന്ന് വെച്ചാൽ ക്യാൻറ്റീൻ ഒരാൾ, സെക്യൂരിറ്റി ഒരാൾ, അങ്ങനെ ഒരു വലിയ ടീമായിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്ക് ആ ജോയിൻ ചെയ്ത ഒരുപാട് സമയങ്ങളിൽ എനിക്കിതിൽ മാത്രമേ എക്സ്പോഷർ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് സുഹേൽ, എനിക്ക് പുതിയതായിട്ട് വരുന്ന കുട്ടികളോട് പറയാനുള്ളത്, പലപ്പോഴും നമുക്ക് ചോയ്സ് കിട്ടണമെന്നില്ല. എനിക്ക് ഇന്ന കമ്പനി വേണം, എനിക്ക് ചെറിയ കമ്പനി വേണം, വലിയ കമ്പനി വേണം, നമുക്ക് ചോയ്സ് കിട്ടണമെന്നില്ല. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കിട്ടുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം പഠിക്കാമോ അതാണ് മാറ്റർ ചെയ്യുന്നത്. അപ്പോൾ ഈ അജേഷ് സാർ, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഉദാഹരണം അവിടെ പഠിക്കുമ്പോഴും, ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞ രാമൻകുട്ടി എന്ന് പറയുന്ന ഒരു IR സ്പെഷ്യലിസ്റ്റ് മാനേജർ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നിട്ട് നമ്മുടെ പേറോൾ ഫയൽസ് പഠിക്കുക. അദ്ദേഹം വന്ന് ഫോക്സ് പ്രോയിലൊക്കെ വർക്ക് ചെയ്യുമായിരുന്നു, പഴയ ടൂളാണ്, പക്ഷേ അതിനകത്തുനിന്ന് ലൈവായിട്ടുള്ള മാൻ പവർ അപ്ഡേഷൻസ്. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് പഠിച്ച് വരുമ്പോഴേക്കും നമുക്ക് കൂടുതലായിട്ട് ലേണിംഗ് കിട്ടും. അത് കഴിഞ്ഞ് ഞാൻ ചെന്ന് പെട്ടത് EYയിലേക്കായിരുന്നു. ഏൺസ്റ്റ് മാസീവ് കമ്പനി, 2-3 ലക്ഷം എംപ്ലോയീസ് ഉള്ള ഒരു കമ്പനിയിലേക്കാണ്. അപ്പോഴും നമുക്ക് കിട്ടുന്ന വ്യൂ ഇസ് ലൈക്ക്, നമ്മളൊരു ഹൊറിസോണ്ടൽ ലേണിങ്ങും വേർട്ടിക്കൽ ലേണിംഗ് എന്ന് പറയില്ലേ. ഒരു ചെറിയ കമ്പനിയിലാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഒരു ഇങ്ങനെ വ്യാപ്തിയിൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പക്ഷേ അത് തന്നെ വലിയ കമ്പനിയിലാണെങ്കിൽ നമ്മളൊരു സ്ട്രക്ചറിലാണെങ്കിൽ, ഇപ്പോൾ ടാലൻറ്റ് അക്വിസിഷൻ ആണെങ്കിൽ അതിൻ്റെ മാക്സിമം ഡെപ്തിൽ പോകാം. അതിനകത്ത് സിസ്റ്റംസ്, പുതിയ പ്രൊസീജിയേഴ്സ്, പുതിയ ടൂൾസ്, അതിനകത്ത് നിന്നുള്ള ഓട്ടോമേഷൻസ്, അങ്ങനത്തെ ഡെപ്തിൽ പോകാൻ പറ്റും. അപ്പോൾ എനിക്കിത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വലിയ കമ്പനിയിൽ, നല്ല സ്ട്രക്ചറുള്ള കമ്പനികളിൽ, ഇപ്പോൾ IBM, EY, അങ്ങനെ പേര് പറയുന്നില്ല, നല്ല സ്ട്രക്ചറുള്ള കമ്പനികളിൽ നമുക്ക് ഒരു ഫീൽഡ്, ഒരു പാർട്ട് ഓഫ് HR-ൻ്റെ സ്പെഷ്യലൈസേഷനിൽ നല്ല ഡെപ്തിൽ പോകാൻ പറ്റും. പക്ഷേ ചെറിയ കമ്പനിയിലാണെങ്കിൽ നമ്മളുടെ നോളജിൻ്റെ വിഡ്ത്ത് വളരെ ഹൈ ആയിരിക്കും. ഞാൻ ഇംഗ്ലീഷ് ഇംഗ്ലണ്ടിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ബാങ്കിൽ കിട്ടി, കോർപ്പറേഷൻ ബാങ്കിൽ പേഴ്സണൽ ഓഫീസർ. അപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂ ബോർഡിൽ ബാലസുബ്രഹ്മണ്യം സീനിയർ ആളാണ്. ഞാനവിടെ ചെന്ന് ഇൻ്റർവ്യൂവിനകത്ത് കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ചെറിയൊരു പ്രൊഫഷണൽ പരിചയമുണ്ട്. നമ്മൾ കൊച്ചും അങ്ങനെ വലുതാണ്. അപ്പോൾ അങ്ങനെ എന്നെ കണ്ണ് കാണിച്ചിങ്ങനെ, ഈ പരിചയം അവിടെ BSRB ആണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ ഐ ബിക്കെയിം ക്യൂരിയസ്. എൻ്റെ കല്യാണം കഴിക്കുന്ന സമയത്താണ്. ബാങ്കാണെങ്കിൽ കുറച്ചുകൂടെ, മറ്റേത് എന്നും കത്തിക്കുത്താണ്. അപ്പോൾ ഞാൻ അങ്ങയുടെ വീട്ടിൽ പോയി. നമ്മുടെ രാജ്ഭവൻ്റെ ഓപ്പോസിറ്റാണ്. തമിഴിൽ അങ്ങനെ പറഞ്ഞതെന്നറിയാമോ, ഇടേ ഉനക്ക് പെരിയ ഇടത്തിലെ ചിന്ന ആളായിട്ട് ഇരിക്കണമാ, ചിന്ന ഇടത്തിലെ പെരിയ ആളായിട്ട് ഇരിക്കണമാ, ഇപ്പം നീ ചിന്ന ഇടത്തിലെ പെരിയ ആൾ, അത് ഡിസൈഡ് പണിക്കാമെന്ന് പറഞ്ഞു. അതാണ് ഞാൻ ചിന്ന സ്ഥലത്തിലെ പെരിയ ആളായിട്ടിരിക്കാൻ തീരുമാനിച്ചു. നല്ല എക്സ്പോഷർ കിട്ടും നമുക്ക്. അല്ല, പ്രൊവൈഡഡ് കമ്പനി ഈസ് പ്രൊഫഷണൽ. ഫുൾ കോൺടാക്ട് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ആയിട്ടുണ്ട്, നമ്മൾ ഇൻഫോ പാർക്കിലുണ്ടായിരുന്നു. നമ്മുടെ അരുണാനന്ദ് അവരൊക്കെ വർക്ക് ചെയ്തിരുന്നത്. അവരുടെ ശരിക്കും ഒരു നല്ല ഇൻസ്പയറിങ് സ്റ്റോറിയാണ്, ട്രൂ സ്റ്റോറിയാണ്. ഒരു ചെറിയൊരു റൂമിൽ, ഇപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റീവ് ജോബ്സിൻ്റെയും ഗേറ്റ്സിൻ്റെയൊക്കെ കഥ പറയുന്നത് പോലെ, ഒരു ചെറിയ ഒരു വീട്ടിൽ ഒരു ഓഫീസായിട്ട് സ്റ്റാർട്ട് ചെയ്തു. AC ലീക്ക് ചെയ്യുമ്പോൾ ഇവർ പോയി AC നോക്കേണ്ടി വരും. അങ്ങനെ ചെറിയ കാര്യങ്ങൾ വരെ നോക്കി ഒരു പ്രൊഫഷണൽ കമ്പനിയിലേക്ക് പോയി. നല്ല തിങ്കിങ് ആണ്. അവർ പഴയ പോലെ ഒരു വൃത്തിയായിട്ട ഒന്നുമില്ലെങ്കിൽ മിനിമം അവർ പറയും എല്ലാ നിയമം കംപ്ലൈൻസ്, അതിനൊക്കെ ഒരു പേടിയുണ്ട്. അത്രയൊക്കെ ഒരു ബോധം ഇപ്പോൾ ഉണ്ട്. ഇന്ത്യൻ കമ്പനി വേഴ്സസ് MNCs ലോക്കൽ കമ്പനി, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ചെറിയ കമ്പനികളും വലിയ കമ്പനികളും, അത് ഞാനതിനൊരു HR എന്ന് പറയുന്ന ഒരു സെൻറ്റർ പീസായിട്ട് ഞാൻ വെക്കാം. ഒരു എക്സ്പ്ലനേഷൻ, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻസ് ആണ് ഇത് കേൾക്കുന്നതെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ HR ഒരു പിവോട്ടാണെങ്കിൽ, പുതിയ കമ്പനി അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ചെറിയ കമ്പനികളിൽ HR ഗെറ്റ്സ് ഇൻഫർമേഷൻ ഫ്രം പിയേഴ്സ്, പീപ്പിൾ, അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ്. ചിലപ്പോൾ 5 പേരെ കമ്പനിയിൽ ഉണ്ടാവുള്ളൂ. ആ 5 ആൾക്കാരുടെ അടുത്തായിരിക്കും ഇൻഫർമേഷൻ കിട്ടുന്നത്. അത് തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഒരു സ്ട്രക്ചേർഡ് MNC ആണെങ്കിൽ ദർ വിൽ ബി ഡാഷ്ബോർഡ്സ്, ദർ വിൽ ബി എ ലോട്ട് ഓഫ് ഡേറ്റ, ബിഗ് ഡേറ്റ. നമ്മളിപ്പോൾ പറയുന്ന പോലെ ഒരുപാട് ഡേറ്റ, ഡാഷ്ബോർഡ്സ്, ഒരുപാട് സ്ട്രക്ചറുകളുണ്ടാവും. അപ്പോൾ HR റിലൈസ് മോർ ഓൺ സ്ട്രക്ചർ ഇൻ മൾട്ടിനാഷണൽ. ഹിയർ HR റിലൈസ് മോർ ഓൺ പീപ്പിൾ, ഹ്യൂമൻ ഇൻറ്ററാക്ഷൻ. പിന്നെ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ഈ ഇന്ത്യൻ കമ്പനീസിലൊക്കെ ഇറ്റ് ഡിപ്പെൻഡ്സ് മോർ ഓൺ ഇമോഷൻസ്, ആൻഡ് ഹിയർ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പ്രോസസ് ആൻഡ് നമ്പേഴ്സ്.
അതിനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ നമുക്കിപ്പോൾ 10 പേരുള്ളൂ. അതിനകത്ത് ഒരാളുടെ വീട്ടിലൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അയാൾക്ക് ആസ് ആൻ ഓണർ മൈ ഹാർട്ട് ഗോസ് വിത്ത് ഹിസ് ഫാമിലി. ഞാൻ പറയുന്നു ഓക്കെ 1,00,000 അവന് കൊടുത്തേക്കോ. ദാറ്റ് ഈസ് റൈറ്റ്. നമുക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? വേർ ദ നമ്പർ ഇസ് 1,000 or 10,000 or 1 lakh. So when scale increases, we need systems, processes, structure in place. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചെറിയ കമ്പനിയിൽ നിന്ന് ഗ്രോ ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജസ്, വി വിൽ ഗെറ്റ് ദ പൾസ്, വിൽ ഗെറ്റ് ദ ഇമോഷൻസ്, വിൽ ഗെറ്റ് ദ ആക്ച്വൽ ഫീൽ ഓഫ് ഹ്യൂമൻ ബീയിങ്. വെറിൻ ഇൻ MNCs moreover you will be interacting or developing systems. ചിലപ്പോൾ HR എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട് എൻഡ് ആയിരിക്കില്ല, ഒരാളുണ്ടാവില്ല HR ആയിട്ട്. ചിലപ്പോൾ ഇറ്റ് വിൽ ബി ഒരു ചാറ്റ് ബോട്ട് ആയിരിക്കും. ചിലപ്പോൾ യു ആർ എ പാർട്ട് ഓഫ് ക്രിയേറ്റിംഗ് ഒരു കിയോസ്ക്. അവിടെ എംപ്ലോയി വിൽ ആസ്ക് ഇങ്ങനൊരു സംഗതിയുണ്ട്, വോട്ട് ഇടൂ എന്ന് പറയുമ്പോൾ ആ സ്ട്രക്ചർ ഉണ്ടാക്കുന്ന ആളായിരിക്കും. ഇപ്പൊ പിന്നെ ഒരു അഡ്വാൻറ്റേജ് ഈ glassdoor.com-ഉം ambition box ഒക്കെ ഉണ്ടല്ലോ. ഉണ്ട്. Things ബിഗ് അഡ്വാൻറ്റേജ്. തിങ്സ് വിൽ കം അപ്പ്. ഇവിടെ ഒരു സൗത്ത് ഇന്ത്യൻ വെയർ റോക്സ് എന്നൊരു കമ്പനി ഉണ്ടായിരുന്നു, പെരിവാൾ ഗ്രൂപ്പ് എന്ന്. അപ്പോൾ ദേ ഓഫേർഡ് മീ എ ജോബ്. അന്ന് പേഴ്സണൽ മാനേജറാണ് ഡെസിഗ്നേഷൻ. ഞാൻ അവിടുത്തെ മറ്റേ കമ്പനിയിൽ പേഴ്സണൽ എക്സിക്യൂട്ടീവാണ്. അപ്പം എൻ്റെ ഒരു അങ്കിളുണ്ട്, എൻ്റെ ഒരു മെൻറ്റർ, എൻ്റെ ഫാദറിൻ്റെ ബ്രദർ. ഞാൻ പുള്ളിയെ വിളിച്ച് ചോദിച്ചു, പുള്ളിയോട് നിനക്ക് വട്ടാണ്, യു ബി ദെയർ. ഈ കമ്പനി തന്നെ വട്ടാണ്. ഈ പേഴ്സണൽ മാനേജർ അല്ല, മാനേജിംഗ് ഡയറക്ടർ ആണെങ്കിലും പോട്ടത്, എന്ത് പൊസിഷനാണെങ്കിലും. അപ്പോൾ ചെറിയ കമ്പനി ആകുമ്പോഴും വലിയ കമ്പനി ആകുമ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഉണ്ട് അതിനകത്ത് തീർച്ചയായും. പക്ഷേ മെയിനായിട്ടും ആ ഒരു ഇമോഷൻ, റിലേഷൻ, കണക്റ്റ് ഒക്കെയാണ് അവിടെ ഒരു HR-ൻ്റെ റോൾ. പിന്നെ ഒരു ചെറിയ കമ്പനിയിൽ HR വുഡ് ബി എ ഫയർ ഫൈറ്റർ, റൈറ്റ്? വെൻ എവറിത്തിങ് ഈസ് ഗോയിങ് ഹേ വയർ, നമ്മുടെ ഫൗണ്ടർ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്തപ്പോൾ ചിലപ്പോൾ ഹീ ഈസ് ദ വൺ ഹൂ ഈസ് ഹി ഓർ ഷീ ഈസ് ദ വൺ ഹൂ ഈസ് ഹോൾഡിങ് ദ ഫോർട്ട്. മനസ്സിലായില്ലേ? ഇവിടെ കുറച്ചും കൂടെ സിസ്റ്റംസും പ്രോസസ്സും പോളിസി ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ ഓക്കെ ഒരു തീ വന്നിട്ടുണ്ടെങ്കിൽ അതിന് എമർജൻസി പ്രൊസീജിയർ ഉണ്ടാവും. ഇവിടെ തീ വന്നാൽ നമ്മൾ ചിലപ്പോൾ ഒരു ചാക്കിൽ വെള്ളം എടുത്തിട്ട് പോയിട്ട് ഐ വുഡ് ലൈക്ക് ടു ആഡ് വൺ തിങ് കേട്ടോ. ഈ ചെറിയ കമ്പനിയിലും വലിയ കമ്പനിയിലും ഈ HR-ന് ഒരു വലിയ അഡ്വാൻറ്റേജ് വേൾഡ് ഓവർ. HR ഈസ് സെയിം. അമേരിക്കക്കാരൻ്റെ സങ്കടവും നമ്മുടെ സങ്കടമൊക്കെ സെയിം തന്നെയാണ്. അതുകൊണ്ട് നെറ്റ്വർക്ക് ചെയ്ത് പഠിക്കാൻ HR പോലെ ഒരു പ്രൊഫഷൻ വേറൊരു പ്രൊഫഷൻ കിട്ടില്ല. ഇപ്പോൾ ഒരു എഞ്ചിനീയർ, മെക്കാനിക്കൽ എഞ്ചിനീയർ, അയാൾ പ്രീമിയർ ടൈസിലെ എഞ്ചിനീയർ ആണെങ്കിൽ സിയാൽ എയർപോർട്ടിലെ മെക്കാനിക്കൽ എഞ്ചിനീയർ ജോലിയായിട്ട് യാതൊരു ബന്ധമില്ല. ഇതങ്ങനെയല്ല. അപ്പോൾ ആ ഒരു നെറ്റ്വർക്കിംഗ് ഈ പിള്ളേർക്കൊക്കെ ദ സിഗ്നിഫിക്കൻസ് ഓഫ് നെറ്റ്വർക്കിംഗ് അവരെ ഒന്ന് പഠിപ്പിക്കേണ്ടതാണ്. അതിനുള്ള ഒരുപാട് ബോഡീസ് ഉണ്ട്, ഞങ്ങളുടെയൊക്കെ തന്നെ ബോഡീസ് ഉണ്ട്. അപ്പോൾ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുതിലിരുന്നാലും, അപ്പം ഞാൻ ചെറുതിലിരിക്കുമ്പോഴും ഞാൻ എപ്പോഴും വലുതിനെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിനയവും എൻ്റെ ഒരു രീതിയും കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചെറുതാണെന്ന് തോന്നില്ല. മനസ്സിലായി? അതിലൊക്കെ പോയി ഇൻവോൾവ് ചെയ്ത് ആ കോൺഫറൻസ് പോവും, സീനിയേഴ്സുമായിട്ട് സംസാരിക്കും. സോ ഇപ്പോൾ അതിനൊക്കെ ഉള്ളൊരു നെറ്റ്വർക്കിംഗ് ഉണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് അപ്പോളോയിലൊരു ബോണസ് എന്തോ ഒരു എമൗണ്ട് കൈ കിട്ടിയപ്പോൾ, നമ്മളുടെയൊക്കെ സാലറി ഇത്രയും സാറിന് നല്ലോണം അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ അടുത്ത് എത്ര നീക്കിയിരിപ്പുണ്ടെന്ന് സാറിന് അറിയാം. അപ്പോൾ ഒരു ബോണസ് എന്തോ ഒരു തന്നപ്പോഴേക്കും സാറ് പറഞ്ഞു, NIPM എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഫഷണൽ ബോഡിയുണ്ട്. NIPM-ൻ്റെ മാർക്കറ്റിംഗ് അല്ല കേട്ടോ, എന്നാലും പറയുകയാണ്, എനിക്കൊക്കെ ഒരുപാട് എൻ്റെ കരിയറിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു ഫോറമാണ്. ഇപ്പോൾ ഗിരീഷ് സാറ് എൻ്റെ പാസ്റ്റ് ചെയർമാനും നാഷണൽ വൈസ് പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്ന ആളാണ് സാർ. അപ്പോൾ പറഞ്ഞു, ഈ ഒരു ഫോറം വിൽ ഹെൽപ്പ് യു ഔട്ട്. നമുക്ക് കിട്ടുന്ന എക്സ്പോഷർ എന്ന് പറയുന്നത് ഒരു കൺസോർഷ്യം, ഒരു HR ഹെഡ്സ് അല്ലെങ്കിൽ CHROസിൻ്റെ ഒരു പാനലിൽ നിന്ന് നമുക്ക് അവരുടെ മെൻറ്ററിങ് നമുക്ക് സപ്പോർട്ട് കിട്ടും. ചെറിയ ചെറിയ HR പ്രോജക്റ്റുകളിൽ നമുക്ക് വിസിബിലിറ്റി കിട്ടും. പിന്നെ നെറ്റ്വർക്ക്, യുവർ നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ് വർത്ത്. അത് പഠിപ്പിക്കാനൊക്കെ ഈ ഒരു ഫോറം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ എനിക്കൊക്കെ വോളണ്ടറിലി ഞാൻ താല്പര്യമില്ലാണ്ടിരിക്കുകയായിരുന്നു. എന്നുവെച്ചാൽ ചാലക്കുടിയിൽ വർക്ക് ചെയ്തിട്ട് എറണാകുളത്ത് മീറ്റിംഗ് വരണം. അപ്പോൾ അതിനും സാറ് കുഴപ്പമില്ല, ടാക്സി എടുത്ത് പോയി വന്നു എന്ന് പറഞ്ഞ് പോലും സപ്പോർട്ട് ചെയ്ത മാനേജർ. നെറ്റ്വർക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചെറിയ പിള്ളേരെയൊക്കെ അതൊരു കണ്ടന്റായിട്ട് തന്നെ. അതെ, നെറ്റ്വർക്കിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. You both have hired your fair share of juniors. എന്താണ് നിങ്ങളുടെ എക്സ്പെക്ടേഷനും വേഴ്സസ് വാട്ട് ജൂനിയേഴ്സ് കം ഇൻ വിത്ത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ്? എനിക്ക് പോസിറ്റീവ് അനുഭവമേ ഉള്ളൂ. ആക്ച്വലി റിവേഴ്സ് മെൻറ്ററിംഗ് എന്ന് പറയും. ഇവരുടെ നിന്ന് നമ്മൾ പഠിക്കുകയാണ് ഇൻ ദാറ്റ് സെൻസ് ഓഫ് ദ ടേം.
അതിനൊരു ചെറിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം വന്ന് കയറിയ ബോട്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻസിൻ്റെ ബോട്ടാണ്. ഈ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഒരു 6 മാസം പഠിച്ചു കഴിയുമ്പോൾ മനസ്സുകൊണ്ട് മനസ്സിലാവും യൂണിറ്റി ഈ സ്ട്രെങ്ത്. അതെ. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈഗോയ്ക്കൊന്നും യാതൊരു, രാവിലെ പോയി ജീവനോടുകൂടി വൈകിട്ട് പോകുന്നതിൻ്റെ വലിയ കാര്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് ഉയരാനായിട്ട് ഇവർക്കെല്ലാം പറ്റും. അതിന് their own way. എന്നുവെച്ചാൽ ചിലപ്പോൾ ഒരു പാവമാണ്. കാര്യം ഞാൻ അയാൾ മരിച്ചുപോയി, നമ്മുടെ ഇൻഫോസിസിൽ പോയിട്ട് മരിച്ചുപോയി. മറ്റേ ഒരു പാവം ഒരു HR ജോയിൻ ചെയ്തു. അതിൻ്റെ മുകളിലുള്ള ഒരു വികൃതിയാണ്. ഈ ആൾക്ക് പറഞ്ഞു കൊടുത്തു, ഇവിടെ ക്യാൻറ്റീനിൽ ഫുഡ് മോശമായിരിക്കും, അതുകൊണ്ട് നീ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ചമ്മന്തിയോ പിക്കിളോ കൊണ്ടുവരാൻ. ഈ പാവം പിറ്റേ ദിവസം ഒരു സ്റ്റീൽ കിണ്ണത്തിൽ ചമ്മന്തി ഉരുട്ടി അത് HR കൊന്നു കൊലവിളിക്കവിടെ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ചമ്മന്തി ഒരു സ്റ്റീൽ കിണ്ണമൊക്കെ എടുക്കുന്നു. ഞാൻ എന്താണെന്ന് ചോദിച്ചു. അല്ല സാറേ ഇതിങ്ങനെ കൊണ്ടുവന്നോളാൻ പറഞ്ഞു. മറ്റേ ചെറിയ തമാശ കളിച്ചാണോ ഒരു പാര വെച്ച് കൊടുത്താണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഷിബു അല്ലേ ഇഷ്ടമായിപ്പോയി അല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും അല്ല പിന്നെ ഫൈനലി ആൾ ഡിപ്പെൻഡ്സ് ഓൺ യുവർ ബോസ്. അതെ അതെ. നമുക്ക് നല്ലൊരു ബോസിനെ കിട്ടിയാൽ അത് വലിയൊരു ഭാഗ്യമാണ്. എസ്പെഷ്യലി ബിഗിനേഴ്സ്. ഇതൊക്കെ എൻകറേജ് ചെയ്യുന്നൊരു ബോസ് അല്ലെങ്കിൽ വലിയ പാടാണ്. ഈ ടീം മെമ്പേഴ്സിൻ്റെ ഒരു അനുഭവം, ഞാൻ 32 വയസ്സുള്ളപ്പോൾ 56 വയസ്സുള്ള ടീം മെമ്പർ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ചില ആൾക്കാർക്ക് ജൂനിയറായിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ അവരിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ എന്നുവെച്ചാൽ അവർക്ക് നമ്മളേലും കൂടുതൽ, നമ്മുടെ ഏജിനേലും കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാവും. അവരായിട്ട് കണക്ട് ചെയ്ത് വരാനൊക്കെ നമ്മൾ ജെനുവിൻലി ഇൻട്രസ്റ്റഡ് ആണെന്ന് അവർക്ക് ഫീൽ ചെയ്യാതെ നമുക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റില്ല. മേ ബി നമുക്ക് പേടിപ്പിച്ചോ ബഹളം എടുത്തോ നമ്മുടെ അതോറിറ്റി കാണിച്ചോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ബട്ട് ദാറ്റ്സ് ഡിഫറെൻറ്റ്. ആൻഡ് അവർ തോട്ട് പ്രോസസ് ഡിഫറെൻറ്റ്. ആൻഡ് ദ ജെൻസി ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. സാർ ഇപ്പോഴത്തെ എൻ്റെ ഇപ്പോൾ റീസെൻ്റ്ലി ഉള്ള ടീം മെമ്പേഴ്സിൻ്റെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു പെൺകുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, സർ ഐ ഹാവ് മൺഡേ ബ്ലൂസ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് എനിക്കിന്ന് ബിഞ്ച് വാച്ച് ചെയ്യാൻ തോന്നുന്നു, നെറ്റ്ഫ്ലിക്സിൽ ഈ സീരീസ് ഇറങ്ങിയിട്ടുണ്ട്, എനിക്ക് വീട്ടിലിരുന്നത് കാണണം എന്ന് തോന്നുന്നു, പക്ഷേ അത്യാവശ്യം വന്ന കോൾസൊക്കെ ഞാൻ എടുത്തോളാം, പക്ഷെ എനിക്ക് ഭയങ്കര മടി ഓഫീസിൽ വരാൻ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എടുത്തത് ശീലമാക്കണ്ട കേട്ടോ, പക്ഷെ എടുത്തോന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് ഞാൻ മനസ്സിലുദ്ദേശിച്ചത്, സന്തോഷിച്ചൊരു ഫാക്ടർ, ആൾ ട്രൂത്ത് പറഞ്ഞു. സത്യമാണ്. ഇപ്പം പറയാം എനിക്ക് പനിയാണ്, തലവേദനയാണ്, വയറുവേദനയാണ് എന്ന് ഒരു ടീം മെമ്പർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം ഞാൻ കൾച്ചർ ചെയ്തത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് സത്യം പറഞ്ഞല്ലോ, ദാറ്റ് ഈസ് ഗുഡ്, പക്ഷേ ശീലമാക്കണ്ട എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അവരുടെ ഒരു തോട്ട് പ്രോസസ്സ് നമ്മുടെ ഈ മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറിയൊക്കെ പറയില്ലേ, നമ്മുടെ ഫിസിയോളജിക്കൽ ഈ പല നീഡ്സ് ഉണ്ടാവും. ഇവരെല്ലാവരും എസ്റ്റീം നീഡിൽ നിൽക്കുന്ന ആൾക്കാരാണ്. എന്ന് വെച്ചാൽ പല ആൾക്കാരുടെയും ബേസിക്കും അവരുടെ സേഫ്റ്റിയും സോഷ്യലും അതൊക്കെ എല്ലാം അവരുടെ പാരൻസും ചിലപ്പോൾ ഗ്രാൻഡ് പാരൻസെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവർക്ക് വേണ്ടത്, ഇവർക്ക് നമ്മൾക്കൊരു പർപ്പസ് കൊടുക്കാൻ പറ്റണം. അപ്പോൾ ഇവർ ഓക്കെ 9 to 5 എൻ്റെ 5 മണിക്ക് പോകണതല്ല എൻ്റെ ഇത്, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ സ്ട്രെച്ച് ചെയ്യണം. അപ്പോൾ ഈ പറയുന്ന ജെൻസി തന്നെ എൻ്റെ കൂടെ വീക്കെൻഡ് ഇരുന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ സ്ഥിരം വീക്കെൻഡ് ഉണ്ടാക്കാണ്ടിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതൊക്കെയാണ് നമ്മളുടെ കമ്മിറ്റ്മെൻറ്റ്. അപ്പോൾ ഈ പുതിയ ആൾക്കാരെ നമ്മൾ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ സാർ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ നമ്മൾ അവരുടെ അടുത്ത് പഠിക്കും. ഇപ്പോൾ വളരെ ചലഞ്ചിങ് ആയിട്ട് എനിക്ക് ഉണ്ടായിരുന്ന കുറച്ച് ടാസ്കുകൾ ഇവർ ഭയങ്കര ഈസി ആക്കിയിട്ടുണ്ട് അവരുടെ ടെക്നോളജിക്കൽ ആക്യുമെൻ കൊണ്ട്. അപ്പോൾ അത് നമ്മൾ ചെറുതായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യാം. പിന്നെ ഒരു ഫെയിലിയറിനെ അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്കിനെ നമ്മൾ തളർത്താതെ അല്ലെങ്കിൽ അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു കൾച്ചർ കൊണ്ടുവരാൻ പറ്റിയാൽ, എൻ്റെ ഒരു ബൈ ആൻഡ് ലാർജ് എക്സ്പീരിയൻസ് കൊണ്ട് സെലിബ്രേറ്റ് ദ ഫെയിലിയേഴ്സ് ചെറുതാണെങ്കിലും, അപ്പോൾ അവർക്ക് പിന്നെയും ട്രൈ ചെയ്യാനും ഫെയിൽ ചെയ്യാനും ഉള്ളൊരു ആർജവം ഉണ്ടാവും. എന്തെങ്കിലും പുതിയത് ചെയ്ത് അത് ഫെയിൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴ്സ് കണ്ടതിൽ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അത് പഠിപ്പിക്കുന്നതെന്നല്ല, അതിൽ 2 ഫാക്ടറാണ്, റെസ്പെക്റ്റ് ആൻഡ് അപ്രീസിയേഷൻ. മനസ്സിലായില്ലേ? ഈ അപ്രീസിയേഷൻ ചെയ്യാൻ നല്ല കഴിവ് വേണം. ജെനുവിൻ ആയിട്ട് ചെയ്യണം. സാർ പറഞ്ഞ പോലെ വെറുതെ ഹോളോ ആയി പോരുത്. ജെനുവിൻ ആയിട്ട് ഫ്രം ദ ഹാർട്ട് വരണം. നമുക്ക് ഒന്ന് കണ്ടാൽ, അതുകൊണ്ട് അവരുടെ ഒരു കോഴ്സിൽ അതും പഠിപ്പിക്കണം. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. അതിൽ ഞാൻ നോക്കിയിട്ട് ഈ 2 കാര്യമേ ഉള്ളൂ, റെസ്പെക്റ്റ് ആൻഡ് അപ്രീസിയേഷൻ. ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക്, വെരി വെരി സ്പെസിഫിക്. ആൻഡ് ഈ ന്യൂജനൊക്കെ കൊടുക്കുന്ന ഫീഡ്ബാക്ക് ആണെങ്കിലും ദാറ്റ് ഷുഡ് ഓൾസോ ബി വെരി സ്പെസിഫിക്.
ഇപ്പോൾ വെറുതെ വിളിച്ചിട്ട് നിങ്ങൾ ചെയ്യണത് ശരിയല്ല, നിങ്ങളുടെ വർക്ക് ശരിയല്ല എന്ന് പറഞ്ഞാൽ വാട്ട് യു മീൻ എന്നുള്ളതായിരിക്കും നമുക്ക് കിട്ടുന്ന റെസ്പോൺസ്. അല്ല, പിന്നെ അപ്പോൾ ഹ്യൂമൻ സെൻസിറ്റിവിറ്റി. ആ ഇപ്പം ഞാൻ എൻ്റെ പുതിയ ഡ്രൈവറാണ്. എൻ്റെ മറ്റേ ഡ്രൈവർക്ക് ഞാൻ വേറൊരു ജോലി വാങ്ങിച്ചു കൊടുത്തു. ഇൻസിഡൻ്റലി ഹീസ് എ മുസ്ലിമാണ്. ഇവരെ മുസ്ലിം അല്ലേ? ആ. അപ്പം ഇയാൾ ഭയങ്കര ഭക്തനാണ്. ഈ ഭക്തി കാരണം ഞാൻ ഇങ്ങനെ ചിലപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ ആലോചിക്കുമ്പോൾ അയാളുടെ ഒരു നല്ല വശമാണ്. മനസ്സിലായില്ല, അയാൾ വേറെ കള്ളുപിടിക്കുന്നില്ല, വേറെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ എന്താ ആകപ്പാടെ ലിറ്റിൽ ബിറ്റ് വാട്ട് ഐ ഷുഡ് ഡു. അപ്പം ഞാൻ വിചാരിച്ചത് റംസാന് മുമ്പാണ് എൻ്റെ അടുത്ത് വന്നത്. ഞാൻ വിചാരിച്ചത് റംസാൻ കൊണ്ട് അവസാനിക്കുമെന്ന് വിചാരിച്ചു. ഇപ്പം എനിക്ക് മനസ്സിലായി വെള്ളിയാഴ്ച വളരെ സെൻസിറ്റീവാണ്. അപ്പം ഞാനിപ്പോൾ എൻ്റെ പ്രോഗ്രാം തന്നെ വെള്ളിയാഴ്ച അതനുസരിച്ചേ ചെയ്യുള്ളൂ. എ സ്മോൾ തിങ്, ഉം. വാട്ട് ഈസ് ദെയർ. വൈഫ് കൊണ്ട് ഒരു കുഞ്ഞുണ്ട്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ഇന്നോവേറ്റീവ് ഐഡിയ തോന്നി. ഞാൻ പറഞ്ഞിടത്ത് എനിക്ക് 2 പ്രാവശ്യം ശമ്പളം തരും. 15-ാം തീയതി ആദ്യത്തെ ഹാഫ് ശമ്പളം തരും. അപ്പോൾ ഇന്ന് രാവിലെ കൊടുത്തു. ഉം. 30-ാം തീയതി ബാക്കി തരും. അപ്പോൾ ഇറ്റ് വിൽ ബി എ ഹെൽപ്പ് ഫോർ യു. ആ ചെറിയ ശമ്പളത്തിൽ ജീവിക്കുന്നതിന് അതൊരു ഇറ്റ് വിൽ ബി എ റിയൽ ഹെൽപ്പ്. അതെ അതെ അപ്പോൾ എനിക്ക് എന്നെ തന്നെ ഇഷ്ടപ്പെട്ടു ഐഡിയ. അപ്പോൾ ഞാൻ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഇന്ന് രാവിലെ അയക്കുകയും ചെയ്തു. അല്ല, ഇതിൻ്റെയൊക്കെ ഫൗണ്ടേഷൻ ഇസ് ദാറ്റ് കെയർ ഫോർ ഹ്യൂമൻ, അല്ലെങ്കിൽ കെയർ ഫോർ ദറ്റ് ഫെലോ പേഴ്സൺ, റൈറ്റ്? ഈ സൈമൺ സിനേക്കിനെ അഗെയിൻ കോട്ട് ചെയ്യും, നമ്മളുടെയൊക്കെ ഒരു ഫേവറേറ്റ് തോട്ട് ലീഡറാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ US മെറീൻ കോർപ്പിൽ പറയുന്നത് ഒരു എക്സ്ട്രീം ഹൈ പെർഫോമിങ് ആൾ ഒരു സൈഡിലുണ്ട്, ഒരു മോഡറേറ്റ് പെർഫോമർ പ്ലസ് ഹൈ ട്രസ്റ്റ് ആളുണ്ടെങ്കിൽ ഈ ഹൈ ട്രസ്റ്റ് ആൾക്കായിരിക്കും കൂടുതൽ വാല്യൂ വരുന്നത്. ഇറ്റ്സ് അബൌട്ട് യു ജസ്റ്റ് നീഡ് ടു ടേക്ക് കെയർ ഓഫ് ദ പേഴ്സൺ ഓൺ യുവർ റൈറ്റ് ആൻഡ് ദ പേഴ്സൺ ഓൺ യുവർ ലെഫ്റ്റ്. അപ്പോൾ ഇതൊക്കെ നമ്മളെങ്ങനെ ഒരു കോഴ്സ് കണ്ടന്റിൽ ഡിസൈൻ ചെയ്യും എന്നുള്ളത് ഒക്കെയാണ് ഇനി എങ്ങനെ നമുക്ക് പുതിയ ഒരു ലേണിംഗ് കണ്ടന്റ് ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു സ്നിപ്പെറ്റ്. അതെ, റെസ്പെക്റ്റൊക്കെ ചെയ്യാൻ പറ്റും. ഒരു കഥ കൂടെ ഞാൻ പറയാം. ഞാൻ ഒരു ട്രിവാൻഡ്രത്ത് ജോയിൻ ചെയ്തിട്ട് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു സുരേന്ദ്രൻ എന്നാണ് പേര്. അയാൾ പറഞ്ഞു, സാറേ നമുക്ക് ഒരു കമ്പനിയിലൊരു പ്രത്യേക ഞാൻ എന്നോട് പറയാണ് ഗ്രാറ്റുവിറ്റി സ്കീം ഉണ്ടാക്കണം. ഞങ്ങളുടെ എന്താണെന്ന് ചോദിച്ചു. അതല്ല, ഈ ഒരാൾ ജോലി കയറി 1-2 കൊല്ലം കഴിഞ്ഞ് മരിച്ചു പോയാൽ ഗ്രാറ്റുവിറ്റി കിട്ടത്തില്ല. അതാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അതാണ്. ഞാൻ ഒരാഴ്ചയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു അങ്ങനെയല്ലല്ലോ, 5 കൊല്ലത്തെ ക്വാളിഫിക്കേഷൻ മരണത്തിന് ബാധകമല്ല. മരണം എപ്പോൾ മരിച്ചാലും കിട്ടും. ഇവ ഉടനെ പറയണം, സാറേ എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ കിട്ടിയില്ല. അപ്പം ഞാൻ വീട്ടിലായില്ലേ, അച്ഛൻ എക്സ് എംപ്ലോയി ആണ്. നമ്മളിതൊന്നും അറിയുന്നില്ലല്ലോ. ഞാൻ 2 ദിവസം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ബോസിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, അത് താപ്പർ ഗ്രൂപ്പിൻ്റെ കമ്പനിയാണ്. അങ്ങനെ പറഞ്ഞതെന്നറിയാമോ, ദിസ് കമ്പനി ഈസ് നോട്ട് ദെയർ ടു സ്നാച്ച് സം മണി ഫ്രം പീപ്പിൾ. യു ജസ്റ്റ് റൈറ്റ് ടു ഹെഡ് ഓഫീസ്, വിത്തിൻ മിനിറ്റ്സ് ദേ വിൽ അപ്രൂവ്. അന്ന് 2500 രൂപയാണ്. ഞാൻ 81 കഥയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ബോസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിലായില്ല. ഇവനാണെങ്കിൽ അവിടുത്തെ ട്രേഡ് യൂണിയൻ ലീഡറാണ്. പിന്നെ എൻ്റെ പാൻറ് കളയും. എന്താണ് സാറിന് ഇപ്പോഴത്തെ ഒരു have been interacting with students who join Eximia right after college? What difference do you think they have in attitude towards the job? എൻ്റെ അടുത്ത് ഫ്രാങ്കായിട്ട് പറഞ്ഞാൽ എനിക്ക് ഈ ജനറേഷനുകൾ തമ്മിലൊന്നും വലിയ വ്യത്യാസം ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു തിയറി. ഞാൻ ചിലപ്പോൾ ഒരു എക്സ്ട്രീം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളായിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഫാമിലിയിൽ തന്നെ പലർക്കും ഈ അപ്പോളോ ടൈൽസിൽ തന്നെ ജോലി കൊടുത്തിട്ടുണ്ട്. ദ വേ ദേ ആർ ഡെഡിക്കേറ്റഡ്, സോ ഗുഡ്. ഇപ്പം ഈ കഴിഞ്ഞ ഞായറാഴ്ച എനിക്കൊരു ആദിയുടെ ഷോ ഉണ്ടല്ലോ, മെൻ്റലിസ്റ്റ് ആദിയുടെ. എനിക്ക് ഞാനും വൈഫിനും കൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. 7160 രൂപ ടിക്കറ്റാണ്. ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, നീയും വൈഫും കൂടെ പുറകെ പോകും. യുനോ വാട്ട് ഈസ് സെറ്റ്, എനിക്കന്ന് ബി ഷിഫ്റ്റാണ്, സെക്കൻഡ് ഷിഫ്റ്റ്, പോകാൻ പറ്റില്ല എന്ന് സി. അതുകൊണ്ട് ഈ പണ്ടും പിന്നെ ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നം ഞാൻ കാണുന്നത് ഈ ന്യൂക്ലിയർ ഫാമിലി നിന്ന് വരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഇതേമാതിരി നാടൻ ശീലങ്ങളൊന്നും പഠിക്കാതെയാണ് വരുന്നത്. നമ്മളിപ്പോൾ ഞങ്ങളൊക്കെ ഒരുപാടുള്ളവരുടെ ഫാമിലിയിലാണ്. ഇപ്പോൾ രാത്രി ഗസ്റ്റ് വന്നാൽ 9-10 മണിയാകുമ്പോൾ നമ്മുടെ പില്ലോ പോവും. മനസ്സിലായിട്ട് നമ്മൾ തറയിലാണ് കിടക്കുന്നത്, പില്ലോ വിൽ വാനിഷ്. കാര്യം പ്രയോറിറ്റി അനുസരിച്ച് പോവും. ഇപ്പം അങ്ങനെയല്ല. ആ ഒരു അഫ്ലുവൻസിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് ഈ തലമുറയ്ക്കുണ്ടെന്നാണ് എന്നെ കിണ്ടി ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത്. അതിന് ആ ഷെയറിങ് അത് അവർക്ക് എക്സ്പോസ്ഡ് അല്ല. പക്ഷെ അല്ലെങ്കിൽ പണ്ടും തല്ലിപ്പൊളികളുണ്ട്, ഇപ്പോഴും തല്ലിപ്പൊളികളുണ്ട്. അപ്പം പിന്നെ ഈ MDMA ഡ്രഗെല്ലാം ഉണ്ടാകും.
അത് സൊസൈറ്റിയിൽ കുറച്ച് കൂടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു തലമുറയെ അങ്ങനെ എഴുതി തള്ളാൻ ഐ എം നോട്ട് ഡെഫിനറ്റ്ലി വില്ലിങ്. ഇപ്പൊ കുറെ ഇപ്പത്തെ HR folks have to manage at least 3 different generations. അതെ 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 അതെ. സത്യമാണത്. അവർ ദേ ആർ ഡൂയിങ് എ മച്ച് ബെറ്റർ ജോബ് ദാൻ അസ്. ഇതിനകത്ത് ജനറേഷൻ മാത്രമല്ല, ജിഗ് എംപ്ലോയീസ്, പ്ലാറ്റ്ഫോം എംപ്ലോയീസ്, കോൺട്രാക്ട് എംപ്ലോയീസ്, ഔട്ട്സോഴ്സ്ഡ് എംപ്ലോയീസ്, അതെ. പെർമനൻ്റ്ലി ടെമ്പററി എംപ്ലോയീസ്, അതെ, പെർമനൻ്റ്ലി ടെമ്പററി, അല്ലേ? ടെമ്പററി. വെരി ട്രൂ കേട്ടോ, വെരി ട്രൂ. അവർ ദേ ആർ ആക്ച്വലി ഡൂയിങ് എ ബെറ്റർ ജോബ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വ്യത്യാസമുണ്ട്, ശരിക്കും നല്ല വ്യത്യാസമുണ്ട്. ഹൗ ദേ സീ വർക്ക്, ഹൗ ദേ പെർസീവ് ദർ വാല്യൂ എന്നൊക്കെ ഉള്ളത് ഭയങ്കര ഇതാണ്. എഗെയിൻ ഗിരി സാർ പറഞ്ഞ കാലഘട്ടത്തിൻ്റെ ഒരു നീഡുണ്ട്. ഇപ്പോൾ ആ പഴയ കാലഘട്ടത്തിൽ പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുക്കാനുണ്ട്, വീട് പണിയാനുണ്ട്. ജോബ് ഈസ് എ നെസസിറ്റി ഫോർ മീ, റൈറ്റ്? എനിക്ക് ഈ ജോബ് ഇല്ലെങ്കിൽ എനിക്ക് എക്സിസ്റ്റൻസ് ഇല്ല. നമ്മളുടെ എക്സിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദിസ് കമ്പനി എന്ന് പറയുന്ന ഒരു ഫാക്ടറിലുള്ള ഒരു ഫാക്ടർ ആ ഒരു കാലം മാറി. ഇപ്പോൾ എന്ന് പറയുന്നത്, ഇഫ് യു ആർ നോട്ട് ടേക്കിംഗ് കെയർ ഓഫ് മീ, ഐ നോ ദർ വിൽ ബി സംബഡി ഹു ടേക്സ് കെയർ ഓഫ് മീ. ആ കുട്ടികൾക്കൊക്കെ ആ ധാരണയുണ്ട്. ഇപ്പം നമ്മളുടെ ദർ വിൽ ബി പോളിസീസ്, ദർ വിൽ ബി പ്രൊസീജിയേഴ്സ്, ബട്ട് യു ആസ് എ മാനേജർ ക്യാൻ ബ്രിങ് ഇൻ എ ലോട്ട് ഓഫ് ഹൈപ്പർ സ്പെഷ്യലൈസേഷൻ. സോ നൗ ഇസ് ദ ഇറ ഓഫ് ഹൈപ്പർ സ്പെഷ്യലൈസേഷൻ. അപ്പോൾ ഇത് അവരെയല്ല പറയേണ്ടത്. യു വിൽ ഹാവ് ടു ഇൻട്രോസ്പെക്റ്റ് യുവർ സെൽഫ്, റൈറ്റ്? ഇപ്പോൾ എൻ്റെ ഒരു എനിക്ക് തന്നെ കിട്ടിയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ രാവിലെ എണീക്കാൻ മടിയുള്ള ആളാണ്. അപ്പോൾ എൻ്റെ മാനേജർ എനിക്ക് രാവിലെ ഫ്ലെക്സിബിലിറ്റി തന്നു. ഒരു ഉദാഹരണം പറയുകയാണ്. എനിക്ക് ഈ ജോലിയിൽ നിന്ന് മാറാൻ വേറൊരു ജോലി കിട്ടിയാലും ഞാൻ ആലോചിക്കുന്നത്, എനിക്കിപ്പോൾ കിട്ടുന്ന ഈ ഒരു സമാധാനവും ഞാൻ പറയും, വളരെ ചെറിയ കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ ഞാൻ ഓഫീസിലെത്തണത് 11, 11:30, 12, 12:30. ഞാൻ ഇറങ്ങുന്നത് ഇപ്പോൾ 11, 12, 1 മണി അങ്ങനെയായിരിക്കും. അത് ഇവരാരും എൻ്റെ അടുത്ത് ഇതുവരെ ചോദിച്ചിട്ടില്ല. രാവിലെ 10:30 ബിസിനസ് കോളിൻ്റെ ഇടയ്ക്ക് ബോസ് ചോദിക്കുന്നത് എണീറ്റോ, അല്ലെങ്കിൽ നീ ഓക്കെ ആണോ? അപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് രാവിലെ എൻ്റെ വൈഫ് വർക്കിംഗ് ആണ്, IBMൽ വർക്കിംഗ് ആണ്. കുട്ടീനെ സ്കൂളിലാക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ രാവിലത്തെ ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ എനിക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും സമാധാനത്തോടെ ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. ഒരു ജോലിയുടെ ഇടയ്ക്ക് ഓടിപ്പടച്ചിട്ടല്ല ചെയ്തത്. പക്ഷെ എനിക്കത് ഭയങ്കര വാല്യൂ ഉള്ള ഫാക്ടറായിരുന്നു. ആൻഡ് എൻ്റെ ഒരു ടീം മെമ്പർ ഉണ്ട്, ആൾക്ക് ആളുടേതായിട്ടുള്ള കുറച്ച് ചോയ്സസ് ഉണ്ട്. എനിക്കെപ്പോൾ ആ സമയം അറിയാം, അപ്പോൾ ഞാൻ ആ സമയത്ത് ആളെ വെറുതെ വിട്ടേക്കും. ഒരാൾക്ക് നേരെ മറിച്ച് കറക്റ്റ് 5 മണിക്ക് പോകേണ്ടതുണ്ട്, വീട്ടിൽ ചെന്ന് കുട്ടികൾ ഇത് നോക്കേണ്ടത്. ആളെ ആ 5 മണി കഴിഞ്ഞാൽ വിളിക്കാതിരിക്കുക. ഇപ്പോൾ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ തലേ ദിവസം അസൈൻ ചെയ്തിട്ട് ടുമോറോ മോർണിംഗ് അറ്റ് 9 ഇത് ചെയ്യുക, ഒരു 10:30, 11 ഇത് എനിക്ക് മെയിലിൽ വേണം എന്ന് നമുക്ക് പറയാമല്ലോ. ഇന്ന് നിങ്ങൾ വൈകുന്നേരം 5 to 9 ചെയ്യണമെന്ന് പറയുന്ന പോലെ. അപ്പോൾ നോ യുവർ ടീം മെമ്പേഴ്സ്, നോ ദെയർ പൾസ്. ആ ഒരു ഹൈപ്പർ സ്പെഷ്യലൈസേഷൻ ഇല്ലെങ്കിൽ യു കനോട്ട് ബി എ ബെറ്റർ ലീഡർ. ഐ മീൻ യു കനോട്ട് ബി എ ലീഡർ, യു ക്യാൻ ബി എ മാനേജർ ബൈ ഡെസിഗ്നേഷൻ. നമുക്ക് മാനേജർ ആവാൻ പറ്റും, നമുക്ക് 5, 10, 1000 പേരെ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾക്ക് വേണ്ടി അവരുടെ ലൈഫും അവരുടെ ടൈമും തരണമെങ്കിൽ നമ്മൾ അവരെ വാല്യൂ ചെയ്യണം. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ എന്തായി അച്ഛൻ്റെ ആ ഹോസ്പിറ്റലൈസേഷൻ എന്തായി? ഇന്നായിരുന്നില്ലേ കീമോ ഉണ്ടായിരുന്നത്, എന്തായി? നമ്മൾ ജോലിയുടെ ഇടയ്ക്ക് ഒഫീഷ്യൽ കോള് 11 മണിക്കുണ്ടെങ്കിൽ 10:55 വിളിച്ചിട്ട് ഈ കാര്യം ചോദിച്ചു നോക്കിയോ. അല്ല, ചിലരുടെ ഒരു കഴിവ്. ഇന്ന് എൻ്റെ കൂടെ ഭയങ്കര പഠിച്ച ഒരാൾ ഒരു ബൈപ്പാസ് സർജറി 14-ാം തീയതി, ഇന്നിപ്പം 16 15, അപ്പോൾ 14 ഇന്നലെയാണ് വരുന്നത്. അപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ആരെങ്കിലും ഈയിടയ്ക്ക് ബൈപ്പാസ് കിടന്ന് ആരെങ്കിലും അറിയാമോ? അപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവ് അപ്പോളോ ടയർസിൽ 3 മാസം മുമ്പേ ബൈപ്പാസ് നടത്തി, ഈസ് ബാക്ക് ഇൻ ടു ജോബ്. അവൻ ഇന്ന് എന്നെ വിളിച്ചു, സാറേ മറ്റേ സ്റ്റീഫൻ സാറിൻ്റെ 14-ാം തീയതി ആയിരുന്നില്ലേ? അല്ല, എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടത്. അല്ല, ഞാനും ഐ റിമെമ്പേർഡ്. പക്ഷേ ജോസ് ചാക്കോ പരിയപ്പുറം സാറിന് സുഖമില്ലാത്തതുകൊണ്ട് ഇറ്റ് ഈസ് പോസ്റ്റ്പോൺ ടു 17th. അപ്പം അതെനിക്കറിയായിരുന്നു. ഹി ഹാഡ് മെസ്സേജ് മീ. അല്ല, അപ്പം എനിക്ക് മറ്റേവൻ്റെ ആക്ട് ഇഷ്ടപ്പെട്ടു. കാര്യം ഇവർ തമ്മിൽ ഇൻട്രാക്ട് ചെയ്തു. ഇവൻ ഹി വാസ് എ വെരി ഗുഡ് കൗൺസിലർ ഫോർ ഹിം, ഹൗ ടു ഗോ അബൌട്ട്. നന്നായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പം എന്നിട്ട് അവൻ ഓർമ്മിച്ച് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴാണ് ചോദിച്ചത്, സ്റ്റീഫൻ സാറിൻ്റെ 14-ാം തീയതി അല്ലായിരുന്നോ? ഞാൻ മറുപടി അയച്ചില്ല, ഇങ്ങോട്ട് കയറിയോട്ട് അയച്ചില്ല. അല്ല, ഞാൻ പറയണത്. അപ്പോൾ ദർ ഈസ് സ്കോപ്പ് ഫോർ ഹ്യൂമൻ ടച്ച് ഇൻ എവരി വർക്ക്. അത് ഭയങ്കര ഇറ്റ് ക്യാൻ വർക്ക് വണ്ടേഴ്സ്. ഇപ്പോൾ എൻ്റെ ഒരു ഫിനാൻസ് ടീം മെമ്പർ ഉണ്ടായിരുന്നു. ഇവൻ മറ്റേ നമ്മൾ കുതിരയുടെ കണ്ണിൽ കെട്ടിയിട്ട് ഓടിക്കില്ലേ, അതുപോലത്തെ ആളാണ്. എന്താണോ സ്ട്രക്ചർ, എന്താണോ സിസ്റ്റം, അത് മാത്രമേ ചെയ്യുള്ളൂ. അത് ഹെഡ് ഓഫ് ഓപ്പറേഷൻ ആണെങ്കിലും അതിൻ്റെ മുകളിലുള്ളവരോടാണെങ്കിലും പറ്റില്ല സാർ, ഇതാണ് ടൈം ലൈൻ. കസ്റ്റമർ അടുത്ത് ചെന്നിട്ട് ഇവൻ പറയും, ഇതായിരുന്നു പേയ്മെൻറ്റ് ഡേറ്റ്, ഇതെന്തായി? അപ്പോൾ ആളുടെ പീപ്പിൾ സ്കിൽ ഇസ് 0.
അപ്പോൾ എല്ലാവർക്കും ചുറ്റുന്നും കംപ്ലയിൻറ്റ് വരാൻ തുടങ്ങി. ഇവന് ഒരു ദിവസം ഇവൻ്റെ വൈഫ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഞാൻ നാച്ചുറലി ഈ ലേറ്റായിട്ട് പോകുന്ന ആളായതുകൊണ്ട് തന്നെ 12 മണിക്ക് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ ഇവൻ വിളിച്ചിട്ട്, സാർ ഇവിടെ വൈഫ് പെട്ടെന്ന് ഇവൻ ഹൈപ്പർ വെന്റിലേറ്റ് ചെയ്യാണ് പേടിച്ചിട്ട്. വൈഫ് ഹോസ്പിറ്റലാണ്, ഇൻഷുറൻസ് ഇത് വർക്ക് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു ഞാൻ അരമണിക്കൂറിൽ എത്താമെന്ന്. നമ്മൾ ഓഫീസിലുണ്ടല്ലോ, ഞാൻ വീട്ടിലേക്ക് പോകുന്നതിന് പകരം എനിക്കൊരു 20-40 കിലോമീറ്റർ കൂടുതൽ ഓടണം. എൻ്റെ വീട് ദേവനഹള്ളി സൈഡാണ്, ഇത് യലഹങ്കയാണ്. ഞാൻ ആ രാത്രി 12:30ക്ക് ആ ഹോസ്പിറ്റലിൽ പോയത് ഈവൻ ആ പഞ്ചായത്തിലും ആ കമ്പനിയിലും കമ്പനിയുടെ എല്ലായിടത്തും നടന്ന് പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല, ഇവൻ്റെ ഒരു ഓവറോൾ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് കമ്പനി ചേഞ്ച് ചെയ്തു പോയി. ഒറ്റ ആക്റ്റാണ്. അവൻ പറയുന്നതെന്ന് വെച്ചാൽ, രാത്രി 12:30ക്ക് എൻ്റെ HR ഹെഡ് വന്നു, ഇൻഷുറൻസ് ഡെസ്കിൽ സംസാരിച്ചു, എന്നെ ചെയ്തു, എൻ്റെ വൈഫിനെ കണ്ടിട്ട് കൺസോൾ ചെയ്തു, എന്തുണ്ടെങ്കിലും നമ്മൾ കൂടെ ഉണ്ട് ട്ടോ എന്നൊരു വാക്ക് പറഞ്ഞു. ഇതിൽ കൂടുതൽ എനിക്ക് എന്താ വേണ്ടത്? അപ്പോൾ കമ്പനി ക്ലോസ് ചെയ്തപ്പോൾ വേറൊരു പയ്യനുണ്ട്. അവൻ ഫിൽത്തി റിച്ചാണ്. ഇവിടെ ദേവനഹള്ളിയിൽ നമ്മുടെ രംഗണ്ണ എന്ന് പറയുന്ന പോലത്തെ ഒരു കഥാപാത്രമാണ്. ഈ എയർപോർട്ടിൻ്റെയൊക്കെ സൈഡിൽ കുറേ പ്രോപ്പർട്ടിയൊക്കെ ഉള്ളതാണ്. നമ്മുടെ എല്ലാവരുടെയും നെറ്റ്വർത്തിൽ കൂടുതലുണ്ടാവുന്ന ഒരാളുടെ ജൂനിയർ ടീം മെമ്പറാണ്, ഡ്യൂട്ടി മാനേജറാണ്. അവൻ്റെ ഒരു കല്യാണം ഒരു പെട്ടെന്ന് റണ്ണവേ ബ്രൈഡ് ഭയങ്കര സംഭവം കല്യാണമായിരുന്നു. നമുക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ആനന്ദിന്റെ കല്യാണം അങ്ങനെയായിരുന്നു. ഞങ്ങൾ മിനിറ്റ് മോണിറ്റർ ചെയ്ത് അതൊരു വലിയ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആയിരുന്നു. അതിനൊരു പോഡ്കാസ്റ്റ് പോരാ. എന്നിട്ട് ചുരുക്കി പറഞ്ഞാൽ ഈ പയ്യൻ്റെ വൈഫ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഡെലിവറി ആയിരുന്നു. അപ്പോൾ ഞാൻ അന്ന് രാത്രി വിളിച്ചു എന്ന് പറയണു അവൻ, എനിക്ക് ഓർമ്മയില്ല. വിളിച്ചിട്ട് പറഞ്ഞു, ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്തെങ്കിലും വേണോ? എങ്ങനെയാണ് നിൻ്റെ ഇത്? സാലറി അഡ്വാൻസ് ആയിട്ട് വേണോ? അല്ല, നിനക്കിപ്പോൾ വേണമെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ ഇത്രയുണ്ട്, നിനക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇമീഡിയറ്റ് സപ്പോർട്ടിനുണ്ടാവും, ജസ്റ്റ് കോൾ അവേ എന്ന് പറഞ്ഞു. ഈ കമ്പനി ക്ലോസ് ചെയ്ത ദിവസം, ഈ ക്ലോഷറിൻ്റെ സമയത്ത് നമ്മൾ ഈ ആക്ടിവിറ്റീസൊക്കെ പറഞ്ഞ ആൾക്കാരെ പരിചയപ്പെട്ടപ്പോൾ ഇവൻ ഇത് പറഞ്ഞ് കരയാൻ തുടങ്ങി. ഓരോരുത്തരും അവരവരുടെ ചെറിയ ചെറിയ കഥകളാണ് പറയുന്നത്. പക്ഷേ ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇത് പിന്നീട് ഓർക്കുന്ന വിചാരിച്ച് ചെയ്യണമല്ല. നമ്മളൊരു ഇപ്പോഴത്തെ തലമുറയെ ഇന്റൻഷനലി പറ്റി ഹ്യൂമൻ നിങ്ങളുടെ അഭിപ്രായം കണക്ട്. എന്താണ്? ഈ പറഞ്ഞ പോലെ തന്നെ ഹൈറാർക്കി ഓഫ് നീഡ്സില് വേ അബവ് ആയതുകൊണ്ട് അവരോട് സംസാരിക്കേണ്ട രീതി വേറെയാണ്. അതാ, കമാൻഡ് ആൻഡ് കൺട്രോൾ വിൽ നോട്ട് വർക്ക്. Control won't work. They need to know why they are doing it. Purpose Yeah, why very they clear. are Why doing should it. be very clear. ഇപ്പം ഞാനിപ്പോൾ ഞങ്ങളുടെ അവിടെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ 22 സ്റ്റേറ്റിൽ നിന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നവരൊക്കെ ദേ സീ ഇറ്റ് ആസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇവിടെ നിന്നൊരു ജോലിയും കൂടെ കിട്ടി പോകുന്നതാണ് അവൻ്റെ സ്വപ്നം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഈ വർഷമാണെങ്കിൽ ഒരു 75% ആൾക്കാരെ പ്ലേസ്ഡ് ആയിട്ടുള്ളൂ. ആ 25%ഉം ഭയങ്കര ടെൻഷനിലാണ്. പാവം, അവരുടെ മുഖവും അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് നമുക്കാണെങ്കിൽ ഇത് അറിയാവുന്നതുകൊണ്ട് അവരുടെ മുഖം കാണുമ്പോൾ മനസ്സിലാവും. ആ ഒരു പ്രഷറുണ്ട്. പിന്നെ ഇപ്പോൾ ചുറ്റും ഒരു നന്മ കുറഞ്ഞു പോയില്ലേ, അതുകൊണ്ട് Transactional എന്നുവെച്ചാൽ ഒരാൾ മറ്റേ വിജയമേനോൻ പറഞ്ഞതാണ്, ശബരിമലയിൽ ആൾ കൂടുതൽ, പിന്നെ ഹജ്ജിന് ആൾ കൂടുതൽ, അപ്പം മലയാറ്റൂർ പള്ളിയിൽ ആൾ കൂടുതൽ, എന്നിട്ട് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അപ്പോൾ വിജയമേനോൻ പറഞ്ഞത് റിലീജിയോസിറ്റി ഹാസ് ഇൻക്രീസ്ഡ് ബട്ട് നോട്ട് സ്പിരിച്വാലിറ്റി. റൈറ്റ്. അതാണ് അതിൻ്റെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. പിന്നെ എന്നാലും നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നതാണ് നല്ലത്. അത്രയും ഫോർ അവർ സേക്ക്, ഏ ഫോർ അവർ സേക്ക്. നമ്മുടെ അല്ല, ഇപ്പം ഗുഡ് ആണെങ്കിൽ വെരി ഗുഡ്, എനിക്ക് അങ്ങനെയും പറയാം. എക്സ്ട്രീമും ഉണ്ട്. ഗുഡ് ആണെങ്കിൽ വെരി ഗുഡ്, വെരി ഗുഡ്, ബാഡ് ആണെങ്കിൽ വെരി ബാഡ്. വെരി ബാഡ്. മറ്റേതൊരു നടുക്കായി കൂടെയുള്ള യാത്രയായിരുന്നു. ഉണ്ട്. ആ ഒരു വ്യത്യാസമുണ്ട്. സെൻസ് ഓഫ് റൈറ്റിയസ്നെസ് ഒക്കെ കൂടുതലാണ്. അല്ല, അത് നമ്മൾ റെസ്പെക്ട് ചെയ്യണമെന്നേ. ഇല്ല, ഇപ്പം നമ്മുടെ ആ പ്രളയത്തിന്റെ സമയത്ത് തന്നെ, പ്രളയത്തിന്റെ സമയത്ത് തന്നെ നാട്ടുകാർക്കും ആർക്കും വേണ്ട ഒരു ഗുണമില്ല എന്ന് പറഞ്ഞു കേൾക്കണ എല്ലാവരും നിരത്തിലുണ്ടായിരുന്നു. എല്ലാവരും നിരത്തിലുണ്ടായിരുന്നു. ഇപ്പം ഇന്നലെ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ചെറിയ കമ്പനിയിൽ ഒരു കുട്ടി പറഞ്ഞു, ഞാൻ അവിടെ ഇന്നലെ വിറ്റില്ല, ഒരു പുതിയതായിട്ടൊരു എംപ്ലോയി ജോയിൻ ചെയ്തു, ലേഡിയാണ്. അപ്പോൾ അതിന് കുട്ടി മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പറഞ്ഞ്, സാറേ അത്യാവശ്യം ഒരു ദിവസം ലീവ് എടുത്തു, പക്ഷെ ആ ദിവസം ലീവിലുള്ള ഞാൻ കംപ്ലീറ്റ് പേയ്മെൻറ്റ് ഞാൻ തന്നെ നോക്കേണ്ടി വന്നു, എന്നിട്ട് എൻ്റെ സാലറി കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ അതിനകത്തൊരു ചെറിയ തെറ്റുണ്ട്. പക്ഷേ ഞാൻ നമ്മുടെ ടീമിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം സംഭവിച്ചില്ല, സാറേ അത് വർക്ക് ഫ്രം ഹോം ഒന്നും കൊടുക്കാൻ പറ്റില്ല, കൊച്ചു കമ്പനിയാണ്. എൻ്റെ മനസ്സിലുണ്ടത്, എന്തെങ്കിലും ഒരു ന്യായം അതിന് കണ്ടുപിടിക്കണം. വാട്ട് ഈസ് യുവർ ബാക്ക്ഗ്രൗണ്ട്? My undergraduate was in MBBS. MBBS. Oh, interesting. അടിപൊളി. Yeah, I did BBA after that.
ഫ്രം മണിപ്പാൽ ഡിസ്റ്റൻസ് ആയിട്ട്. അല്ല MBBS കംപ്ലീറ്റ് ചെയ്തു. MBBS ഫൈനൽ ഇയറിൽ ഐ ഹാഡ് ടു ഡ്രോപ്പ് ഔട്ട് ബിക്കോസ് ഇറ്റ് വാസ് ജസ്റ്റ് ഫോളോയിങ് ആൻ അൽഗോരിതം എന്നുള്ളൊരു ഫീലിംഗ്. ദാറ്റ് ഇസ് നോട്ട് Not മൈ your കോളിംഗ് cup of- എന്നുള്ളത് മനസ്സിലായി. If I had completed, that would have locked me into a lifestyle I could get out of. കാരണം my peers got about 1 to 1.5 lakhs per month as starting salary. അപ്പോൾ അല്ല എങ്ങനെ അവിടെ MBBS എന്ന് വീണത്? ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി, അത് പറഞ്ഞിട്ട് എവിടെ ഉള്ളൂ. so I actually wanted to do computer science അല്ലെങ്കിൽ BTech അങ്ങനെ എന്തെങ്കിലും ആയിരുന്നു. Parents wanted me to Be a doctor. be a doctor. Stop ചെയ്തിട്ട് yeah. Okay, stop here. Sorry, 2 hours. ഓക്കെ കഴിഞ്ഞില്ലേ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ അങ്ങനെ I joined MBBS. Wanted to complete it honestly also because എന്തായാലും join ഇത് ചെയ്ത എവിടെയാണ്? വിംസ് എന്ന് പറഞ്ഞു, വയനാട് മിംസ്, ആസ്റ്റർ മിംസിന്റെ ഒക്കെ അവരുടെ മെഡിക്കൽ കോളേജാണ്. അത് കിട്ടിയത് എങ്ങനെ? ഡൊണേഷൻ കിട്ടിയ? മാനേജ്മെന്റ് മെറിറ്റ് എന്ന് പറഞ്ഞൊരു സീറ്റ് ആയിരുന്നു.